നമസ്കാരം, ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ ട്വിൻക്ലിംഗ് യാത്ര. ഹോപ്പ് നിങ്ങളുടെ ഡിവൈൻ്റെ ഗൈഡൻസ് കൊണ്ട് നിങ്ങളുടെ ജേർണിയിൽ, സ്പിരിച്വൽ ജേർണിയിൽ മുന്നോട്ട് പോകുക, നിങ്ങളുടെ അസെൻഷ്യൽ ജേർണിയിൽ മുന്നോട്ട് പോകുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബിങ് ടു മൈ യൂട്യൂബ് ചാനൽ. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഓരോരുത്തരാണ് ഇതിൻ്റെ ഗ്രോത്തിന് കാരണം. നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച് ബിക്കോസ് ഐ ലവ് വാട്ട് ഐ ഡു. എനിക്ക് സന്തോഷമാണ് നിങ്ങളോട് എൻ്റെ സ്നേഹം പങ്കിടാൻ. സോ നിങ്ങൾ റിസീവ് ചെയ്യാൻ റെഡിയാണ്. അങ്ങനെ റിസീവ് ചെയ്യാൻ ആ ഓരോ ലൈക്സിലും, ആ ഓരോ സബ്സ്ക്രിപ്ഷനിലും, നിങ്ങൾ ഓരോ ഷെയർ ചെയ്യുന്ന കാര്യത്തിലും, നിങ്ങൾ ഓരോ കമൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഫീൽ ആവുന്ന അത്രയും നിങ്ങൾ റിസീവ് ചെയ്യുന്നു. നിങ്ങൾ എത്രത്തോളം റിസീവ് ചെയ്യുന്നു അത്രത്തോളം എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ആ ഒരു എനർജിയും എനിക്കും ഫീൽ ആവും. യെസ്, എനിക്കപ്പോൾ എത്രത്തോളം ഈശ്വരൻ എന്നെ ഒരു ചാനലാക്കി മാറ്റുന്നു അത്രത്തോളം നിങ്ങൾക്ക് വേണ്ടി ചാനലായി മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇറ്റ്സ് മൈ ഹാപ്പിനെസ്, ഇറ്റ്സ് മൈ ഓണർ ടു സെർവ് ദ ഡിവൈൻ ചൈൽഡ് ബിക്കോസ് നമ്മൾ ഓരോരുത്തരും ഈശ്വരൻ്റെ മക്കളാണ്. ആൻഡ് ഇറ്റ്സ് ബിക്കോസ് ലൈക്ക് നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യാറുണ്ട് ലൈഫിൽ. സോ നമ്മുടെ സറണ്ടറിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നത്, നമ്മൾ വേണ്ട കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യുമ്പോൾ നമുക്ക് സറണ്ടറിങ് കുറച്ചും കൂടെ എളുപ്പമാവും. ചില സമയത്ത് നമ്മൾ ലെറ്റ് ഗോ ചെയ്യാത്തതാണ്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഇങ്ങനെ പിടിച്ച് നിർത്തുന്നതുകൊണ്ടാണ് നമുക്ക് സറണ്ടർ ചെയ്യാൻ ബുദ്ധിമുട്ടാകുന്നത്. മേ ബി നിങ്ങൾ ട്വിൻ ഫ്ലെയിമിനെ സറണ്ടർ ചെയ്യുക അല്ലെങ്കിൽ ലെറ്റ് ഗോ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അത് നമ്മൾ ലെറ്റ് ഗോ ചെയ്താൽ എന്നേക്കുമായി നഷ്ടപ്പെടുമെന്നാണ്. പക്ഷേ ആ ലെറ്റ് ഗോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു വ്യക്തിനെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ അല്ല നമ്മൾ ലെറ്റ് ഗോ ചെയ്യുന്നത്. നമ്മൾ അതിൻ്റെ ഉള്ളിലെ ടോക്സിസിറ്റിയാണ് റിലീസ് ചെയ്യുന്നത്, ലെറ്റ് ഗോ ചെയ്യുന്നത്. ആ ഒരു എന്താ പറയുക, കോഡിപ്പെൻഡൻസിയാണ് നമ്മൾ ലെറ്റ് ഗോ ചെയ്യുന്നത്. ആ ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിനെയാണ് നമ്മൾ റിലീസ് ചെയ്യുന്നത്, അല്ലാതെ ആ വ്യക്തിനെ അല്ല. ബിക്കോസ് അവിടെ പിന്നെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് റിലേഷൻഷിപ്പ് വരത്തുള്ളൂ. സോ ഈ ഒരു പൈൽ റീഡിങ് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. അത്യാവശ്യം ഇൻറ്റൻസിറ്റി, ഭയങ്കര മിക്സഡ് ആയിട്ടുള്ള എനർജീസ് ആണ് രണ്ട് പൈലിൻ്റെ. എനിക്കും കുറേ അതിനകത്തൊന്നും റിസീവ് ചെയ്യാൻ പറ്റി. ആൻഡ് താങ്ക് യു സോ മച്ച് ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി. സോ ഇത് നിങ്ങളെ വീണ്ടും സഹായിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഈ ഒരു ലെറ്റ് ഗോ പൈൽ നിങ്ങൾ കണ്ടതിന് ശേഷം വീണ്ടും സറണ്ടറിങ് പൈൽ ഒന്നുകൂടെ നിങ്ങൾ ആ ഒരു റീഡിങ് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഐഡിയ അല്ലെങ്കിൽ ഗൈഡൻസ് കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട് വൺസ് അഗെയിൻ. താങ്ക് യു ഡിയർ, and your spirit guides love you so much, and I'm proud of you each and every one because you are worth it. Now let's moving to a small meditation and choose your pile. Okay, see you in the meditation. Bye. Namaskaram. For the meditation, relax ചെയ്യുക, body relax ചെയ്യുക. Okay, spine erect, ശരീരം പൂർണ്ണമായി റിലാക്സ് ചെയ്തിടുക. Now take a deep breath in and exhale. Take a deep breath in and exhale. Completely surrender ചെയ്യുക and try to tune into your heart space. ഹൃദയ സെൻറ്ററിലേക്ക് ഫോക്കസ് കൊടുക്കുക. Try to connect with the energy. ഹോപ്പ് നിങ്ങൾ പൈൽ ചൂസ് ചെയ്ത് കാണും. സോ നൗ മൂവിങ് ടു യുവർ റീഡിങ്. Hi beautiful pile number 1. Thank you so much for your love and support. Thank you for sharing and subscribing my YouTube channel. So നിങ്ങൾ ഈ ഒരു ഇമേജാണ് തിരഞ്ഞെടുത്തെങ്കിൽ നമ്മൾക്ക് നോക്കാം എന്താണ് നിങ്ങൾ ഈ ഒരു നിമിഷം ലെറ്റ് ഗോ ചെയ്യേണ്ടത് ആയിട്ടുള്ള എനർജീസ്. ബിക്കോസ് ഇത് നിങ്ങളെ സറണ്ടർ ചെയ്യാൻ സഹായിക്കും. സോ എനിക്ക് ഈ ഒരു ഇമേജിൽ ടാപ്പിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഫീൽ ആവുന്ന എനർജി ലൈക്ക് ബ്രേക്ക് ഫ്രീ ചെയ്യുകയാണ്. ഇത്രയും നിങ്ങളുടെ കാലിൽ ചങ്ങല പോലെയായിരുന്നു റെസ്പോൺസിബിലിറ്റീസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തീരെ ഫ്രീഡം ഇല്ലായിരുന്നു. ഈവൻ ദോ നിങ്ങൾക്ക് ജോബ് ഉണ്ട്, ഈ പൈലാൾക്ക് യെസ് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്, അവർ സ്റ്റേബിളാണ്, ലൈക്ക്
അവർക്ക് ജോബുണ്ട്. ഇപ്പോൾ ഫെമിനിൻ ആയിക്കോട്ടെ മാസ്കുലിൻ ആയിക്കോട്ടെ ഡസൻ മാറ്റർ, അവർക്ക് ജോബുണ്ട്. പക്ഷേ അവരുടെ ലൈഫിൽ അവർക്ക് ചോയ്സ് എടുക്കാൻ ഒരു ഓപ്ഷനില്ല. ഈ പയൽ നമ്പർ 1 എനിക്ക് ഫീൽ ആവുന്ന എനർജി അങ്ങനെയാണ്. ലൈക്ക് അവർ ഫിനാൻഷ്യലി സ്റ്റേബിളായിട്ടും അവർ നല്ലൊരു പൊസിഷൻ എത്തിയിട്ട് പോലും അവരുടെ ലൈഫിലെ മേജർ ഡിസിഷൻ അല്ലെങ്കിൽ ചോയ്സസ് അവർക്ക് ചെയ്യാനുള്ളൊരു എന്താ പറയുക അധികാരം അവർക്കില്ല. സംഹൗ മറ്റുള്ളവർ അവരെ ഒന്നുകിൽ മറ്റുള്ളവർ അവരിൽ ഡിപ്പെൻഡൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരെപ്പോഴും ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. സോ ദർ ഈസ് എ ഡീപ്പ് കോ ഡിപ്പെൻഡൻസി എനർജി ഹിയർ. സോ കോ ഡിപ്പെൻഡൻസി ഇത് ലീഡിങ് ടു അഡിക്ഷൻ. മാസ്കുലിൻ ആണെങ്കിൽ സം കൈൻഡ് ഓഫ് അഡിക്ഷൻ ഇഷ്യൂ കാണും, ഫെമിനിൻ എനർജിക്കും കാണും. ആൻഡ് അഡിക്ഷൻ ഇൻ ദ സെൻസ് ആൽക്കഹോൾ, ടൊബാക്കോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളല്ല അഡിക്ഷൻ. ഇപ്പം കണ്ടിന്യൂസ് നമ്മളൊരു വകയും ചെയ്യാതെ കട്ടിലിൽ നിന്ന് എണ്ണീക്കാതെ, അല്ലെങ്കിൽ നമ്മുടെ കൗച്ചിൽ നിന്നും എണ്ണീക്കാതെ ഫുൾ ടൈം വെറുതെ TV കണ്ടുകൊണ്ടിരിക്കുന്നത്, വെറുതെ റീൽസ് അഡിക്റ്റ് ആവുന്നതും, യൂട്യൂബ് വീഡിയോസിൽ അഡിക്റ്റ് ആവുന്നത്, പിക്കപ്പ് ആൻഡ് റീഡിങ് അല്ലെങ്കിൽ കറണ്ട് ഫീലിങ്സിൽ അഡിക്റ്റ് ആവുന്നത്, ഇറ്റ്സ് ഓൾ അഡിക്ഷൻ. നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ എന്താ പറയുക നമ്മുടെ ഗോൾ മോട്ടിവേഷൻ ഇല്ലാതെ, ഒരു ലൈഫിൽ ഒരു ഇൻസ്പിറേഷൻ ഇല്ലാതെ നമ്മൾ ജസ്റ്റ് സിനിമയും കണ്ട് ആ കൈൻഡ് ഓഫ് അഡിക്ഷൻ ഈ ഒരു പയൽ നമ്പർ 1 ആൻഡ് സംഹൗ എനിക്ക് പോൺ അഡിക്ഷനും ഫീൽ ആവുന്നു പയൽ നമ്പർ 1. ഐ ഡോണ്ട് നോ. സോ ഇത് ഒരു കളക്റ്റീവാണ്. സോ ടേക്ക് ഇറ്റ് ആസ് ഇറ്റ് റെസൊനേറ്റ്. സോ എല്ലാവരും പോൺ അഡിക്ഷൻ ഉള്ളവരല്ല. ഈ പയൽ നമ്പർ 1 ഒരു പോൺ അഡിക്ഷൻ്റെ ഒരു എനിക്ക് ഫീൽ ആകുന്നുണ്ട് എനർജി. ആൻഡ് ലൈക്ക് ഈറ്റിംഗ് അഡിക്ഷൻ ഓൾസോ. സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പം നിർത്താതെ കഴിക്കുക. എന്താണ് കഴിക്കേണ്ടത് പോലും ഒരു അവെയർനെസ് ഇല്ല, കണ്ടതൊക്കെ വാരി വലിച്ച് കഴിക്കുക, ഒരു ഡിസിപ്ലിൻ ഇല്ലായ്മ. സോ സംഹൗ യു ആർ നോട്ട് ഫ്രീ ഈവൻ ദോ നിങ്ങൾ ഭയങ്കര സ്റ്റേബിളായിട്ട് പോലും നിങ്ങൾക്ക് ആ ഫ്രീഡം ഇല്ല, തീരെ ഫ്രീഡം ഇല്ലാത്ത പയലാണ്. സോ അവരെല്ലാവരും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തൊരു പയലാണ് പയൽ നമ്പർ 1. കൂടുതലും മറ്റുള്ള ആഗ്രഹങ്ങളിന് ഇമ്പോർട്ടൻസ് നൽകി അവർക്ക് വേണ്ടി ജീവിച്ച, ലൈക്ക് പഠിച്ചതും നിങ്ങൾ ജോബ് ചെയ്തതും ഒക്കെ നിങ്ങളുടെ പാരൻസിൻ്റെ ഇഷ്ടം കൊണ്ടായിരിക്കാം, മാരേജ് ചെയ്തത് പാരൻസിൻ്റെ ഇഷ്ടം കൊണ്ടാവാം. പിന്നെ മാരേജ് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റി നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫായി, നിങ്ങളുടെ കുട്ടികളായി, അങ്ങനെ അവരുടെ മാത്രം. സോ നിങ്ങൾക്ക് എന്താണെന്ന് ആക്ച്വലി അറിയത്തില്ല. ഈവൻ ദോ നിങ്ങളുടെ പൈസ ഉണ്ടായിട്ട് പോലും നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പയലാണ് പയൽ നമ്പർ 1. അവർക്ക് എപ്പോഴും മറ്റുള്ളവരെ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാം, മറ്റുള്ളവർക്ക് വേണ്ടി ഭയങ്കര വില കൂടിയ ബ്രാൻഡഡ് ആയിട്ടുള്ള ഈ പൈസ ഇല്ലെങ്കിൽ പോലും സ്വരൂപിച്ച് അവർക്ക് വേണ്ടി ഭയങ്കര സന്തോഷം വലിയ വലിയ ഗിഫ്റ്റ്സ് ആൻഡ് എന്താ ഫങ്ഷൻസ് ഓർഗനൈസ് ചെയ്യും. പക്ഷേ നിങ്ങളുടെ എന്തെങ്കിലും സെലിബ്രേഷൻ ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ സമയമാണ് നിങ്ങൾ സംഹൗ ഫീലിംഗ് അൺഡിസേർവിങ് ഓർ അൺവർദിനെസ് ഭയങ്കര കൂടുതലാണ് ഈ പയൽ നമ്പർ 1കാർക്ക്. അൺവർദിനെസ്, അൺഡിസേർവിങ് ഇല്ലായ്മ. സോ ഓവർ ബേർഡൻ ആയിട്ട് ജോലി ചെയ്യുക. ആൻഡ് വർക്കഹോളിക്കും ഒരു അഡിക്ഷനാണ്. നമ്മുടെ മൈൻഡിനെ ഡീവിയേറ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പം ബോയ്സ് ആൻഡ് ഫെമിനിൻ ആൻഡ് മാസ്കുലിൻ ഡസൻ മാറ്റർ. നിങ്ങൾ IT മേഖലയിൽ ജോലി ചെയ്യുന്ന, സോ വർക്കിനെ നിങ്ങളൊരു അഡിക്ഷനാക്കി മാറ്റും, ഓവർ വർക്ക് ചെയ്യും. ആൻഡ് സോ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ വിചാരം പ്രൊഡക്റ്റീവായിരിക്കുന്നതാണ്. ലൈക്ക് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രൊഡക്റ്റീവിൻ്റെ ഒരു നിങ്ങളുടെ ഒരു എന്താ പറയുക ഒരു നിങ്ങൾ അതിനെ അങ്ങനെയാണ് മീൻസ് എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കാൻ നിങ്ങളുടെ കാഴ്ചപ്പാട് പ്രൊഡക്റ്റീവ്. പക്ഷെ പ്രൊഡക്റ്റീവ് ഇൻ ദ സെൻസ് നമ്മൾ 24 hours ജോലി ചെയ്യുന്നതല്ല. പ്രൊഡക്റ്റീവ് ഇൻ ദ സെൻസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു അച്ചീവ്മെൻറ്റ്, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു അച്ചീവ്മെൻറ്റ് ചെയ്യുക. മറ്റുള്ളവരുടെ നിങ്ങളുടെ ഒരു ഹോബീനെ ഫോളോ ചെയ്യുക, നിങ്ങളോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുന്നത്, അതൊക്കെ പ്രൊഡക്റ്റീവ്നെസ് ആണ്. പക്ഷേ നിങ്ങൾ ഫീലിംഗ് നോട്ട് വേർതി, ലൈക്ക് നിങ്ങൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാനോ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കും ഹോബികൾക്കും സമയം സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്കത് പ്രൊഡക്റ്റീവാണെന്ന് തോന്നുന്നില്ല. സംഭവം ഈ പയൽ നമ്പർ 1 ഫാമിലീസ് മീൻസ് കുഞ്ഞുനാളിൽ ആർട്ട് അങ്ങനത്തെ ആർട്ടിസ്റ്റിക്കായിട്ട് നേച്ചറുള്ള കുട്ടികളെ ഭയങ്കരമായിട്ടും ക്രിട്ടിസൈസ് ചെയ്ത്, അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമുണ്ട്, പഠിക്കുന്ന സമയത്ത് പഠനമല്ലേ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ഭയങ്കരമായിട്ട് അവരെ ആർട്ടിൽ നിന്ന് മാറ്റി പഠനമാണ് മെയിൻ. നിങ്ങൾക്ക് ജോലി ഉണ്ടെങ്കിൽ റെസ്പെക്റ്റ് ഉള്ളൂ, ജോലി ഉണ്ടെങ്കിൽ ഇതുള്ളൂ, ഭയങ്കര നമുക്ക് പഠനം ഭയങ്കര ഇമ്പോർട്ടൻസ് അങ്ങനെ ഓവർ ബർഡൻ ചെയ്ത്. സോ സംഹൗ നിങ്ങളുടെ ലൈഫിൽ ഫൺ ഇല്ല. ദർ ഈസ് മിസ്സിങ് ഓഫ് ഫൺ ആക്ടിവിറ്റീസ്. മുണ്ടേയും ജോലികൾ, എന്നും രാവിലെ എണീക്കുന്നു അതേ ജോലി ചെയ്തു 24 സെയിം റൊട്ടീൻ ഫോളോ ചെയ്യുന്ന ഒരു പൈലാണ് എനിക്ക് ഫീൽ ചെയ്യുന്ന എനർജി വിത്ത് ദ
ആ കാർഡിൻ്റെ എനർജി അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ആൻഡ് സോ ഭയങ്കരമായിട്ടും ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടൊരു പൈലാണ് പൈൽ നമ്പർ 1. അതുകൊണ്ട് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ആരാന്ന് ചോദിച്ചാൽ സെൽഫ് ക്രിറ്റിക്സാണ്. നിങ്ങളെ ഭയങ്കരമായിട്ട് എന്താ പറയുക, നിങ്ങളെ ഭയങ്കരമായിട്ട് എന്താ വഴക്ക് പറയാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ഭയങ്കരമായിട്ട് നിങ്ങളെ ജഡ്ജ് ചെയ്യാറുണ്ട്. നിങ്ങളുടെ സന്തോഷങ്ങൾ അത് ചെയ്യാൻ പാടുള്ളൂ, അത് ചെയ്തെങ്കിൽ ശരിയാവില്ല. സോ ഓവർ തിങ്കിങ് പാറ്റേൺ ആണ്. മറ്റുള്ളവരുടെ കാര്യങ്ങളെ ചിന്തിക്കും. ഫ്രണ്ട് നിൽക്കുന്ന ആൾ എന്താണ് ചിന്തിക്കുന്ന പോലും നിങ്ങൾ ചിന്തിക്കും. സോ നിങ്ങളുടെ വേ ഓഫ് റെസ്പോൺസ് ഫ്ലൈറ്റ് ഓർ ഫ്രീസ് മോഡായിരിക്കും. ഒന്നെങ്കിൽ സ്റ്റക്കായി മാറുക, ഫ്രീസായിട്ട് ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പം നിങ്ങളിങ്ങനെ ഇമോഷണലി മൊത്തം ഷട്ട് ഡൗൺ ആയിട്ട് യാന്ത്രികമായി എന്തൊക്കെയോ ചെയ്യും. സോ ഇതാണ് പൈൽ നമ്പർ 1 എൻ്റെ എനിക്ക് ഇമേജിൽ നിന്ന് ഫീലായ എനർജി. ഇനി നമുക്ക് നോക്കാം. സോ ഇതൊക്കെയാണ് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യേണ്ടത്. സോ നിങ്ങളുടെ എനർജി ഇങ്ങനെയാണ് പറയുന്നത്, ലൈക്ക് നിങ്ങൾ ഫിനാൻഷ്യലി ഈവൻ ദോ സ്റ്റേബിൾ ആയിട്ട് പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് എടുക്കാൻ പറ്റില്ല. സോ സംഭവം നിങ്ങൾ ബേർഡൻ എല്ലാം ക്യാരി ചെയ്തുകൊണ്ടിരിക്കണം. സോ ആ ബേർഡൻ ടവർ കാർഡാണ്. ബേർഡനെ മൊത്തം നിങ്ങൾ റിലീസ് ചെയ്യാനാണ് പറയുന്നത്, ലെറ്റ് ഗോ ചെയ്യാനാണ് പറയുന്നത്. സോ പൈൽ നമ്പർ 1, പ്ലീസ് സ്പിരിറ്റ് ഗൈഡ്. പൈൽ നമ്പർ 1 സ്പിരിറ്റ് ടീംസ്, സ്പിരിറ്റ് ഗൈഡ്സ്, പ്ലീസ് ഐ എം ഇൻവോക്കിംഗ് യുവർ പ്രസൻസ്. പൈൽ നമ്പർ 1 എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ വ്യൂവേഴ്സിൻ്റെ പൈൽ നമ്പർ 1 വ്യൂവേഴ്സിൻ്റെ പ്ലീസ് അവർക്ക് ഈ ഒരു സമയത്ത് ലെറ്റ് ഗോ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇതിൽ നിന്നാണ് അവരവരുടെ ഫ്രീഡത്തെ ക്ലെയിം ചെയ്യുന്നത്. വാട്ട് ഈസ് ഇറ്റ് നീഡ് ടു ബി ലെറ്റ് ഗോ റൈറ്റ് നൗ? എന്താണ് ലെറ്റ് ഗോ ചെയ്യേണ്ട എനർജി? പൈൽ നമ്പർ 1 ലെറ്റ് ഗോ ചെയ്യേണ്ട എനർജി എന്താണ്? പൈൽ നമ്പർ 1 ലെറ്റ് ഗോ ചെയ്യേണ്ട എനർജി. പൈൽ നമ്പർ 1 ലെറ്റ് ഗോ ചെയ്യേണ്ട എനർജി. പൈൽ നമ്പർ 1 ലെറ്റ് ഗോ ചെയ്യേണ്ട കറൻ്റ്ലി അവർക്ക് എന്താണ് ലെറ്റ് ഇറ്റ് ഗോ? ഈ ലെറ്റ് ഗോ ചെയ്താൽ മാത്രമേ അവരുടെ ലൈഫിലേക്ക് ലവ്, അബണ്ടൻസ്, അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന ജോബ്, ഓപ്പർച്യൂണിറ്റീസ്, ഫ്രീഡം, പീസ്, ലവ്, ജോയ് ഒക്കെ ഇൻവൈറ്റ് ചെയ്യും. സോ ഓവറോൾ തീം ഇത് ഗൈഡൻസ് ആയി, ലൈക്ക് ഇറ്റ് വിൽ ബി മൈ ഓവറോൾ തീം. ഇത് തന്നെയായിരുന്നു ഗൈഡൻസ് ആയിട്ട് ഉപയോഗിക്കാൻ പറയാം. ഓവറോൾ തീം ഗൈഡൻസ് ആണ്. ഇത് ഓവറോൾ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡിൻ്റെ ഗൈഡൻസ് ആണ് ഓവറോൾ. സോ ഓവറോൾ തീം ഗൈഡൻസിനെ ഫോളോ ചെയ്യുകയാണ്. അൺവാണ്ടഡ് ഗൈഡൻസ് ആണെങ്കിൽ പ്ലീസ് ലെറ്റ് ഇറ്റ് ഗോ. നിങ്ങളുടെ സോൾ പറയുക ഈ ഫ്രണ്ട് ഇരിക്കുന്ന ആൾ വൃത്തിയെ പറയുക, എന്തൊക്കെയോ പറയുക. സോ അൺവാണ്ടഡ് ആയിട്ടുള്ള ഗൈഡൻസിന് ലെറ്റ് ഇറ്റ് ഗോ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ സോളുമായിട്ട് റെസൊനേറ്റ് ചെയ്യുന്ന മാത്രം ഗൈഡൻസിനെ സ്വീകരിക്കുന്ന, അല്ലാത്ത പക്ഷം നിങ്ങളുടെ ആത്മാവിൽ നിന്ന്, നിങ്ങളുടെ ഹാപ്പിനെസ്സിൽ നിന്ന്, നിങ്ങളുടെ ജോയിൽ നിന്ന്, നിങ്ങളുടെ ഇന്നർ ലവിൽ നിന്ന്, നിങ്ങളുടെ ഇന്നർ സെൽഫിൽ നിന്ന് നിങ്ങളെ ദൂരെ ആക്കുന്ന എല്ലാം ഗൈഡൻസിനെ നിങ്ങൾ ലെറ്റ് ഇറ്റ് ഗോ ചെയ്യുക. ഓക്കെ, wow, that's a great energy. So the outsider. സോ ഒരുപാട് പേര് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ ഭയങ്കരമായിട്ട് ആൾക്കാർ ക്രിറ്റിസൈസ് ചെയ്യും. സോ നിങ്ങൾ ഔട്ട്സൈഡറിൻ്റെ എനർജി ഭയങ്കര നിങ്ങളെ ബാധിക്കാറുണ്ട്. അത് ഔട്ട്സൈഡർ. നമ്പർ 5 ചേഞ്ച്. സെക്കൻഡ് കാർഡ് ഈസ് ദ ലവർ. സോ യു നീഡ് ടു ലെറ്റ് ഇറ്റ് ഗോ. മേ ബി യു നീഡ് ടു ലെറ്റ് ഗോ യുവർ ട്വിൻ ഫ്ലെയിം. ഈ ട്വിൻ ഫ്ലെയിമിൽ ലെറ്റ് ഗോ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ, നിങ്ങൾ ഡിവൈൻ മാസ്കുലൈൻ ഫെമിനിനെ വിട്ടയക്കാനല്ല, അവരുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് ലെറ്റ് ഗോ ചെയ്യാനാണ് പറയുന്നത്. ഓർഡിനറിനെസ്. എനിക്ക് തോന്നുന്നു ഈ കാർഡ് പൈൽ നമ്പർ 1 ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ടോട്ടാലിറ്റി ഈ കാർഡ് തന്നെയല്ലേ കഴിഞ്ഞ പ്രാവശ്യം. യെസ്, മേബി. ആൻഡ് ലാസ്റ്റ് ഹാർമണി. ഡിസ്ഹാർമണി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ലെറ്റ് ഗോ ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ. ആൻഡ് ചേഞ്ച്, വെൽക്കം ചേഞ്ച്. ഓക്കെ, സോ നമുക്ക് ടാരോ ഗൈഡൻസിലൂടെ നോക്കിയിട്ട് ഈ കാർഡ്സൊക്കെ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഡീപ്പായിട്ട്. ഓക്കെ, സോ എനിക്ക് ആദ്യം പറയാണ്, നിങ്ങൾ അൺവാണ്ടഡ് ആയിട്ട് ഗൈഡ് ചെയ്യുന്ന, നിങ്ങളുടെ സോളിൽ നിന്ന് ദൂരാക്കുന്ന ഗൈഡൻസിനെല്ലാം ലെറ്റ് ഗോ ചെയ്യുക. ഔട്ട്സൈഡായിട്ടുള്ള ആരെങ്കിലും ക്രിട്ടിസൈസ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് ഇറ്റ് ഗോ. ബിക്കോസ് നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ ആ ഒരു ലൈഫ് ജേർണി നിങ്ങൾ മാത്രമാണ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്. മറ്റുള്ളവർക്ക് അത് കണ്ട് അഭിപ്രായം പറയാൻ ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്നത്. ബിക്കോസ് നിങ്ങൾ അനുഭവിച്ച പെയിൻ, നിങ്ങൾ അനുഭവിച്ച സ്ട്രഗിൾ, നിങ്ങൾ അനുഭവിച്ച സർക്കംസ്റ്റാൻസസ് എല്ലാം നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. സോ പുറത്തുനിന്ന് വന്ന ഒരാൾക്ക് ആ ഒരു അധികാരം കൊടുക്കാതിരിക്കുക. കീപ് എ ഫേം ബൗണ്ടറി. നിങ്ങളുടെ ലൈഫിൽ ബൗണ്ടറി ഇല്ലെങ്കിൽ ബൗണ്ടറി വെക്കുക. സോ ഇറ്റ്സ് ടൈം ടു ലെറ്റ് ദ ഔട്ട്സൈഡർ ഗോ.
മനസ്സിലായില്ലേ? നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു ഇൻസൈഡ് കേജിൻ്റെ ഉള്ളിലായിരിക്കും. നിങ്ങളോട് പറഞ്ഞു സോ ഇറ്റ്സ് ടൈം ടു മീൻസ് ലെറ്റ് ഇറ്റ് ഗോ ദ കേജ്. നിങ്ങൾ തന്നെ ബിൽഡ് ചെയ്ത് വെച്ച ആ കേജിൽ നിന്ന് പുറത്തിറങ്ങുക. ആൻഡ് നിങ്ങൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. ആൻഡ് ഇറ്റ്സ് ടൈം ടു ഗെറ്റ് ഔട്ട് ഫ്രം യുവർ കംഫർട്ട് സോൺ. ഓക്കെ. ആൻഡ് മൂന്നാമത്തെ കാർഡ് പറഞ്ഞ എന്താണ്? ലവേഴ്സ്. ലെറ്റ് ഇറ്റ് ഗോ ദ ലവ്. ലൈക്ക് നിങ്ങളുടെ ഫാമിലി മേ ബി എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണമെന്നില്ല. മേ ബി എല്ലാവർക്കും ഒരു ലവിങ് ഫാമിലി കിട്ടണമെന്നില്ല. ഇഫ് യു ഹാവ് എ ലവിങ് ഫാമിലി, ഗോഡ് ബ്ലെസ് യു. നിങ്ങളുടെ ആ പ്രണയം നിങ്ങളുടെ വീട്ടുകാർ ഫാമിലി മെമ്പേഴ്സിനിടയിലുള്ള ആ പ്രണയം അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. ബട്ട് സംഹൗ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ കൂടുതലും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അത്രയും പീസ്ഫുൾ അല്ല. സോ ഫാമിലീസ് ചില സമയത്ത് വളരെ അധികം നാർസിസ്റ്റിക് ടോക്സിക് ടൈപ്പാണ്. നമുക്ക് അവരെ ഇഷ്ടമാകുന്നത് ലവേഴ്സ് കൊണ്ട് മറ്റേ ട്വിൻ ഫ്ലെയിം ലവ് അല്ല, ഞാൻ മൊത്തത്തിൽ ആ ലവ് എനർജീനെയാണ് പറയുന്നത്. സോ നിങ്ങൾ സംഹൗ നിങ്ങളുടെ ലൈഫിൽ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ, ഈവൻ ദോ നിങ്ങൾ ട്വിൻ ഫ്ലെയിം ആയിട്ട് ടോക്സിക് പാറ്റേൺ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇറ്റ്സ് ടൈം ടു ലെറ്റ് ഇറ്റ് ഗോ. ഇറ്റ്സ് ടൈം ടു സറണ്ടർ യുവർ ട്വിൻ ഫ്ലെയിം ടു ഗോഡ്. സോ നിങ്ങൾ ലെറ്റ് ഇറ്റ് ഗോ ചെയ്യാൻ നിങ്ങൾ ട്വിൻ ഫ്ലെയിമിനെ പൂർണ്ണമായ തേർഡ് പാർട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഇട്ട് കൊടുക്കാനല്ല ഉദ്ദേശം. നമ്മൾ ആ എനർജീനെയാണ് ലെറ്റ് ഗോ ചെയ്യുന്നത്. സോ ദ ഫാമിലി മെമ്പേഴ്സിനെയാണ്, ഈ ഫാമിലി മെമ്പേഴ്സിൻ്റെ ആ പാറ്റേണിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ലെറ്റ് ഗോ യുവർ പേരൻസിനെ ലെറ്റ് ഗോ ചെയ്യണം. അതായത് ആ ടോക്സിക് എനർജീനെ റിലീസ് ചെയ്യണം. ബിക്കോസ് ഈ പൈലുകാർക്ക് വളരെ കോഡിപ്പെൻഡൻസി ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസ് ഉണ്ട്. മേ ബി നിങ്ങളെ ഒരു ഇൻസെക്യൂർ മീൻസ് മേ ബി ഭയങ്കരമായിട്ട് നിങ്ങൾ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്തിട്ട് പെട്ടെന്ന് ഡിറ്റാച്ച് ആവുന്ന സ്വഭാവമായിരിക്കും. ഞാൻ ഡിറ്റാച്ച് ആയിട്ട് ആൻഡ് ലൈക്ക് നിങ്ങൾ ഒരിക്കലും സെക്യൂർ അല്ല. അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ നിങ്ങളെ സെക്യൂർ ഫീൽ ചെയ്തിട്ടില്ല. സോ കോൺസ്റ്റൻറ്റ് നിങ്ങൾക്ക് എന്താ പറയുക വാലിഡേഷൻ അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് അഷുറൻസ് വേണം. ഫ്രണ്ട് നിൽക്കുന്ന ആൾ നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നുണ്ട്, ലൈക്ക് കോൺസ്റ്റൻറ്റ് അഷുറൻസ് ആണ് നിങ്ങൾ തിരയുന്നത്. സോ സംഹൗ ഈ ഒരു പൈലുകാർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ആൻഡ് ദ തേർഡ് ഈസ് ഫോർത്ത് കാർഡ് ഈസ് ഓർഡിനറിനെസ്. ഓർഡിനറിനെസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്ത് എക്സ്ട്രാ ഓർഡിനറി ചെയ്യുക. നിങ്ങളുടെ ലൈഫിലുള്ള ഓർഡിനറി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ ബോർ അടിക്കുന്ന എന്തെങ്കിലും പാറ്റേൺ ഉണ്ടെങ്കിൽ അതിനെ ലെറ്റ് ഗോ ചെയ്യുക. ഇറ്റ്സ് ടൈം ടു ആഡ് സം മോർ കളേഴ്സ്. എന്തുകൊണ്ടാണ് ബോർ അടിക്കുന്നത്? എന്തുകൊണ്ട്? ബിക്കോസ് നിങ്ങൾ അവെയർനെസ് ഇല്ല, നിങ്ങൾ എൻജോയ് ചെയ്തില്ല ലൈഫിനെ. സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ബോറിങ് ഫീൽ വരുന്നത്. സംഹൗ ഈവൻ ദോ നിങ്ങൾ ഇനി ആർട്ടിസ്റ്റ് ആ ഒരു മേഖലയിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് ആർട്ടിനെ ലവ് ചെയ്യാൻ. സോ മേ ബി നിങ്ങളുടെ ഉള്ളിൽ അത് സന്തോഷം വരുമ്പോൾ സങ്കടം ആരും പറയാൻ നിങ്ങൾ ആർട്ട് അല്ലെങ്കിൽ പാടാൻ ആഗ്രഹം അങ്ങനെ കളിക്കാൻ ഇപ്പം നിങ്ങൾക്ക് അതുപോലും ചെയ്യാൻ പറ്റില്ല. സോ അത്രയ്ക്കും നിങ്ങളുടെ ലൈഫിൽ ഫീലിംഗ് തീരെ ഹാപ്പിയല്ല വെച്ചാൽ ലൈക്ക് ഒരു മോട്ടിവേഷൻ ഇല്ല, ഇൻസ്പിറേഷൻ ഇല്ല ലൈഫിൽ മുന്നോട്ട് പോകാൻ, മൂവ് ഓൺ ചെയ്യാൻ. എവിടെയോ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നൊരു എനർജിയാണ് എനിക്ക് ഫീൽ ആവുന്നത്. സോ അതിനെയാണ് ലെറ്റ് ഗോ ചെയ്യേണ്ടത്. നിങ്ങൾ ലൈഫിലോട്ട് നോർമൽ മീൻസ് ഈ മുണ്ടേൻ ആക്ടിവിറ്റിയിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്യുക. ലൈഫിൽ ആഡ് സം മോർ കളർ. എങ്ങനെയാണ് ലൈഫിന് കളർ കൊണ്ടുവരുന്നത്? സോ കളർ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യണം നമ്മൾ ജീവിക്കുകയാണെന്ന്, നമ്മൾ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള ഫീൽ എപ്പോഴാണ് വരുന്നത്? വെൻ വി കണക്ട് ടു അവർ സെൽഫ്. നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് നമ്മളോട് സുഖമാണോ, അല്ലെങ്കിൽ നമ്മളോട് സെൽഫ് ടോക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി യെസ്. ഈ ചിലപ്പോൾ നിങ്ങളുടെ ചുറ്റും നിങ്ങൾക്ക് സന്തോഷമാണോ, നിങ്ങൾ എന്താണ് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണോ, നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നോ, നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ ആരും ചിലപ്പോൾ ഉണ്ടാകുന്ന വരില്ല. അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾ കടന്നു പോകണമെങ്കിൽ കണക്ട് വിത്ത് യുവർ സെൽഫ്. നിങ്ങളെ അബാൻഡൻ ചെയ്യാതിരിക്കുക. ബിക്കോസ് അങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ നമുക്കോടൊപ്പം നമ്മൾ മാത്രമാണുള്ളത്. ഇതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. സോ ആൻഡ് ദ ഫിഫ്ത്ത് കാർഡ് ഈസ് ടോട്ടാലിറ്റി ഇൻ ദ സെൻസ് ലൈക്ക് കംപ്ലീറ്റ്ലി ലെറ്റ് ഗോ ചെയ്യുക. ലൈക്ക് നിങ്ങൾ ഫുള്ളി കംപ്ലീഷനായി, നിങ്ങളുടെ ആ സർക്കിൾ കംപ്ലീറ്റ് ആയി, നിങ്ങൾ ലൈക്ക് യു ആർ റെഡി ടു ഷെയറിങ്ങിന് റെഡിയാണ്. സോ നിങ്ങളുടെ ഉള്ളിൽ എന്താ പറയുക ഈ വൺനെസ്സിനെ കൊണ്ടുവരിക. ലെറ്റ് ഗോ ഓഫ് ദ അലോൺനെസ്. നിങ്ങൾ തനിച്ചാന്നുള്ള ഒരു എന്താ പറയുക, നമ്മൾ തനിച്ചാണെന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ ഉള്ളെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തനിച്ചാന്ന് മീൻസ് നമ്മളോടൊപ്പം നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുകയാണ് ലൈക്ക് ഞാൻ ഒറ്റയ്ക്കാണ് എന്നുള്ളതാണ് അലോൺനെസ്, ഞാൻ തനിച്ചാന്നുള്ള ഫീലിംഗ്. പക്ഷേ നമ്മളോടൊപ്പം ഒരു സ്റ്റേജ് ഓഫ് മൈൻഡ്, ഒരു സ്റ്റേറ്റ് ഓഫ് റിയലൈസേഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ്
എന്താ പറയുക സ്പിരിച്വൽ ജേർണിയിലെത്തുമ്പോൾ നിങ്ങൾക്ക് അവയർനെസ് ഉണ്ടാവും. ലൈക്ക് നിങ്ങൾ സന്തോഷിക്കും നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ. ബിക്കോസ് നിങ്ങൾ വിചാരിക്കും ഇത്രയും നല്ലൊരു ബെസ്റ്റ് ഒരു കമ്പാനിയൻ ഉണ്ടായിട്ടാണ് ഞാൻ ഇങ്ങനെ ആൾക്കാർക്ക് ഫ്രണ്ടിൽ തരുന്നത്. സോ ആ വൺനെസ്സിനെ നിങ്ങൾ തിരിച്ചറിയും. ആ വൺനെസ്സിനെ തിരിച്ചറിയണമെങ്കിൽ യു ഹാവ് ടു കണക്ട് വിത്ത് യുവർ സെൽഫ്. നിങ്ങളുമായിട്ട് കണക്ട് ചെയ്തേ മതിയാകും. ഓക്കെ. ആൻഡ് ലാസ്റ്റ് കാർഡ് പറഞ്ഞിരിക്കുന്നത് ഹാർമണി. ഡിസ്ഹാർമണി ആയിട്ടുള്ള ഹാർമണി അല്ലാത്ത എല്ലാ കാര്യത്തിനും ലെറ്റ് ഗോ ചെയ്യുക. ഓക്കെ. അത് നിങ്ങളുടെ മീൻസ് ഹാർമണി ഇൻ ദ സെൻസ് എല്ലാ തരത്തിലും നിങ്ങൾക്ക് പീസ് തരണം. ഹാർമണി എനർജി മീൻസ് പീസ്ഫുള്ളാണ്. ലൈക്ക് ഹാർമോണിയം, ആ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ് കേട്ടില്ലേ, അതിൻ്റെ ഓരോ താളം വളരെ ഓരോന്നിനെയും എന്താ പറയുക കോംപ്ലിമെൻ്റ് അല്ലേ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ അറിയാത്ത ഒരാൾ ആ ഹാർമോണിയത്തെ വായിച്ച് അപശ്രുതിയല്ലേ വരുന്നത്. സോ നിങ്ങളുടെ ഒരു ഹാർമോണി ലൈഫ് ഒരു നിങ്ങൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. സോ നിങ്ങൾക്ക് നിങ്ങളെ പറ്റി അറിയണമെങ്കിൽ നിങ്ങൾ അപ്പം അത് തെറ്റായ നോട്ട്സ് വായിച്ചിട്ട് മനസ്സിലായി അപശ്രുതി ആയിരിക്കും ഉണ്ടാകുന്നത്. സോ നിങ്ങളുടെ ലൈഫിൽ ആ ഹാർമണി കൊണ്ടുവരിക. നിങ്ങളുടെ ഉള്ളിൽ ആ നിങ്ങളുമായിട്ട് നിങ്ങളുടെ ഡിവൈൻ സെൽഫുമായിട്ട് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ സിറ്റുവേഷനെ സർക്കംസ്റ്റാൻസസിനെ പേഴ്സണെ ലൈഫിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്യുക. ആൻഡ് നമുക്ക് ഇനി എന്താ പറയുക ടാരോ കാർഡിനും ഹെൽപ്പോടുകൂടി നോക്കാം എന്താണ് ഫയൽ നമ്പർ 1 കാർഡ് ലെറ്റ് ഗോ ചെയ്യേണ്ടത്. അവർ ഗൈഡൻസിനെ അൺവാണ്ടഡ് ഗൈഡൻസിന് ലെറ്റ് ഗോ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ എന്താണ് ഈ ഗൈഡൻസിനെ ലെറ്റ് ഗോ അല്ലെങ്കിൽ അൺവാണ്ടഡ് ഗൈഡൻസിനെ ലെറ്റ് ഗോ ചെയ്യുക എന്താണ്? സോ എനിക്ക് ഫീൽ ആവുന്ന ലൈക്ക് ഓൾവേസ് ലിസൺ ടു അവർ ഇന്നർ വോയിസ്. ഈഗോൻ്റെ ഗൈഡൻസിനെ ഫോളോ ചെയ്യരുതെന്നുള്ള ഒരു എനർജിയും കൂടെ എനിക്ക് ഫീൽ ആവുന്നുണ്ട്. ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി പോലെ. ആൻഡ് ലൈക്ക് ഫോളോ യുവർ ഇന്നർ ഗൈഡൻസ്. അതാണ് ആ ഗൈഡൻസിനെ ഫോളോ ചെയ്യുക. ആൻഡ് റെസ്റ്റ് ഓഫ് ദ ഈഗോനെ ലെറ്റ് ഇറ്റ് ഗോ ചെയ്യുക. ഓക്കെ. Ten of Cups. Guidance from your family. Ten of what they need to really let it go. Death. Final one, the let go ചെയ്യേണ്ടത്. Two of Swords. Final one, then let go ചെയ്യേണ്ടത്. King of Swords. ഞാൻ ഓരോ കാർഡ്സിനും സെപ്പറേറ്റ് എടുത്തെടുത്ത് ഞാൻ എടുക്കുകയാണ്. ലൈക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്തെങ്കിലും നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ് നിങ്ങളുടെ ടാരോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് എടുക്കാൻ വേണ്ടി. സോ 5 of Pentacles. ഫയൽ നമ്പർ ഉണ്ടല്ലേ എന്താണ് ചെയ്യുന്നത്? Nine of Wands. King of Wands reverse ആണ്. Change നടത്തും. So guidance. ഗൈഡൻസിന് വേണ്ടി വന്നത് ടെൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ആൻഡ് ഔട്ട്സൈഡറിലെ കാർഡിന് വന്ന ഡെത്ത് കാർഡാണ്. കോമ്പിനേഷൻ ഡെത്ത് കാർഡിൻ്റെ ആണ്. ദ ലവേഴ്സ് കാർഡിൻ്റെ കോമ്പിനേഷൻ വന്ന 2 of Swordsൻ്റെ ആണ്. ആൻഡ് ഓർഡിനറിനെസ്സിൻ്റെ കോമ്പിനേഷൻ വന്ന കിങ് ഓഫ് സ്വേർഡ് ആണ്. ടോട്ടാലിറ്റിയുടെ കോമ്പിനേഷൻ കാർഡ് വന്നിരിക്കുന്ന 5 of Pentacles ആണ്. ഹാർമണിയുടെ കോമ്പിനേഷൻ കാർഡ് വന്നിരിക്കുന്നത് 9 of Swords ആണ്. സോ ലെറ്റ്സ് ഡൈവ് ഇൻ ടു യുവർ എനർജി. സോ ഗൈഡൻസ്. സോ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഫാമിലി മെമ്പേഴ്സ്, ഇവൻ തോ നിങ്ങളുടെ ഫാമിലി മെമ്പർ ആയിക്കോട്ടെ, അടുത്ത ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫ്രണ്ട് സർക്കിളുള്ള ആരെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളെ മുന്നേ തൊട്ട് അറിയുന്ന ആരെങ്കിലും ആയിക്കോട്ടെ,
നിങ്ങളിപ്പോൾ ഒരു ട്വിൻ ഫ്ലെയിം ജേർണി അല്ലെങ്കിൽ സ്പിരിച്വൽ ജേർണി ആണെങ്കിൽ ഡോണ്ട് ലിസൺ ടു ദെയർ ഗൈഡൻസ്. ഇതാണ് എനിക്ക് പറയാനുള്ള ആദ്യത്തെ കാര്യം. ബിക്കോസ് അവരാരും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത ഒരു ലൈഫ് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ബിക്കോസ് യു ആർ ഇൻ എ സ്പിരിച്വൽ ജേർണി. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഫീലിങ്സസ് ഡിഫറൻസ് ആണ്. ബിക്കോസ് യു ആർ യുണീക്ക് ആൻഡ് നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്ന ഒരു ദൗത്യമായിട്ടാണ്. സോ നമ്മൾ ഇത്രയും നാൾ നിങ്ങളുടെ ഫാമിലിയിൽ മാത്രം പറയുന്ന കേട്ട ഒരു പൈലാണിത്. കൂടുതൽ എനിക്ക് ഫീൽ ആവുന്നതെന്ന് വെച്ചാൽ എല്ലാം അവരുടെ ഫാമിലി അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ഫ്രണ്ട് സർക്കിൾ അല്ലെങ്കിൽ റിലേറ്റീവ്സ്, കൂടുതലും ഫാമിലിയായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു പൈലാണ് പൈൽ നമ്പർ 1. അതുകൊണ്ടാണ് കോ ഡിപ്പെൻഡൻസി ഇഷ്യൂ ഉള്ളത്. സോ ഇപ്പോൾ നിങ്ങളുടെ ജേർണി നിങ്ങളുടെ ഫ്രണ്ട് റിവീൽ ആയിപ്പെട്ടിട്ടുണ്ട്. ലൈക്ക് യു ആർ ഇൻ എ സ്പിരിച്വൽ ജേർണി, യു ആർ ഇൻ ട്വിൻ ഫ്ലെയിം ജേർണി. സോ ഇത് നിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള ജേർണിയാണ്. സോ നിങ്ങളുടെ സോളിനെക്കാട്ടിലും ബെസ്റ്റായിട്ട് നിങ്ങൾ അഡ്വൈസ് ചെയ്യാൻ വേറെ ആർക്കും പറ്റത്തില്ല. ഈവൻ ദോ അത് നിങ്ങളുടെ ബയോളജിക്കൽ ഫാദർ മദർ ആണെങ്കിൽ പോലും. ബിക്കോസ് അവരും അവരുടെ സോൾ ജേർണിയിലാണ്, നിങ്ങളും നിങ്ങളുടെ ഒരു സോൾ ജേർണിയിലാണ്. സോ അവരെന്തുകൊണ്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് അവർക്ക് എക്സ്പീരിയൻസ് വരുന്നതെന്ന് വെച്ചാൽ അവരുടെ ടൈം ആയിട്ടില്ല അവേക്കനിങ്ങിൽ. ബിക്കോസ് ഓരോ സോളും അവരുടെ അവേക്കനിങ് ഉള്ള ടൈം പീരീഡ് അവർ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. സോ നിങ്ങളുടെ ലൈഫിൽ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിൾ എന്തുകൊണ്ട് ഇപ്പം നിങ്ങൾ ചൂസ് പോയി ചെയ്ത പോലൊരു ജേർണി ചൂസ് ചെയ്തില്ല കഴിഞ്ഞാൽ ബിക്കോസ് അവരുടെ സോൾ ഇപ്പോൾ അത് ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ സോൾ ഇത് ഓൾറെഡി ചൂസ് ചെയ്തിട്ടുണ്ട്. സോ ലുക്ക് ദാറ്റ്. അതാണ് ഇമ്പോർട്ടൻസ്. അവിടെ നിങ്ങൾ നിങ്ങളുടെ സോളിനെ ഓണർ ചെയ്യുക. രാധ നിങ്ങളുടെ സോള് പറയുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത്, പ്രോപ്പർ ഗൈഡൻസ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്. സോ സംഭവം പക്ഷേ ഇത് നിങ്ങളുടെ ഫാമിലിക്ക് എതിരെ പോകുന്നൊരു ചോയ്സ് ആയിരിക്കാം. മേ ബി നിങ്ങൾ സ്വന്തമായിട്ട് ബിസിനസ് കരിയർ തുടങ്ങാനായിരിക്കാം നിങ്ങളുടെ സോള് പറയുന്നത്. പക്ഷേ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൽ ആരും ബിസിനസ് ചെയ്തില്ല, എല്ലാവരും വെൽ സെക്യൂർഡ് ആയിട്ടുള്ള ജോബായിരിക്കും ചെയ്തിട്ടുള്ളത്. IT മേഖലയിലെ ഗവൺമെൻറ് ജോബൊക്കെ ഉള്ളവരായിരിക്കാം. സോ അതുകൊണ്ട് നിങ്ങൾ എവിടെയോ ഹെസിറ്റൻസ് ആണ് നിങ്ങളുടെ ആ ഒരു ലൈറ്റിനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ. ഇനി നിങ്ങളൊരു ടോക്സിക് മാരേജിലാണുള്ളത്, അപ്പം നിങ്ങളുടെ ഫാമിലിയിൽ ചിലപ്പോൾ ഡിവോഴ്സ് ഭയങ്കര അബ്നോർമാലിറ്റി ആയിരിക്കും. ഡിവോഴ്സ് എങ്ങനെയാണ് ചെയ്യുന്നത്, അതൊന്നും ചെയ്യാൻ പാടില്ല, അത് തെറ്റാണ്, മക്കളെ അച്ഛനിൽ നിന്ന് അകറ്റരുത് അല്ലെങ്കിൽ മക്കളെ അമ്മയിൽ നിന്ന് അകറ്റരുത്, ഇങ്ങനെയുള്ള കാഴ്ചപ്പാടാണെങ്കിൽ സോ സംഹൗ യു ആർ ഓൾസോ ഇൻ എ ടോക്സിക് മാരേജ്. ബിക്കോസ് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ആ പാർട്ട്ണർ, ഇപ്പം ഹസ്ബൻഡ് ഓർ വൈഫ്, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് പൂർണ്ണ മനസ്സിലായി. ദെൻ നിങ്ങൾ വീണ്ടും സ്റ്റിൽ സഫറിങ് ആണ് ചൂസ് ചെയ്യുന്നത്. ബട്ട് ഇറ്റ്സ് യുവർ ലോസ് എന്ന് പറഞ്ഞ് വീട്ടുകാരോട് പോയി വഴക്കിടാനല്ല പറഞ്ഞു. പക്ഷേ വീട്ടുകാരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. നമുക്ക് പറയാൻ പറ്റും. ബിക്കോസ് ദേ ആർ അവർ ഫാമിലി, ദേ ആർ അവർ ഫാദർ ആൻഡ് മദർ. നമ്മുടെ അച്ഛനും അമ്മയാണ്, അവർക്ക് മനസ്സിലാവും. നമ്മൾ അവരെ സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇനി അവരവരുടെ ഈഗോ റെപ്യൂട്ടേഷൻ വെച്ചപ്പോൾ ദെൻ സറണ്ടർ ടു ഗോഡ്. ഈശ്വരനെ സമർപ്പിക്കുക, ഈശ്വരനോട് പറയുക എനിക്ക് ഈ ടോക്സിക് മാരേജ് അല്ലെങ്കിൽ ഈ ടോക്സിക് റിലേഷൻഷിപ്പിൽ എനിക്ക് മുന്നോട്ട് പോകണം, എന്താണ് ചെയ്യേണ്ടത്. സോ സംഹൗ ലെറ്റ് ഇറ്റ് ഗോ. നിങ്ങൾ ഇതാണ് ലെറ്റ് ഗോ ചെയ്യേണ്ടത്. എല്ലാവരും എല്ലായ്പ്പോഴും, കാരണം ഔട്ട്സൈഡിലെ എല്ലാ ഗൈഡൻസിനും നിങ്ങൾക്ക് ആപ്റ്റ് ആവണമെന്നില്ല. ഈവൻ ദോ ഞാൻ പറയുന്ന കാര്യങ്ങളും നിങ്ങളുടെ ആത്മാവ് യെസ് ഇവർ പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞാൽ മാത്രം അതിനെ നിങ്ങൾ സ്വീകരിച്ചാൽ മതി. അല്ലാത്ത പക്ഷം നിങ്ങൾ ഉപേക്ഷിക്കുക. നിങ്ങളായിട്ട് റെസൊനേറ്റ് ചെയ്യാത്ത ഒരു കാര്യം അല്ലെങ്കിൽ ഒരു എനർജീസും നിങ്ങളുടെ ലൈഫിലേക്ക് ക്ഷണിച്ച് വരുത്തേണ്ട ആവശ്യമില്ല. കാരണം ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഓൾവേസ് ലിസൺ ടു യുവർ സോൾ. സോ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാം. ഈഗോയിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സോള് പറയാത്ത, നിങ്ങളുടെ ഇന്നറിൽ വരാത്ത ഗൈഡൻസിന് എല്ലാം നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ കൂടുതലും ഔട്ട്സൈഡിലെ ആൾക്കാരിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആവപ്പെടുന്ന ആൾക്കാരാണ്. സോ പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. പുട്ട് എ ബൗണ്ടറി, സ്ട്രോങ് ബൗണ്ടറി. ഓക്കെ. സോ ആദ്യത്തേതാണ് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യേണ്ടത്. സോ നിങ്ങളെ ടാരോ കാർഡിലൂടെ ഇൻ ഡെപ്തിൽ പറഞ്ഞു തരുവാണ് എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ എന്താണ് സ്റ്റക്നെസ്സിൽ. മനസ്സിലായോ? സോ ഇനി നമ്മുടെ സെക്കൻഡ് കാർഡ് നമ്മൾ പറഞ്ഞത് ഔട്ട്സൈഡ് ആൻഡ് ദ ഡെത്ത് കാർഡ്. മേ ബി നിങ്ങൾ മേജർ ട്രാൻസ്ഫോർമേഷൻ പീരീഡിലൂടെ ആയിരിക്കും പോകുന്നത്. എല്ലാം നിങ്ങളും ഇത്രയും നാളും നിങ്ങളുടെ ഈഗോയിസ്റ്റിക് മൈൻഡിൽ ഉണ്ടാക്കിയ ഒരു സെനാറിയോ അല്ല ഇപ്പം നിങ്ങളുടെ ലൈഫിൽ കൊണ്ടാടുന്നത്. നിങ്ങൾക്കൊരു ജോബ് ഉണ്ടെങ്കിൽ ഒരു ജോബിൽ ഹാപ്പി അല്ല, നിങ്ങളുടെ ഫാമിലി ലൈഫിൽ ഹാപ്പി അല്ല, ആൻഡ് എങ്ങും ലൈഫ് ഹാപ്പി അല്ല. നിങ്ങൾ മേജർ ഡെത്ത് വീണ്ടും സോൾ ഈഗോ ഡെത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ആൻഡ് സംഹൗ നിങ്ങൾക്ക് തോന്നുന്നത് വെച്ചാൽ ലൈക്ക് നിങ്ങൾക്ക് തോന്നാൻ യു ഡോണ്ട് ഹാവ് എനി കൺട്രോൾ ഇൻ യുവർ ലൈഫ്.
നിങ്ങൾക്ക് തോന്നുകയാണ് ഈ കൊണ്ടാവുന്ന പ്രോസസ്സ് നിങ്ങളൊരു ഔട്ട്സൈഡറിനെ പോലെ നോക്കി നിൽക്കുകയാണ്. ലൈക്ക് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതി, എന്തൊക്കെയോ ലൈഫിൽ സംഭവിക്കും. സോ നിങ്ങൾക്ക് ലൈഫിൽ കൺട്രോൾ ഇല്ലാത്ത, സോ ഇറ്റ്സ് ടൈം ടു ലെറ്റ് ഗോ ദ കൺട്രോളിങ് യുവർ ഓൺ സെൽഫ്. നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്ന വ്യക്തികളാണ്. സോ അതുകൊണ്ടാണ് ഇപ്പം നിങ്ങളൊരു ഡെത്ത് പീരിയഡ്, നിങ്ങളുടെ ഈഗോ ഡെത്ത് സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് അത്രയും പെയിൻ വന്നിട്ട് നിങ്ങളൊരു നിസ്സഹായാവസ്ഥയാണ്. നിസ്സഹായാവസ്ഥ വെച്ചാൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സറണ്ടർ ടു ദ അൾട്ടിമേറ്റ് ഡിവൈൻ, സറണ്ടർ ടു നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ഡിവൈൻ എനർജീസ് ആണോ, ഒരു ഗുരുവിനെയാണ് നിങ്ങൾ വിശ്വസിക്കുക, ഗുരുവിൽ സമർപ്പിക്കുക. സായിബാബ, ലഹരി മഹർഷിയ, മഹാവതാർ ബാബാജി, ഇങ്ങനത്തുള്ള ഗുരു നാനാക്ക്, ഇങ്ങനത്തെ ഭയങ്കരമുള്ള സൂഫീസിലുള്ള ഗുരൂസ്, അങ്ങനെയൊക്കെയുള്ള കാര്യത്തെയാണ് നിങ്ങൾ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ അവരെ സറണ്ടർ ചെയ്യുക. ഇനി നിങ്ങളുടെ ലൈഫിൽ നിങ്ങളല്ലെങ്കിൽ നിങ്ങൾക്ക് ആരും ഗുരുവായിട്ട് കണക്ഷൻ ഫീൽ ചെയ്യുന്നില്ല, നിങ്ങൾ ഈ ഒരു ഡിവൈൻ എനർജി, ഈശ്വരനെ, രാധ, കൃഷ്ണ അല്ലെങ്കിൽ ശിവൻ, പാർവതി, നിങ്ങൾക്ക് ഏത് ഡേറ്റി, ഏത് ദേവത അല്ലെങ്കിൽ ദേവതയോടാണ് കൂടുതൽ കണക്ഷൻ ഫീൽ ചെയ്യുന്നത്, സറണ്ടർ ഇറ്റ്. കർത്താവിനോട്, മാതാവിനോട്, വർഗീസ് പുണ്യാനോട്. സോ വാട്ട് എവർ. ഖുറാൻ വായിക്കുക. നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് സറണ്ടർ മനസ്സിലാവുന്നില്ല, എങ്ങനെ ലെറ്റ് ഗോ ചെയ്യണം, ഈ ഒരു ഡാർക്ക്നെസ്സിലൂടെ നിങ്ങൾ എങ്ങനെ പുറത്തു വരണം, ഖുറാൻ വായിക്കുക, ബൈബിൾ വായിക്കുക, ഭഗവത്ഗീത വായിക്കുക, കണക്ട് ചെയ്യുക, സ്പിരിച്വൽ ബുക്കുമായിട്ട്, ഗ്രന്ഥങ്ങളുമായിട്ട് കണക്ട് ചെയ്യുക. റിലീജിയസ് അത് ഖുറാനും ബൈബിളും ഭഗവത്ഗീത നമ്മൾ കണക്ഷൻ ചെയ്യുന്ന ഉപരിയാണ്. നമ്മൾ ഓരോരുത്തരും അതിനെ കണക്ട് ചെയ്യുന്ന രീതി അനുസരിച്ച് അത് നമ്മളോട് ശരിക്കും സംസാരിക്കും, നമുക്കുള്ള എല്ലാം. കാരണം അതുകൊണ്ടാണ് ഈ ഒരു പവിത്രമായ ഗ്രന്ഥങ്ങളുടെ എന്തിനാണ് അത് മാനിഫെസ്റ്റ് ചെയ്യപ്പെട്ടതെന്ന് വെച്ചാൽ നമ്മളെ നേർവഴി കാട്ടിത്തരാനാണ്. സോ ഈശ്വരനെ പ്രണയമായി കാണുക. സംഭവം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിഷമം ആൻഡ് നിങ്ങളുടെ ഈ സെപ്പറേഷൻ ഉള്ളത് ഈശ്വരനായിട്ടാണ്. ഞാൻ ഇത്രയും ഡീപ്പ് ലെവലിൽ ഈശ്വരനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടും, അല്ലെങ്കിൽ ഞാൻ ഒരു തെറ്റും ചെയ്യാതെ എന്തിൻ്റെ ഒരു എന്താ പറയുക, എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. സോ സംഭവം നിങ്ങൾ ഈ ദൈവത്തോട് ഭയങ്കരമായിട്ട് ലൈക്ക് അപ്സെറ്റ് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ഈശ്വരനോടുള്ളത്. എന്ത് തെറ്റ് ചെയ്താലും നിങ്ങൾ എന്ത് തെറ്റിൻ്റെ ഫലമാണ് അനുഭവിക്കുന്നത്. സോ ഇതൊരു പണിഷ്മെൻ്റ് അല്ല, നിങ്ങളുടെ സോൾ ട്രാൻസ്ഫോർമേഷൻ. നിങ്ങളുടെ സോളാണ് ഇത് തിരഞ്ഞെടുക്കപ്പെട്ടത്. ദെൻ സറണ്ടർ ടു യുവർ സോൾ. നിങ്ങളുടെ സോളിനോട് സറണ്ടർ ചെയ്യുക. ഈശ്വരൻ നിങ്ങളെ എല്ലായ്പ്പോഴും സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ നിങ്ങളുടെ ലൈഫിൽ ഇപ്പം ഒരു ബുക്സിൻ്റെ സഹായത്തോടെ അല്ലെങ്കിൽ ഈ ഒരു ചാനലിൽ നമ്മൾ പ്രൊവൈഡ്, നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് ആണ് ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് പാസ് ഓൺ ചെയ്യുന്നത്, ഞാനല്ല. ഐ എം ജസ്റ്റ് എ ചാനലർ. നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡിനെ ഇൻവോക്ക് ചെയ്തുള്ള എനർജീസാണ്. സോ റിസീവ് ഇത് ചെയ്യുക. നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ചെയ്യുകയാണെങ്കിൽ റിസീവ് ചെയ്യുക. നിങ്ങൾ റെസൊനേറ്റ് ചെയ്യുന്നെങ്കിൽ ജസ്റ്റ് അതിനെ ഇതെനിക്ക് വേണ്ടി ഉള്ളതല്ല എന്ന് പറഞ്ഞ് ഡിസ്കാർഡ് ചെയ്ത് കളയുക. ഓക്കെ, ഇറ്റ്സ് ആൻഡ് എന്താ പറയുക, ആ അപ്സെറ്റിനെ റിലീസ് ചെയ്യുക, ലെറ്റ് ഗോ ചെയ്യുക. ഈശ്വരൻ എന്നെ എപ്പോഴും നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശ്വരൻ ഏതെങ്കിലും ഒരു സ്വരൂപത്തിൽ നിങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലായ്പ്പോഴും നിങ്ങളെല്ലായ്പ്പോഴും ഭഗവാൻ കേൾക്കുന്നുണ്ട്. ഓക്കെ, സോ ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. യെസ്, ആൻഡ് ഗോഡ് ലവ്സ് യു വെരി മച്ച്. ഈശ്വരൻ, ഡിവൈൻ പവർ, ഹയർ പവർ ഒക്കെ നിങ്ങളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു. ദ ഹയർ പവേഴ്സ് ആൻഡ് ഡിവൈൻ ലവ് യു സോ മച്ച്. ആൻഡ് നിങ്ങളുടെ സ്പിരിറ്റ് ടീംസ് ഭയങ്കര പ്രൗഡാണ്. ഈ കുഞ്ഞു പ്രായത്തിൽ അല്ലെങ്കിൽ ഈ ചെറിയ പ്രായത്തിൽ തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ടും ഇവോൾവ് ആയിട്ടുണ്ട്. നിങ്ങൾ പ്രായം എത്ര ആയിക്കോട്ടെ, നമ്മൾ 90, 80 ഡസൻ മാറ്റർ. നമ്മൾ എല്ലായ്പ്പോഴും നമ്മുടെ ഈശ്വരൻ്റെ കണ്ണിൽ നമ്മൾ കുഞ്ഞു കുട്ടികളാണ്. സോ ദേ ആർ വെരി പ്രൗഡ് ഓഫ് യു. ആൻഡ് ഐ ആം ഓൾസോ പ്രൗഡ് ഓഫ് യു, മൈ ഡിയർ പൈൽ നമ്പർ 1. ആൻഡ് ഐ ലവ് യു സോ മച്ച്. ഈശ്വരൻ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ഒരു സാഹചര്യം നിങ്ങൾ പുറത്ത് കൊണ്ടുവരട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. സോ നിങ്ങൾ നിസ്സായരല്ല. ആ ഒരു ചോയ്സ് എടുക്കാതെ നിങ്ങളുടെ ഉള്ളിൽ ആ ചോയ്സിന് പവർ ഉണ്ട്. ടേക്ക് യുവർ ചോയ്സ്, ലെറ്റ് ഗോ. ആ നിസ്സായാവസ്ഥയെ ലെറ്റ് ഗോ ചെയ്യുക, സഫറിങ്ങിനെ ലെറ്റ് ഗോ ചെയ്യുക, ആ ഒരു പെയിനിനെ ലെറ്റ് ഗോ ചെയ്യുക. ബിക്കോസ് ആ ഒരു ഡെത്ത് പ്രോസസ്സ്, ആ ഒരു എന്താ പറയുക, ഒരു ബട്ടർഫ്ലൈൻ്റെ കഥയില്ലേ, നിങ്ങൾക്കറിയാമല്ലോ. ബട്ടർഫ്ലൈ മുട്ട പൊരിഞ്ഞ് അത് ആദ്യമേ ലാർവൽ സ്റ്റേജിലൂടെ കടന്ന് അതിന് ശേഷം അത് പ്യൂപ്പേഷൻ പീരീഡിൽ പോയി കഴിഞ്ഞിട്ടാണല്ലോ അത് ബട്ടർഫ്ലൈ ആയി മാറുന്നത്. ആദ്യം ഒരു പുഴു മാത്രം, പുഴു പിന്നെ സമാധിയിലിരുന്ന് അതിൻ്റെ കൊക്കൂൺ ടൈമിൽ
ഇരുന്നാണ് അത് ബട്ടർഫ്ലൈ വന്ന് നമ്മളിപ്പം ഒരു കഥയിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഒരാൾ ആ ബട്ടർഫ്ലൈക്ക് ഭയങ്കര പാടാണ് ആ കൊക്കൂൺ അല്ലെങ്കിൽ ആ ഒരു പ്യൂപ്പൽ സ്റ്റേജ് മറികടക്കാൻ, അത് പൊട്ടിക്കാൻ, ആ കൊക്കൂൺ പൊട്ടിക്കാൻ ഭയങ്കര പാടാന്ന് പറഞ്ഞപ്പം അദ്ദേഹം അതിനെ പൊട്ടിച്ച് ആ ബട്ടർഫ്ലൈനെ ഹെൽപ്പ് ചെയ്യുന്നു. പക്ഷേ അത് ബട്ടർഫ്ലൈ പുറത്ത് വന്നപ്പോൾ തന്നെ അതിന് ചിറകിനൊന്നും ശക്തിയില്ലാത്തതുകൊണ്ടും അതിന് തീരെ ഹെൽത്തി അല്ലാത്തതുകൊണ്ടും അത് ചത്തുപോയി. സോ എന്തുകൊണ്ടാണ്? കാരണം ഡിവൈൻ അങ്ങനെയാണ് ആ ഒരു പ്രോസസ്സിനെ. ബട്ടർഫ്ലൈ അത്രയും ബ്യൂട്ടിഫുൾ ആവാൻ കാരണം എന്താണ്? ആ ഒരു പ്യൂപ്പൽ സ്റ്റേജ് അല്ലെങ്കിൽ കൊക്കൂൺ ടൈം പീരീഡിൽ അത് കടന്നു പോകുന്ന മെറ്റമോർഫസ്, അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ വളരെ അതിൻ്റെ വിങ്സിനെ, അതിൻ്റെ ബോഡീനെ അത്രയും സ്ട്രോങ് ആക്കുകയാണ്. എന്തുകൊണ്ടാണ് ബട്ടർഫ്ലൈ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിവിഡ് കളേഴ്സിൽ കളർഫുൾ ആയിട്ടുള്ള, നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ ബട്ടർഫ്ലൈ വരുന്നത്, മറ്റുള്ള ഇൻസെക്റ്റിനെ പോലുള്ള. അതിനെ കാണാൻ നമുക്ക് സന്തോഷമാണ് വരുന്നത്. യെല്ലോ, വൈറ്റ്, ഡിഫറെൻറ്റ് കളറിൽ ഡിഫറെൻറ്റ് വെറൈറ്റീസിലുള്ള. കാരണം അതത്രയും ആ സമയത്ത് അതിൻ്റെ പെയിൻഫുൾ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കാം. ബട്ട് അതിന് അത്യന്താപേക്ഷിതമാണ്. ആ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ബ്യൂട്ടി ഇങ്ങനെ എൻഹാൻസ് ചെയ്ത് പറ്റൂ. സോ നിങ്ങൾ കൊണ്ടുപോകുന്ന ആ ഒരു പ്രോസസ്സ്, ഈവൻ ദോ അത് പെയിൻഫുൾ ആണെങ്കിലും, ഇത് നിങ്ങളുടെ ഉള്ള ഇന്നർ ലൈറ്റിനെ കൊണ്ടുവരാനാണ്. ഇന്നർ ലൈറ്റ് നിങ്ങളുടെ ഹാർട്ട് സ്പേസിനെ തുറക്കാൻ വേണ്ടിയുള്ളതാണ്. ഇത്രയും നാൾ നിങ്ങൾ ഇങ്ങനെ ജീവിച്ചെങ്കിൽ now it's time to step into your power. Take your power back from everyone, every situation. Because this is your life, my dear darling pile number 1. And you are worth it, okay? I'm feeling ഭയങ്കര മോട്ടിവേഷൻ കിട്ടിയ പോലെ. ആൻഡ് നൗ നമ്മൾ തേർഡ് കാർഡ് നോക്കാം. സോ ലവർ. സോ സ്റ്റിൽ നിങ്ങൾ കൺഫ്യൂഷനിലാണ്, നിങ്ങൾ ബിലീവ് ചെയ്യുന്നില്ല. സംഭവം മേജർലി എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ട്വിൻ ഫ്ലെയിം കേസിലാണ്. അതാണ് ഇതെൻ്റെ അല്ല, അതാണ് അതല്ല, അതാണ് അതല്ല, ഇങ്ങനെ ഇരിക്കുകയാണ് നിങ്ങൾ കയ്യാലെ പുറത്തുള്ള. നിങ്ങൾ തീരെ ഇൻറ്റ്യൂഷനെ ഫോളോ ചെയ്യുന്നത്, നിങ്ങളൊക്കെ ലൈക്ക് കാണണ്ട, റിയാലിറ്റിയെ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം ഞാൻ എക്സ്പീരിയൻസിലൂടെ പറയുകയാണ്, നിങ്ങൾ എന്തൊക്കെ ചെയ്യും, നിങ്ങൾ വേറൊരാൾക്ക് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ കൊണ്ടുതരാൻ പറ്റത്തില്ല. കാര്യമായിട്ട് പറയാം, നിങ്ങൾ ഈ ട്വിൻ ഫ്ലെയിമിൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഡിവൈൻ സെൽഫിനെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ട്വിൻ ഫ്ലെയിമിനെ മാനിഫെസ്റ്റ്. ആൻഡ് സംഹൗ നിങ്ങൾ മറ്റുള്ളവരെ പോലെ ഉറങ്ങിയിരിക്കുകയല്ല. ഇവിടെയാണ് ദ ബെസ്റ്റ് തിങ് കിടക്കുന്നത്. നിങ്ങൾ മറ്റുള്ളവരെ പോലെ ഉറങ്ങിയിരിക്കുകയല്ല. സംഹൗ നിങ്ങളെ 50% അല്ലെങ്കിൽ 70% എത്ര നിങ്ങൾ ഡിവിനിറ്റിയിലാണ്, നിങ്ങൾ മറ്റുള്ളവരെ പോലെ ഉറങ്ങിയിരിക്കുകയല്ല, ലൈക്ക് മറ്റുള്ളവരെ പോലെ അല്ല. സോ എംബ്രേസ് ദാറ്റ്, ആ യുണീക്നെസ് എംബ്രേസ്. സോ അതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ ട്വിൻ ഫ്ലെയിം മാനിഫെസ്റ്റ് ചെയ്യപ്പെട്ടത്. ആൻഡ് നിങ്ങളുടെ ലൈഫിൽ ആ ഹാർമോണിയസ് എനർജി, ആ യൂണിയൻ, ആ ഫിസിക്കൽ പ്രസൻസ്, നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിൻ്റെ ഫിസിക്കൽ പ്രസൻസ്, നിങ്ങൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു എനർജിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ ആ ഒരു ഡിവിനിറ്റിയെ മാനിഫെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്ലീസ് ഈ ഒരു കാര്യത്തെ ഫോളോ ചെയ്യുക. നിങ്ങൾ എത്ര മെഡിറ്റേഷൻ ചെയ്തതുകൊണ്ടോ നിങ്ങൾ എന്തെല്ലാം ചെയ്തതുകൊണ്ടോ ദാറ്റ് ഡസൻറ്റ് മാറ്റർ. നിങ്ങൾക്ക് നിങ്ങൾ ട്വിൻ ഫ്ലെയിമിനെ മാനിഫെസ്റ്റ് ചെയ്യണം. യു ഹാവ് ടു മാനിഫെസ്റ്റ് യുവർ ഓൺ സെൽഫ്, ബിക്കോസ് യുവർ ട്വിൻ ഫ്ലെയിം ഈസ് ദ പെർഫെക്റ്റ് റിഫ്ലക്ഷൻ ഓഫ് യുവർ സോൾ. നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ, ഡിവൈൻ സെൽഫിനെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബെറ്റർ ഹാഫ് അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ സോളിൻ്റെ ആ ഒരു നമ്മുടെ സെയിം സോൾ സ്പ്ലിറ്റായെന്നല്ലേ പറഞ്ഞത്, ആ ഒരു സോൾ നിർബന്ധിതനാകും അല്ലെങ്കിൽ നിർബന്ധിതയാകും നിങ്ങളുടെ ലൈഫിലേക്ക് റീയൂണൈറ്റ് ചെയ്യാൻ, റീയൂണിയനിലേക്ക് എത്താൻ. സോ യെസ്, ദിസ് ഈസ് യുവർ മാൻ അല്ലെങ്കിൽ ദിസ് ഈസ് യുവർ വുമൻ. നിങ്ങൾ ആര് കണ്ടുകൊണ്ടിരിക്കുക, നിങ്ങളുടെ ലൈഫിൽ ഒരു ഡൗട്ടുണ്ട്, ഇത് തന്നെയാണോ ആണോ അല്ലയോ, നിങ്ങൾക്ക് പ്ലീസ് ലെറ്റ് ഇറ്റ് ഗോ ആൻഡ് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ട്വിൻ ഫ്ലെയിം മാനിഫെസ്റ്റ്. ആൻഡ് സഡൻ ആയിരിക്കത്തില്ല ചേഞ്ച്, ഇറ്റ്സ് എ പ്രോസസ്. നിങ്ങൾ ട്വിൻ ഫ്ലെയിം വേറൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവൾക്ക് ആ ലെസൺസ് പഠിക്കേണ്ടതുണ്ട്. മേക്ക് ദം സ്പേസ്, ഗിവ് ദം ടൈം ടു ഹീൽ. കാരണം നിങ്ങളും ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളും ആ ഒരു ജേർണി നിശ്ചയിച്ചിട്ടാണ് വന്നത്. സോ ഗിവ് ദം ടൈം, അലോ ദം ടു ലേൺ. ബിക്കോസ് നിങ്ങളുടെ പഠിക്കുന്ന ടൈം പീരീഡിൽ നിങ്ങൾക്കുള്ള സോൾ ജേർണി, സോൾ ലെസൻ്റെ ഇടയിൽ നിങ്ങളുടെ ഡിവൈൻ മാസ്കുലൈൻ, ഡിവൈൻ ഫെമിനൈൻ ഇതുവരെ ഇൻ്റർഫെയർ ചെയ്തിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് നമുക്കൊരു ടെൻഡൻസി വരുന്നത് അവരുടെ സോൾ ജേർണി അല്ലെങ്കിൽ സോൾ ലെസണിൽ ഇൻ്റർഫെയർ ചെയ്യാൻ? ബിക്കോസ് നമ്മൾ അവരെ ബിലീവ് ചെയ്യുന്നില്ല. സംഭവം നമ്മുടെ മാസ്കുലൈൻ നമ്മളെ ബിലീവ് ചെയ്യുന്നുണ്ട്, ദേ ബിലീവ് ഇൻ അസ്.
അതുകൊണ്ടാണ് അവർ ആ ഒരു ടൈം പീരീഡിൽ നമ്മുടെ സോൾ ലെസൺ സമയത്ത് നമ്മുടെ അടുത്ത് വരാത്ത, അല്ലെങ്കിൽ ആ സമയത്തൊരു നോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, നമ്മളൊക്കെ പറയത്തില്ലേ സെപ്പറേഷൻ ആണ്, പെയിൻഫുൾ ആണ്. അത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ദാറ്റ്സ് യുവർ ചോയ്സ് ആൻഡ് ബിക്കോസ് യു വോണ്ട് ടു ഇവോൾവ്. നിങ്ങൾക്ക് എവല്യൂഷൻ ആണ് വേണ്ടത്, നിങ്ങൾ ഇവോൾവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ എൻലൈറ്റ്മെൻറ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം അതിനെ മാനിക്കുകയാണ് ബൈ പുട്ടിങ് എ സ്ട്രോങ് ബൗണ്ടറി വിതൗട്ട് നോൺ കോൺടാക്ട്. ബിക്കോസ് അത് നിങ്ങളുടെ സോൾ ലെസൺ ആണ്. സോ എംബ്രേസ് ചെയ്യുക ആൻഡ് ലെറ്റ് ഗോ ഓഫ് കൺഫ്യൂഷൻ. നിങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡ് എനർജിയിലാണ്. സോ സ്റ്റോപ്പ് വാച്ചിങ് ദ കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ മാസ്കുലിൻ ഓർ ഫെമിനിൻ. സ്റ്റോപ്പ് വാച്ചിങ് ബിക്കോസ് ഇറ്റ്സ് യുവർ അഡിക്ഷൻ. നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം എന്തെത്തും, നാളെ എത്തും. അവരെന്താണ് ഇപ്പം നിങ്ങളെ പറ്റി ചിന്തിക്കുന്നത്, നിങ്ങളുടെ തേർഡ് പാർട്ടിനെ പറ്റി എന്താണ് ചിന്തിക്കുന്നത്. സോ ഇറ്റ്സ് എ സെപ്പറേഷൻ കോൺഷ്യസ്, ഇറ്റ്സ് എ സെപ്പറേഷൻ കോൺഷ്യസ്നെസ്സിലേക്ക് നിങ്ങൾ എപ്പോഴും ഈ പെയിൻഫുൾ ആയിട്ടുള്ള റീഡിങ് കാണുമ്പോൾ നിങ്ങൾ പെയിൻഫുൾ ആയിട്ടുള്ള കോൺഷ്യസ്നെസ് കൂടുതലും നമ്മുടെ കോൺഷ്യസിൽ കൂടുതലും പെയിൻ എനർജിയാണ്, സെപ്പറേഷൻ എനർജിയാണ്. അതുകൊണ്ട് നിങ്ങൾ അതിനെ മാനിഫെസ്റ്റ് ചെയ്യും. നിങ്ങളുടെ ലൈഫിൽ ഈവൻ ദോ നിങ്ങളുടെ ലൈഫിൽ തേർഡ് പാർട്ടി ഇല്ലെങ്കിൽ നിങ്ങൾ ഇതൊക്കെ കണ്ട് കറണ്ട് ഫീലിങ്സ് കണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി എനർജിനെ ഇൻവൈറ്റ് ചെയ്യും. ബിക്കോസ് വാട്ട് യു ഫീൽ യു ബിക്കം. മനസ്സിലായില്ലേ? സോ ഇറ്റ്സ് ടൈം ടു ലെറ്റ് ഗോ ഓൾ ദ കൺഫ്യൂഷൻ എനർജി ഫ്രം യുവർ ലൈഫ്. കൺഫ്യൂസ് ചെയ്യുന്നവരാണ്, ഔട്ട്സൈഡ് എനർജിയാണ് നമുക്ക് കൺഫ്യൂഷൻ തരുന്നത്. നമ്മുടെ സോളിന് ഒരു കൺഫ്യൂഷൻ കാണത്തില്ല. സോ ഇപ്പം പ്രോപ്പറായിട്ടിരിക്കുന്നു, ആ ഗൈഡൻസിൽ ഇരിക്കുന്നു. നിങ്ങൾ പോകുന്ന പ്രോസസ്സ് എല്ലാം പറയുന്നത് ബിലീവ് ഇൻ യുവർ സെൽഫ്, ട്രസ്റ്റ് യുവർ സെൽഫ്, ട്രസ്റ്റ് യുവർ സോൾ, ട്രസ്റ്റ് യുവർ സ്പിരിറ്റ് ഗൈഡ്സ്, ട്രസ്റ്റ് യുവർ പ്രോസസ്സ്. സംഹൗ ഈ പൈലർക്ക് തീരെ ട്രസ്റ്റ് ഇല്ല. അതുകൊണ്ടാണ് അവർ പുറത്ത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്നോട് പറ, എൻ്റെ ട്വിൻ ആരാ? നിങ്ങൾ ഈ ലോകത്ത് ഒരാൾക്കും നിങ്ങൾ ട്വിൻ ഫ്ലെയിം ആരാന്ന് പറയത്തില്ല, പറ്റത്തില്ല, നിങ്ങൾക്കല്ലാതെ. അതാണ് നിങ്ങളുടെ പവർ. നിങ്ങൾക്കല്ലാതെ നിങ്ങൾ ട്വിൻ ഫ്ലെയിമിനെ കൺഫേം ചെയ്യാൻ ആർക്കും പറ്റത്തില്ല. ബിക്കോസ് നിങ്ങൾ ആരാണ് നിങ്ങൾക്കല്ലാതെ വേറൊരാൾക്ക് പറയാനും പറ്റത്തില്ല. നിങ്ങൾക്ക് എത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ട്, നിങ്ങളുടെ യുണീക്നെസ് എന്താണ്, നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ് ഒന്നും ഒരാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത പോലെ, മനസ്സിലാവാൻ പറ്റാത്ത പോലെ ഈ ലോകത്ത് നിങ്ങൾ ട്വിൻ ഫ്ലെയിം ആരാന്ന് വേറെ ആർക്കും പറഞ്ഞു തരാൻ പറ്റത്തില്ല. ബിക്കോസ് ഇറ്റ്സ് ഓൺലി യു can know from your soul that he is your man അല്ലെങ്കിൽ she is your woman. Okay, so അടുത്ത കാർഡിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ഓർഡിനറിനെസ്, കിങ് ഓഫ് സ്വേർഡ്സിൻ്റെ കോമ്പിനേഷൻ ആണ്. നൗ ഇറ്റ്സ് ടൈം ടു ഹാവ് എ ഫേം ഡിസിഷൻ. മനസ്സിലായില്ലേ? സോ നിങ്ങളുടെ ലൈഫിൽ ബോറിങ് ആയിട്ടുള്ള കാര്യം തോന്നുന്നത്, ബട്ട് ലൈഫിൽ കളർഫുൾ ഇതുണ്ട്. എനിക്ക് കളർഫുൾനെസ് ഇല്ല എന്നാണ് തോന്നുന്നത്. ലൈഫിനെ ഭയങ്കര നോർമലൈസ് ആയി കാണിച്ചു. സോ now it's time to be a king of your choices. So it's time to ഈഗോയിസ്റ്റിക് അല്ല, ചില സമയത്ത് നിങ്ങൾ വളരെ ഈഗോ മൈൻഡഡ് വ്യക്തി കൊണ്ടായിരിക്കാം ഈ പയലുകാർ. ഈഗോ മൈൻഡഡ് ഇൻ ദ സെൻസ് ഞാൻ എന്ന ഭാവമല്ല. ഈഗോ മൈൻഡഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈഗോ മൈൻഡഡ് ചില സമയത്ത് ഞാൻ എന്ന ഭാവം വരും. രണ്ടാമത്തെ, നമ്മൾ മറ്റുള്ളവരെ സന്തോഷിക്കാൻ വേണ്ടി, മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചെയ്യുമ്പോൾ ഈഗോക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ. ഓ നീ എന്തൊരു ഭയങ്കര ആ ഒരു പാവം എന്ന് കേൾക്കുന്നതും ഈഗോയ്ക്ക് ഇഷ്ടമാണ്. സംഭവം നിങ്ങൾ എത്ര മഹാനാണ്, നിങ്ങൾ ഇതൊക്കെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇതും ഒരു ഈഗോയിസ്റ്റിക് മൈൻഡാണ്. ബിക്കോസ് നിങ്ങളുടെ മൈൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഈഗോ നിങ്ങളെ കബളിപ്പിക്കുന്ന എന്താണ്? നിങ്ങളെ സാക്രിഫൈസ്. ഓ നീ എത്ര മഹാനാണ്. ആ നിങ്ങളൊരു സാക്രിഫൈസ് ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ആ ഒരു നിമിഷത്തേക്കിൽ മാത്രം ഭയങ്കര കടപ്പെട്ടിരിക്കും നിങ്ങളുടെ ലൈഫിൽ. പക്ഷെ ആ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ അവരതൊക്കെ മറന്നു പോകും. പിന്നെ നിങ്ങളായിരിക്കും സഫർ ചെയ്യുന്നത്. ആ സാക്രിഫൈസ് നിങ്ങളുടെ സഫറിങ്ങിന് കാരണമാണെങ്കിൽ അതൊരു ബാഡ് സാക്രിഫൈസ് ആയിരിക്കും. യെസ്, അതൊരു ബാഡ് സാക്രിഫൈസ് ആണ്. ബിക്കോസ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി പിന്നീട് ആരും ഏറ്റെടുക്കത്തില്ല. കാരണം അതിൻ്റെ ഭവിഷ്യത്ത് മീൻസ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നിങ്ങളായിരിക്കും ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ആൾക്കാർ. സോ പ്ലീസ് ഡോണ്ട് ഡു ലൈക്ക് ദാറ്റ്. സോ നിങ്ങൾ ചില സമയത്ത് നമ്മുടെ ലൈഫിൽ ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് വരുമ്പോൾ സംഭവം നമ്മൾ എല്ലാവരും ഭയങ്കര റൂഡായിട്ട് മാറാറുണ്ടോ? എനിക്ക് സൗകര്യമില്ല, അല്ലെങ്കിൽ പറ്റത്തില്ല. കാരണം അങ്ങനെ ഒരു എനർജി എനിക്ക് പയൽ നമ്പർ 1 കിട്ടുന്നുണ്ട്. ലൈക്ക് സംഭവം നിങ്ങൾ എല്ലാവരുമായിട്ട് മടുത്തിട്ട് നിങ്ങൾ മൊത്തത്തിൽ ക്ലോസ്ഡ് ആയ അവസ്ഥ. നിങ്ങളുടെ സോൾ അത്രയ്ക്കും ലവിങ് ആയിട്ട് പോലും ആ ലവിങ്ങിന് ആരും അത്രയും ഇമ്പോർട്ടൻസ് നൽകിയില്ല, റെസ്പെക്റ്റ് ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾ സംഭവം ഒരു മൊത്തത്തിൽ ഒരു മതിൽ തന്നെ പണിഞ്ഞു. ഇനി ഞാൻ ആരെയും എൻ്റെ ഉള്ളിലേക്ക് നിങ്ങളൊരു തീരുമാനം എടുത്ത ലൈക്ക് ഇനി ഞാൻ ആരെയും എൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടത്തില്ല സംഭവം. സോ അതുകൊണ്ടായിരിക്കാം ഈ ഒരു കാർഡ് നിങ്ങൾ ലൈക്ക് ആ ഒരു കുട്ടി കഥവ് കൂട്ടിയിട്ട് ആ ഒരു താക്കോലിട്ട് എന്ത് ആലോചിക്കണം, എന്താണ് ആരും എൻ്റെ ലൈഫിലേക്ക് ആരും വരാത്ത. ബിക്കോസ് സംഭവം നിങ്ങൾ അത്രയ്ക്ക് റൂഡ് എനർജി കൂടെ എനിക്ക് ഫീൽ ആവുന്നുണ്ട്. സംഭവം നിങ്ങൾ ഭയങ്കര റൂഡ് എനർജി ലൈക്ക് അത്രയും കൺട്രോൾ ചെയ്ത് നിങ്ങളൊരു സ്റ്റേജ് ഓഫ് മൈൻഡ് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര കുറച്ച് റൂഡ് ആ ഒരു ലൈക്ക്
നിങ്ങൾ ഒരു ഭയങ്കരമായിട്ട് ഡിഫറെൻറ്റ് സെനറിയിൽ, കാരണം ഇത്രയും നേരം വന്ന എനർജി അല്ല ഇപ്പം ഞാൻ ചാനൽ, ഇപ്പം നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ് ചാനൽ ചെയ്യുന്ന എനർജി. സംഭവം ഈ പൈലിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. നിങ്ങൾ റൂഡല്ല, നിങ്ങൾ മോശമായതുകൊണ്ടല്ല നിങ്ങൾ അങ്ങനെ റൂഡായി. ബിക്കോസ് സർക്കംസ്റ്റാൻസസ്, നിങ്ങൾ ഫേസ് ചെയ്ത സിറ്റുവേഷൻസ്, അപ്പോൾ സംഭവം നിങ്ങളുടെ അതിനെ മാനിക്കാത്തതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു പേഴ്സണായി മാറി. നിങ്ങൾ ഭയങ്കരമായിട്ടും ചതിക്കപ്പെട്ട് അങ്ങനെ നിങ്ങൾ ആരെയും സഹായിക്കാതായി. അപ്പം പെട്ടെന്ന് ആൾക്കാരോട് നീ മാറിപ്പോയി, നീ ഇങ്ങനായി. സോ സംഭവം നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾ റൂഡാക്കി മാറ്റി. പക്ഷെ നിങ്ങൾ അങ്ങനെ അല്ല, യു ആർ എക്സ്ട്രാ ഓർഡിനറി. നിങ്ങൾ ഭയങ്കര കളർഫുൾ ജോയ്ഫുൾ ഉള്ള പേഴ്സൺ ആണ്. സംഭവം ലൈഫ് നിങ്ങൾ ഈ സ്ട്രഗിളിലൂടെ വരുമ്പോൾ നിങ്ങൾ റൂഡായി മാറി. കാരണം നിങ്ങൾ സ്വന്തമായിട്ട് പോരാടിയാണ് ഈ സ്ഥലത്ത് എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു സ്ഥലത്ത് നിന്ന് വേറെ ആളെ ഇപ്പം നിങ്ങൾക്ക് പേടിയാണ്, ആരെയും വിശ്വസിക്കാൻ പേടിയാണ്, സ്നേഹിക്കാൻ പേടിയാണ്. കാരണം അത്രയും മാത്രം ചതിക്കപ്പെട്ടേയും വിശ്വാസത്തിലായിക്കോട്ടെ, സ്നേഹത്തിൻ്റെ കാര്യത്തിലല്ല, ഫാമിലി ഭയങ്കരമായിട്ടും ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു പൈലാണ് പൈൽ നമ്പർ 1. സോ സംഭവം അത് നിങ്ങളുടെ ഉള്ളിലെ ഈഗോ അല്ല, ഈഗോ മീൻസ് ഇൻ ദ സെൻസ് നിങ്ങളുടെ ഡിഫെൻസ് മെക്കാനിസമാണ്. ഇനി എനിക്ക് വേദനിക്കാമേ, ഇനി ഞാൻ ആരെയും ഇങ്ങനെ പ്രണയിക്കില്ല, ഇനി ഞാൻ പ്രണയിക്കത്തേയില്ല. ഒരു പക്ഷെ ഇങ്ങനൊരു നിങ്ങൾ ഡെസിഷൻ എടുത്ത സമയത്തായിരിക്കാം ഇടുത്തി വീഴുന്ന പോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ട്വിൻ ഫ്ലെയിം എൻട്രി എത്തിയത്. സോ വീണ്ടും നിങ്ങൾ പഴയതുപോലെ ഇപ്പം നിങ്ങൾക്ക് പേടി വരുന്നുണ്ട്, അപ്പം ഇതെങ്ങനെ സംഭവിച്ചു, എനിക്കാരും വേണ്ട, പെണ്ണ് വേണ്ട, അല്ലെങ്കിൽ ചെക്കൻ വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ഫേം ഡിസിഷൻ എടുത്തപ്പം എവിടെ നിന്ന് വന്നത്? സംഭവം നിങ്ങൾ മാസ്കുലിനാണെങ്കിൽ ഞാൻ ഡിസൈഡ് ചെയ്തില്ല, എനിക്ക് പെണ്ണ് വേണ്ട, ഒന്നും വേണ്ട. കാരണം അത്രയും മാത്രം നിങ്ങളുടെ ലൈഫിൽ ഒരു സെനാറിയോ വന്നപ്പം സോ നിങ്ങളുടെ ആ ഒരു റൂഡിനെസ്സിനെ കീറി മുറിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ഡിവൈൻ ഫെമിനിൻ നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡിവൈൻ മാസ്കുലിനിലേക്ക് വന്നത്. നിങ്ങളുടെ ലൈഫിൽ ഇനി ഒരിക്കലും ആരെയും ഞാൻ ഇതുപോലെ സ്നേഹിക്കത്തില്ല നിങ്ങൾ കടംപിടുത്തം പിടിച്ചപ്പം നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം നിങ്ങളുടെ ലൈഫിൽ എൻ്റർ ചെയ്തു. ഈ ഒരു സെനാറിയോ എനിക്ക് ഫീൽ ആവുന്നുണ്ട്. സോ ഇറ്റ്സ് ടൈം ടു ലെറ്റ് ഗോ ഓഫ് ലെറ്റ് ക്ലോസിങ് യുവർ സെൽഫ്. നിങ്ങളെ അടച്ചു വെക്കുന്നത്, നിങ്ങളിങ്ങനെ, കാരണം ഇറ്റ്സ് ടൈം ടു എംബ്രേസ് യുവർ സെൽഫ്. ഇതിനെ ലെറ്റ് ഗോ ചെയ്യാൻ സമയം, ഈ ഒരു ആറ്റിറ്റ്യൂഡിനെ ലെറ്റ് ഗോ ചെയ്യാൻ. എല്ലാവരും എന്നെ വിഷമിപ്പിക്കും, ആ ഒരു വിക്ടിം സംഭവം വിക്ടിം ആവുകയാണ് നിങ്ങൾ. വിക്ടിം ഇൻ ദ സെൻസ് അയ്യോ കഷ്ടം പാവം ആ രീതിയിലുള്ള വിക്ടിം അല്ല. കുറച്ച് എനർജി ആ വിക്ടിമിൻ്റെ ഉണ്ട്. ചിലർ ഇല്ല, ഞാൻ ഭയങ്കര അതെ ഞാൻ ദുഷ്ടമാണ്, ഞാൻ ഭയങ്കര മുരടാണ്, എന്തോ വേണം, ഞാൻ ഇങ്ങനെയാണ്, ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് വരും. നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ ഭയങ്കര ഇന്നസെൻ്റാണ്, ഭയങ്കര പാവമാണ്. ഇതാണ് നിങ്ങളുടെ എനർജി. സോ ഇറ്റ്സ് ടൈം ടു ലെറ്റ് ഇറ്റ് ഗോ. അങ്ങനെ ഫേക്കായിട്ട് കാണിക്കുക, നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ തന്നെ ഒരു കവർ ചെയ്തിരിക്കില്ലേ, ലൈക്ക് ഞാൻ ഭയങ്കര റൂഡാണ്, അതെ ഞാൻ ഭയങ്കര ഇങ്ങനെയാണ് അങ്ങനെയാണ്. സോ ഇതിനെയൊക്കെ ലെറ്റ് ഗോ ചെയ്യാനാണ് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ് സ്പിരിറ്റ് ടീംസ് പറയുന്നത്. ആൻഡ് നൗ മൂവിങ് ടു ദ 5th കാർഡ്, ടോട്ടാലിറ്റി. 5 of Pentacles. സംഭവം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത്, ഇപ്പം ബിസിനസ് ആയിക്കോട്ടെ, ഒരു ഏത് കൈൻഡ് ഓഫ് പാർട്ട്ണർഷിപ്പ് ആയിക്കോട്ടെ, ലവ് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ല, അവർ നിങ്ങളെ വിട്ടിട്ട് പോയി. സോ നിങ്ങളിപ്പം ആ ഒരു വൺനെസ്സിലെത്താനും നിങ്ങൾക്ക് പേടിയാണ്, നിങ്ങൾക്കപ്പോൾ പാർട്ട്ണർഷിപ്പ് ചെയ്യാനും എവിടെയോ പേടിയാണ്. നാം ഇറ്റ്സ് ടൈം ടു ലെറ്റ് ഇറ്റ് ഗോ. ആ ഒരു ബേർഡിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്ന സമയം. 5 of Pentaclesന് ശേഷം വരുന്ന കാർഡാണ് 6 of Pentacles. 6 of Pentacles is a balancing your emotion, equally give and take. നിങ്ങളുടെ ലൈഫിലേക്ക് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് റിലേഷൻഷിപ്പ് വരാൻ റെഡിയാണ്. അത് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് റിലേഷൻഷിപ്പ് ഇൻ ദ സെൻസ് ലവ് റിലേഷൻഷിപ്പ് മാത്രമല്ല ഞാൻ പറഞ്ഞ, ഫ്രണ്ട്ഷിപ്പിൽ, പാർട്ട്ണർഷിപ്പിൽ, ജോബ് പാർട്ട്ണർഷിപ്പിൽ, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലും ആ ഒരു ചേഞ്ച് ഉണ്ടാവാൻ സാധിക്കും. പക്ഷേ നിങ്ങൾ ആദ്യമേ ആ ഒരു സ്റ്റക്നെസ്സിൽ നിന്നും പാസ്റ്റിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. സോ ട്രസ്റ്റ് വേണം, ആ ഒരു ഇതിൽ വേണം, ട്രസ്റ്റ് വേണം. യെസ്, ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കണം. ലൈക്ക് ഇനി ഇങ്ങനെ സംഭവിക്കില്ല. ബാലൻസ് യുവർ emotions spiritually, mentally and physiologically. You have to balance your own self. ബാലൻസിൻ്റെ അത്യന്താപേക്ഷിതമാണ്. സോ യോഗ, മെഡിറ്റേഷൻ, ധ്യാനം ഇതൊക്കെ നിങ്ങളെ ഭയങ്കരമായിട്ടും ഹെൽപ്പ് ചെയ്യും ഫോർ ബാലൻസിങ് യുവർ ലൈഫ് ആൻഡ് ബാലൻസ് യുവർ സ്പിരിച്വൽ ആൻഡ് യുവർ മെറ്റീരിയലിസ്റ്റിക് ലൈഫ് ഓൾസോ. ബിക്കോസ് നമ്മൾ സ്പിരിച്വൽ ആണെന്ന് കഴിഞ്ഞ് നമ്മൾ മെറ്റീരിയൽ ലൈഫിൽ നിന്ന് കട്ട് ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. സംഭവം ഈ പൈലുകാർ ഇപ്പം സ്പിരിച്വൽ ആയതിനു ശേഷം ആൾക്കാരോട്ട് അങ്ങനെ സഹകരിക്കത്തില്ലായിരിക്കും, കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ സംഭവം നമ്മുടെ ലൈഫിൽ ഒരു സ്പിരിച്വൽ ഒരു ബ്ലോക്കും വരും, കാരണം ഇതൊക്കെ നശ്വരമാണ്, അങ്ങനെയല്ല. നിങ്ങൾ ഈ ലൈഫിൽ എൻജോയ് ചെയ്യാനാണ് ഈശ്വരൻ നിങ്ങളെ ഇവിടെ സൃഷ്ടിച്ചത്. സോ എൻജോയ് യുവർ ലൈഫ്. ഈവൻ നിങ്ങൾ മറ്റുള്ളവരൊപ്പം ഇരുന്നിട്ട് പോലും നിങ്ങൾ ഡിറ്റാച്ച്മെൻറ്റിലിരിക്കണം. ലൈക്ക് യെസ്, അവരിൽ ഒരാളായി ഇരുന്നിട്ടും നിങ്ങളുടെ ആ ഒരു ഡിവിനിറ്റിയെ നിങ്ങൾ കളയരുത്.
മനസ്സിലായില്ലേ? നിങ്ങളെ ചുറ്റുമുള്ള ഹാപ്പിനെസ് ആണ്, ആ ഹാപ്പിനെസ്സിലാവും. പക്ഷെ നിങ്ങളുടെ ചുറ്റുമുള്ള സോറോ ആണ്, വിക്ടിം ആവുന്നതാണ് ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സഫറിങ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ആ ചോയ്സ് നിങ്ങളെ ആക്കാതിരിക്കുക. മനസ്സിലായില്ലേ? സോ ബി ഇൻ യുവർ ഒത്തൻറ്റിക് സെൽഫ്. സോ ആ പാസ്റ്റ് എനർജീനെ ലെറ്റ് ഗോ ചെയ്യാനാണ് പറയുക, ആ ബിട്രേ എനർജീനെ ലെറ്റ് ഗോ ചെയ്യാനാണ്. ബിക്കോസ് സംഹൗ നിങ്ങളുടെ ലൈഫിലേക്ക് ആ ട്രസ്റ്റ്, ബിലീഫ് സിസ്റ്റം വീണ്ടും ബാലൻസ്, ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്, ആ ഒരു എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യാനിരിക്കുകയാണ്. സോ ഇറ്റ്സ് ടൈം ടു ലെറ്റ് ഗോ ഓൾ ദ പാസ്റ്റ് ട്രോമാസ്. ഈ ട്രോമാസിനൊക്കെ ഹീൽ ചെയ്തേ മതിയോ. ഇന്നർ വർക്ക്, ഷാഡോ വർക്ക് ചെയ്താൽ മാത്രമേ പോസ്റ്റ് ട്രോമാറ്റിക് എക്സ്പീരിയൻസ് നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. മെഡിറ്റേഷൻ ഒക്കെ നമ്മുടെ കുറച്ച് നേരത്തേക്ക് ആ ഫ്രീക്വൻസി ലെവലൊന്നും മാറ്റിത്തരും. പക്ഷേ യു ഹാവ് ടു സിറ്റ് വിത്ത് യുവർ ഇമോഷൻ. ബിക്കോസ് അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ആ അപ്സെറ്റ് ട്രിഗർ, സെയിം പാറ്റേൺ അല്ലെങ്കിൽ ലൂപ്പ് നമ്മുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ പ്ലീസ് ട്രൈ ടു മൂവ് ഓൺ ഫ്രം ദാറ്റ് പാസ്റ്റ് ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ബൈ ഡൂയിങ് ഇന്നർ വർക്ക്. ഇന്നർ വർക്കിലൂടെ മാത്രമേ അത് സാധ്യമാകൂ. ഓക്കെ, ആൻഡ് നൗ ദ 6th കാർഡ് ഇസ് ഹാർമണി. ഹാർമണി വരാത്ത എന്തുകൊണ്ട്? ലൈഫിൽ ഹാർമണി വരണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ യു ഹാവ് ടു, നിങ്ങൾ ബിൽഡ് ചെയ്ത് വെച്ച ഫേക്ക് മീൻസ് ചില സമയത്ത് നമ്മൾ ഫേക്ക് ബൗണ്ടറീസ് വെക്കും. സംഹൗ നമുക്ക് അത്രയും ഒരാളെ സ്നേഹിച്ച് നമുക്ക് അത്രയും വേദന, അല്ലെങ്കിൽ നമുക്ക് അത്രയും സങ്കടം, അല്ലെങ്കിൽ അത്രയും വിശ്വസിച്ച ഒരാളെ നമ്മൾ ചതിക്കുമ്പോൾ നമ്മൾ സംഭവം ഇനി ആരും ഞാൻ അനുവദിക്കുന്നുള്ള ഫേക്ക് ബൗണ്ടറി വെക്കും. ആ സപ്പം നിങ്ങൾ അതുപോലെ ഭയങ്കര റൂഡായി മാറും. എവിടെയോ നിങ്ങളുടെ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്താണ് നിൻ്റെ മനസ്സ് ഇത്ര കട്ടിയായി പോയത്, നിങ്ങൾക്ക് ഇത്ര മുരുട സ്വഭാവം, ഇങ്ങനെയൊക്കെ നമ്മൾ കൂടുതൽ മാസ്കുലിൻ എനർജീനെയാണ് നമ്മളിങ്ങനെ അഭിസംബോധന ചെയ്യുന്നത്. അവരങ്ങനെ ആയതല്ല, സിറ്റുവേഷൻ അവരാക്കിയതാണ്. അവർ ആ ഇന്നോസെൻസ് എനർജീനെ, അവർ ആ ലവിങ് എനർജീനെ, അവർ ആ കൈൻഡ്നെസ്സിനെ മറ്റുള്ളവർ അതിനെ എന്താ പറയുക, അതിനെ ഓണർ ചെയ്യാതെ അതിനെ ദുരുപയോഗം ചെയ്തതുകൊണ്ട്, അവർ ചൂഷണത്തിന് ഇരയാക്കിയോണ്ടാണ് അവരങ്ങനെ മാറിയത്. സോ ഏതെങ്കിലും ഫെമിനൻ എനർജിയോ അങ്ങനെ മുരടത്തി എന്നാണോ പറയുന്നത് എനിക്കറിയില്ല, എന്നാലും അങ്ങനെ ഒരു സ്വഭാവമായിട്ടുണ്ടെങ്കിൽ അത് അവരങ്ങനെ ആയതുകൊണ്ടല്ല, അവരെ മറ്റുള്ളവർ അങ്ങനെ ആക്കിയാണ്. പക്ഷെ എന്ന് കരുതി ഇത് നിങ്ങളുടെ ചോയ്സ്. ഓക്കെ, നിങ്ങൾ മറ്റുള്ളവർക്ക് ഇങ്ങനെ ചെയ്യുമെങ്കിൽ നിങ്ങളുടെ ആ സോളിൻ്റെ ഐഡൻറ്റിറ്റി നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തരുത്. കാരണം നിങ്ങൾ അങ്ങനെയല്ല, സംഭവം നിങ്ങളങ്ങനെ ആക്കി, അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഡിസ്ഹാർമണിയാണ്. സോ നിങ്ങളൊരു ബ്യൂട്ടിഫുൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. മറ്റുള്ളവർ നിങ്ങളെ എടുത്ത് ഉപയോഗിച്ചതിൻ്റെ ശ്രുതി അവർക്ക് അറിയാത്തതുണ്ട്. സോ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന അനുസരിച്ചായിരിക്കും മറ്റുള്ളവർ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത്. സോ ട്രീറ്റ് യുവർ സെൽഫ് വിത്ത് അറ്റ്മോസ്റ്റ് റെസ്പെക്ട്. നിങ്ങളെ വളരെ റെസ്പെക്ട്ഫുള്ളി, ഭയങ്കരമായിട്ട് നിങ്ങളെ അഡ്മയർ ചെയ്യുക, നിങ്ങളെ ഭയങ്കര അത്രയും നിങ്ങൾ സ്നേഹിക്കുക. സെൽഫ് ലവ് യുവർ സെൽഫ് മോർ ദാൻ. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ആ ഹാർമണി. ഇറ്റ്സ് ടൈം ടു ലെറ്റ് ഗോ ഓൾ ദ ഫേക്ക് മാസ്കേഴ്സ്, ഓൾ ദ ഫേക്ക് ബൗണ്ടറീസ്. ആൻഡ് ബൗണ്ടറി അത്യന്താപേക്ഷിതമാണ്. ബൗണ്ടറി ഇല്ലെങ്കിൽ മറ്റുള്ളവർ അനാവശ്യമായി ഇടപെട്ട് നമുക്ക് ഗൈഡൻസ് തരും. അത് നിങ്ങളുടെ ലൈഫിൽ നല്ലതല്ല. പക്ഷേ ഫേക്ക് ബൗണ്ടറി വെക്കാനും പാടില്ല. ബിക്കോസ് നിങ്ങളുടെ ലൈഫിൽ ആ റിസീവിങ് എനർജീനെ അത് ബ്ലോക്ക് ചെയ്യും. സോ ഈക്വൽ റിസീവിങ് ആൻഡ് ഗിവിങ് എനർജി. കാരണം ഈ ഒരു പൈൽ നമ്പർ 1 ചൂസ് ചെയ്ത ആൾക്കാർ മേ ബി ഒന്നെങ്കിൽ ഓവർ ഗിവർ ആയിരിക്കാം, അല്ലെങ്കിൽ തീരെ കൊടുക്കാത്തവരായിരിക്കാം. മീൻസ് അപ്പോൾ റിസീവ് ചെയ്യാൻ, ഓവർ ഗിവർ ആണെങ്കിൽ റിസീവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി തീരെ കൊടുക്കാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് തീരെ റിസീവ് ചെയ്യാനും പറ്റത്തില്ല. സോ അത് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്, ഈക്വൽ ഗിവിങ് ആൻഡ് റിസീവിങ് എനർജി ആയിരിക്കണം. സോ ബാലൻസ് യുവർ മാസ്കുലൻ ആൻഡ് ഫെമിനൻ എനർജീസ്. സോ ഡു യോഗാസ്. വീണ്ടും പറഞ്ഞില്ലേ, യോഗ, മെഡിറ്റേഷൻ. സോ ഫേക്ക് ആയിട്ടുള്ള കാര്യത്തെ റിലീസ് ചെയ്യുക. ലെറ്റ് ഇറ്റ് ഗോ ദ ഡിസ്ഹാർമണി ഇൻ യുവർ ലൈഫ്. ലെറ്റ് ഗോ ദ പാസ്റ്റ് ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഇൻ യുവർ ലൈഫ്. ലെറ്റ് ഗോ ദ ഫേക്ക് rudeness in your life. Let go the confusion in your life. Let go the egoistic experience of your life. Let go the suffering choices. Let go of the ego guidance. ഓക്കെ, സോ ഓവറോൾ ഇതാണ് എനിക്ക് പൈൽ നമ്പർ 1 പറയാനുള്ളത്. സോ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, ബി പ്രിപ്പയർ ഫോർ ഇറ്റ് ആൻഡ് ചേഞ്ച് ഇറ്റ്. ഹാർട്ട്ഫുൾ പിന്നെ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ആ കംഫർട്ട് തന്നെ പിടിച്ച് നിൽക്കാതെ അതിനെ ലെറ്റ് ഗോ ചെയ്യുക. ബിക്കോസ് എവറിത്തിങ് ഇസ് ആസ് പെർ യുവർ സോൾ ഡിസയർ. നിങ്ങളുടെ സോൾ ആഗ്രഹിച്ച പോലെയാണ് എല്ലാ കാര്യം നടക്കുന്നത്. സോ ട്രസ്റ്റ് ചെയ്യുക ആൻഡ് പ്ലീസ് ഓൾവേസ് ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. ബിക്കോസ് you are worthy of this investment. Love yourself. Please love yourself, because this is the only thing. നിങ്ങളെ ഇൻവെസ്റ്റ്മെൻറ്റ് അർഹരാണ്. നിങ്ങൾ വളരെ യോഗ്യരാണ്. സ്നേഹിക്കുക. നിങ്ങൾ എത്രമാത്രം നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുമോ സ്നേഹിക്കുക.
ഓക്കെ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്താ ചെയ്യേണ്ടത്, യു ക്യാൻ കോൺടാക്ട് മീ ഫോർ മൈ പേഴ്സണൽ സെഷൻ. ആൻഡ് നിങ്ങൾക്ക് മിറർ എക്സസൈസിനെ കുറിച്ച് അറിയുമ്പോൾ യു ക്യാൻ കോൺടാക്ട് മീ. ആൻഡ് ദിസ് ഈസ് ദ എനർജി ഫോർ യു, ദിസ് ഇസ് യുവർ പൈൽ. ആൻഡ് നിങ്ങൾക്ക് പൈൽ നമ്പർ 2 കാണാൻ ആഗ്രഹമാണെങ്കിൽ യു ക്യാൻ ഗോ ആൻഡ് വാച്ച്. ആൻഡ് പ്ലീസ് ഓൾവേസ് ക്ലെയിം ദോസ് എനർജി. നിങ്ങളുടെ ലൈഫിൽ റെസൊനേറ്റ് ചെയ്യുന്ന എനർജീസിനെ അല്ലെങ്കിൽ ഗൈഡൻസിനെ മാത്രം സ്വീകരിക്കുക, അല്ലാത്ത പക്ഷം അതിനെ ഇവിടെ തന്നെ ഉപേക്ഷിക്കുക, ബിക്കോസ് അത് വേറെ ആർക്കെങ്കിലും ഉള്ളതായിരിക്കാം. ഓക്കെ, നൗ താങ്ക് യു സോ മച്ച് ആൻഡ് ഐ ലവ് യു ഓൾ ബിക്കോസ് യു ആർ so precious, because you are all divine and I am bowing down your divinity. And thank you so much for your love and support. And now moving into the next pile. Okay, see you. നമസ്കാരം, ഹായ്. പൈൽ നമ്പർ 1, ഈ ഒരു ഇമേജാണ് നിങ്ങൾ സെലക്ട് ചെയ്തെങ്കിൽ ദിസ് ഇസ് യുവർ പൈൽ. സോ താങ്ക് യു ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. താങ്ക് യു ഫോർ യുവർ ഷെയറിങ് മൈ ചാനൽ ആൻഡ് ലൈക്ക് ആൻഡ് സബ്സ്ക്രിപ്ഷൻ. ഓക്കെ, സോ പൈൽ നമ്പർ 1 ഹെവി ആയിരുന്നു, എല്ലാം മിക്സഡ് എനർജി ആയിരുന്നു. സോ നമുക്ക് നോക്കാം ലെറ്റ്സ് പൈൽ നമ്പർ 2 എങ്ങനെയായിരിക്കും. ഓക്കെ, സോ ദിസ് ഇസ് യുവർ റീഡിങ് മൈ ഡിയർ പൈൽ നമ്പർ 2. ഐ ഫീൽ ലൈക്ക് നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് അറ്റ് ലാസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുത്തു. നിങ്ങൾ ഈ സമയത്ത് ലെറ്റ് ഗോ ചെയ്യുന്നത് നിങ്ങളുടെ അൺവാണ്ടഡ് ആയിട്ടുള്ള എനർജീസിനെ, അൺവാണ്ടഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ, അൺവാണ്ടഡ് ആയിട്ടുള്ള മെമ്മറീസിനെ, ട്രോമാസിനെ ഒക്കെ നിങ്ങൾ ഭയങ്കരമായിട്ട് റിലീസ് ചെയ്യുകയാണ്, ലെറ്റ് ഗോ ചെയ്യുകയാണ്. നിങ്ങൾ ആക്ച്വലി ആ ഒരു സറണ്ടർ സ്റ്റേജ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസിയാണ്, ബിക്കോസ് നിങ്ങൾ ഡിറ്റാച്ച് ചെയ്യാൻ പഠിച്ചു. ഈ ഒരു പൈൽ നമ്പർ 2 കൂടുതലും ശിവഭക്തരായിരിക്കും, ബിക്കോസ് ശിവ ദ അൾട്ടിമേറ്റ് കോൺഷ്യസ് ശിവ് മഹാദേവൻ്റെ ഭക്തർക്ക് ഒരു ഓട്ടോമാറ്റിക്കലി ഒരു ഡിറ്റാച്ച്മെൻറ്റ്, വൈരാഗി ഭാവം വരും. അറ്റാച്ച് ആയിട്ടും ഡിറ്റാച്ച്മെൻറ്റും ഉള്ളതായിരിക്കും. മേ ബി നിങ്ങളെ ആ ഒരു എനർജി, നിങ്ങളുടെ ഡിറ്റാച്ച്മെൻറ്റ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വിപാസന, മെഡിറ്റേഷൻ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾ ഡിറ്റാച്ച്മെൻറ്റ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിലൂടെ ആയിരിക്കാം. നിങ്ങളുടെ അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂവിനെ, കോഡിപ്പെൻഡൻസിനെ എവിടെയോ നിങ്ങളുടെ സോൾ തന്നെ അതിനകത്ത് നിങ്ങൾ റിലീസ് ചെയ്യുകയാണ്. ഭയങ്കര കോഡിപ്പെൻഡൻറ്റ്, കാരണം പൈൽ നമ്പർ 1 ആ കോഡിപ്പെൻഡൻസ്, ഇവിടെയും കോഡിപ്പെൻഡൻറ്റ് റിലേഷൻഷിപ്പിലുള്ളവരായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങളുള്ള ആ കോഡിപ്പെൻഡൻസിയും സംഹൗ മീൻസ് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കാൻ. കൺഗ്രാജുലേഷൻ പൈൽ നമ്പർ 2, ബിക്കോസ് ദിസ് ഈസ് ദ ബെസ്റ്റ് തിങ് യു ആർ ഡൂയിങ് ഫോർ യുവർ സെൽഫ്. ആൻഡ് ബ്രേക്ക് ഫ്രീ ആണ്, ലൈക്ക് ബന്ധനങ്ങളിൽ നിന്നുള്ള മോചിതരാണ്, ഹാപ്പിയാണ്, ഫ്രീഡത്തെ നിങ്ങൾ റീക്ലെയിം ചെയ്യുകയാണ്, നിങ്ങളുടെ പവറിനെ റീക്ലെയിം ചെയ്യുകയാണ്. എനിക്ക് ഭയങ്കര ഹാപ്പി ഫീൽ ചെയ്യുന്നു. ലൈക്ക് ഫൈനലി ആ ഒരു പക്ഷി തൻ്റെ കൂടാരത്തിൽ നിന്ന് അവസാനം അവൾ എന്താ പറയുക, ഈ ഒരു ചിറക് വെച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ ബ്യൂട്ടീനെ എംബ്രേസ് ചെയ്തവൾ പറക്കാൻ ആഗ്രഹിക്കുന്നത്. ലൈക്ക് ഒരു കിളി അത്രയും നാളും സ്വർണ്ണക്കൂട്ടിലിട്ട കിളീൻ്റെ ഒരു അവസ്ഥയാണ്. സ്വർണ്ണക്കൂട്ടിലായിരുന്നു, അവർക്കെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവർക്ക് ഫ്രീഡം മാത്രമില്ല. സോ അങ്ങനെ അവസാനം ആ കൂട് തുറന്നു, അവൾ സ്വതന്ത്രമായി പറന്നു, അവൻ അല്ലെങ്കിൽ അവൾ. സോ നിങ്ങൾ ചിലപ്പം നിങ്ങളുടെ ഓവർ തിങ്കിങ് പാറ്റേണിൽ നിന്ന് രക്ഷപ്പെടുമായിരിക്കാം. ഓവർ തിങ്കിങ് പാറ്റേൺ ആണ് 2 പൈലുണ്ട്, ഈ പൈലും ഉണ്ട്. പക്ഷേ നിങ്ങൾ ആ ഓവർ തിങ്കിങ്ങിൽ നിന്ന് നിങ്ങളുടെ പവറിനെ വീണ്ടെടുക്കുകയാണ്. നിങ്ങൾ ഫൈനലി ആ സഫറിങ് ചോയ്സിനൊക്കെ റിലീസ് ചെയ്യുകയാണ്. ഈ പൈൽ നമ്പർ 2 ഭയങ്കരമായിട്ട് ഡിറ്റാച്ച്മെൻറ്റ്, റിലീസിങ്, അവോർമെൻറ്റ് ഭയങ്കരമായിട്ടും ഡീപ്പ് ഇന്നർ വർക്ക് ചെയ്തൊരു പൈലാണ് പൈൽ നമ്പർ 2. കൺഗ്രാജുലേഷൻസ്. ആ ഒരു എനർജി എനിക്ക് ഫീൽ ആവുന്നുണ്ട്. നിങ്ങളുടെ സ്പിരിറ്റ് വളരെ ഹാപ്പിയാണ്, അപ്രീഷിയേറ്റ് ചെയ്യണം. ലൈക്ക് വെരി വെൽ ഡൺ. ലൈക്ക് എനിക്കിങ്ങനെ റാമ്പ് വോക്ക് ചെയ്തില്ല, യെസ് വെൽ ഡൺ, അങ്ങനെ ഒരു എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. വെൽ ഡൺ പൈൽ നമ്പർ 2, ബിക്കോസ് യു ആർ വർത്ത് ഇറ്റ്, ഡിസേർവ് ഇറ്റ്. സംഹൗ നിങ്ങൾ നിങ്ങളുടെ വർത്തീനെസ്സിനെ ഹീൽ ചെയ്യാണ്. നിങ്ങൾക്ക് ഒന്നിൻ്റെ പുറകിൽ ഓടുന്നില്ല. ഇപ്പം നിങ്ങൾ എന്താ ലൈക്ക് സ്റ്റേബിൾ ആവാൻ പഠിച്ചു. നിങ്ങളുടെ ഉള്ളിലൊരു പീസ് വന്നു, നിങ്ങളുടെ ഉള്ളിലൊരു എന്താ പറയുക, ലൈക്ക് ഒരു സൈലൻസ്, നിങ്ങൾ പറയുന്നത് ഒരു സൈലൻസ് എനർജി വന്നു. നിങ്ങൾ കൂടുതൽ ഇന്നറായിട്ട് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പൈലാണ് പൈൽ നമ്പർ 2. ലൈക്ക് എവറിത്തിങ് ഹാപ്പൻ ഫോർ എ റീസൺ. ഈ ഒരു കാര്യത്തെ ബിലീവ് ചെയ്യുന്നതാണ്. ഈശ്വരൻ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെ സംഭവിച്ചത്. എല്ലാത്തിനും ഒരു നിമിത്തം, വിധി, അതിനെയൊക്കെ ഭയങ്കര ഡെസ്റ്റിനി, ഫേറ്റ്സിനെയൊക്കെ വിശ്വസിക്കുന്നതാണ് പൈൽ നമ്പർ 2. ആൻഡ് പെയിൻഫുള്ളായിരുന്നു, ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ള എക്സ്പീരിയൻസ്, സർക്കംസ്റ്റാൻസിലാണ് നിങ്ങൾ കടന്നു പോയത്. പക്ഷെ അതിനെയൊക്കെ നിങ്ങൾ മറികടന്നു. ഈ പൈൽ നമ്പർ 2 ഇതിനെയൊക്കെ മറികടന്നവരാണ്. സോ പൈൽ നമ്പർ 1 ഒരു ബിഗിനിങ് പ്രോസസ്സ് ആണെങ്കിൽ ഈ പൈൽ നമ്പർ 2 അതിൻ്റെ എൻഡിങ് പ്രോസസ്സിലേക്കാണ്. ആ സഫറിങ്ങിന്, ആ പെയിൻ നിന്നൊക്കെ
മീൻസ് അവർ ആ കൺക്ലൂഷനിലെത്തി, എന്താണ് അവരുടെ കാർമിക് ലെസൺസിൻ്റെ എൻഡിങ്ങിലെത്തി, അല്ലെങ്കിൽ അവരുടെ സോൾ എക്സ്പീരിയൻസ്, ആ സോൾ ഷോക്കിൻ്റെ എൻഡിങ്ങിലെത്തി, ആ ഒരു ഡാർക്ക്നെസ്സിൻ്റെ പീരീഡിൽ നിന്ന് ലൈറ്റ്നെസ്സിൻ്റെ പീരീഡിലേക്ക് എത്തി, ഈഗോയിസ്റ്റിക് ചോയ്സിൽ നിന്ന് നിങ്ങളുടെ ഡിവൈൻ്റെ ചോയ്സിലേക്ക് നിങ്ങൾ, കാരണം ഈ ഒരു പൈലുകാർ സറണ്ടർ ചെയ്യാൻ പഠിച്ചു. സോ അതുകൊണ്ട് സറണ്ടർ സ്റ്റേജിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ലെറ്റ് ഗോ ചെയ്യലാണ്. ആ ലെറ്റ് ഗോ ചെയ്താൽ മാത്രമേ നമുക്ക് സറണ്ടർ ചെയ്യാൻ പറ്റൂ. സോ ലൈക്ക് നമ്മൾ ഉയരെ പറക്കണമെങ്കിൽ നമുക്ക് എത്രത്തോളം വെയിറ്റ് കുറയ്ക്കാൻ പറ്റുമോ അത്രയും വെയിറ്റ് കുറയും. ലൈക്ക് നമ്മുടെ ചക്രാസ് എനർജി വന്ന് നമ്മൾ ആ എൻലൈറ്റ്മെൻറ്റ് വരണമെങ്കിൽ അത്രയും നമ്മുടെ പ്യൂരിഫൈ ആയിരിക്കണം. ലൈക്ക് ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും, ട്രെയിനിൽ ബസ്സിൽ നമുക്ക് എത്ര വേണമെങ്കിലും സാധനം കൊണ്ടുപോകാം, അതിന് ഇത്രയും പരിമിതിയില്ല, മനസ്സിലായില്ലേ? പക്ഷെ അത് നമ്മുടെ ഫിസിക്കൽ റെലമായിട്ട്, നമ്മുടെ ഭൗതികമായ തലം കാണുവാണ് അതുപോലാണ്. പക്ഷെ നിങ്ങൾ ഹയർ കോൺഷ്യസ് ലെവലിൽ പോകണമെങ്കിൽ, ലൈക്ക് ഫ്ലൈറ്റിലൊക്കെ ആണെങ്കിൽ ഒരു നിശ്ചിത അളവ് കഴിഞ്ഞാൽ പിന്നെ കൊണ്ടുപോകാൻ പറ്റില്ല, അല്ലെങ്കിൽ എക്സ്ട്രാ ചാർജസ് കൊടുക്കണം. അതിന് നിശ്ചിത അളവുണ്ട് ഫ്ലൈറ്റിൽ കൊണ്ടുപോകണം. അതുപോലെയാണ് നിങ്ങൾ ഹയർ കോൺഷ്യസിലേക്ക്, ഹയർ റെലത്തിലേക്ക്, നിങ്ങൾ ഹയർ സെൽഫിലേക്ക് നിങ്ങൾ പോകണമെങ്കിൽ, അതായത് ടാപ്പ് ഇൻ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ലോവർ സെൽഫിനെ നിങ്ങൾ ഇവിടെ ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ ഈഗോ സെൽഫിനെ ഇവിടെ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. സോ ആ ട്രാൻസ്ഫോർമേഷൻ അത്യന്താപേക്ഷിതമാണ്. സോ വെൽ ഡൺ പൈൽ നമ്പർ 2. നിങ്ങൾ അതിൻ്റെ എൻഡിങ് പ്രോസസ്സിലേക്കാണ്. സോ ഈ ഡാർക്ക്നെസ് സ്ട്രഗിളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ആ ലൈറ്റിൻ്റെ എൻട്രി, ലൈക്ക് നിങ്ങൾ 6 ഓഫ് വോൺസ് പോലെ, ലൈക്ക് നിങ്ങൾ ഹാപ്പി, ഇങ്ങനെ ആ ഒരു വിജയത്തിന് നിങ്ങൾ റെഡിയാണ്. സോ കൺഗ്രാജുലേഷൻ പൈൽ നമ്പർ 2. സോ നമുക്ക് നോക്കാം ഈ ഒരു നിമിഷം നിങ്ങൾക്ക് എന്താണ് ലെറ്റ് ഗോ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഭയങ്കര ഹാപ്പി എനർജിയാണ് എനിക്ക് ഫീൽ ആയത്. വെരി ഗുഡ്. പൈൽ നമ്പർ 1 അതിൻ്റെ പ്രോസസ്സിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ആണെങ്കിൽ പൈൽ നമ്പർ 2 അതിൻ്റെ എൻഡിങ് ആയിരുന്നു. സോ വെരി വെൽ ഡൺ പൈൽ നമ്പർ 2. സോ പൈൽ നമ്പർ 2 ഈ ഒരു നിമിഷം എന്താണ് ലെറ്റ് ഗോ ചെയ്യേണ്ടത്? സ്പിരിറ്റ് ഗൈഡ് ഈ പറഞ്ഞ സാധനം ഞാൻ കാർഡ് എടുക്കാറില്ല, പക്ഷേ ഇത് പറഞ്ഞില്ലേ എന്താണ് പറഞ്ഞത്? ക്രിയേറ്റ് യു ആർ റൈറ്റ്ലി ഭയങ്കരമായിട്ട് മീൻസ് ഇരുത്തം വന്നൊരു സ്റ്റിൽനെസ് വന്നൊരു പൈലാണ് പൈൽ നമ്പർ 2. സ്റ്റിൽനെസ്. അവർ ഓടിയിട്ട് കാര്യമില്ല, ഇനി നമുക്ക് വിശ്രമിക്കാൻ പഠിച്ചു. വെയിറ്റിംഗ് എനർജി അല്ല, ലൈക്ക് യു നോ അദ്ദേഹം നോക്കിക്കോളും. എനിക്ക് ഭയങ്കര ശിവ വൈബ്, മഹാദേവ് ഫീലിംഗ് ആണ്. ഭയങ്കര പൈൽ നമ്പർ 2 കാരണം ഇത് ആ ഒരു കോൺഷ്യസ്നെസ് ഭയങ്കര കണക്റ്റഡ് ആയിരിക്കാം. മേ ബി നിങ്ങൾക്ക് ആദിയോഗി സെൻറ്ററിൽ പോകാൻ ആഗ്രഹമുണ്ടാവും, ലൈക്ക് കോയമ്പത്തൂരിൽ ഇഷ ഫൗണ്ടേഷനിൽ പോവുക. സോ പൈൽ നമ്പർ 2 എന്താണ് ഈ ഒരു ടൈമിൽ ലെറ്റ് ഗോ ചെയ്യേണ്ടത്? Thank you. Pile number 2 spirit guides in the advice. What they need to let it go. The burden. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഹയർ കോൺഷ്യസിലേക്ക്, അതായത് ക്രിയേറ്റർ ആവാൻ നിങ്ങളെ ഈശ്വരൻ നിങ്ങളെ ആ ഒരു എൻലൈറ്റ്മെൻറ്റിന് വേണ്ടിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടത്. സോ ബേർഡൻ കൊണ്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. കോംപ്രമൈസ്, സോറോ, intensity. Last card is clinging to the past. Okay, the bottom is conditioning. You are breaking free your conditioning mind. So നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുന്നത് ഈ ഒരു എനർജിയിലേക്ക് നിങ്ങൾ ടാപ്പ് ഇൻ ചെയ്യണമെങ്കിൽ യു നീഡ് ടു ലെറ്റ് ഗോ ഓഫ് യുവർ ബർഡൻ. You will let go to compromising your soul happiness, അല്ലെങ്കിൽ soul. You need to let go the sorrow. You need to let go the suffering choices, intensity. Let go of the changes. Let go to clean the past. ഭയങ്കര ഡയറക്റ്റ് മെസ്സേജസ് ആണ് പൈൽ നമ്പർ 2 സ്പിരിറ്റ് ഗൈഡ്സ് പറയുന്നത്. ഭയങ്കര ഡയറക്റ്റ് മെസ്സേജസ്. സോ ലൈക്ക് എന്താ പറയുക, ഈ പൈലുകാർ ഭയങ്കര സ്റ്റിൽ ചെയ്യാൻ പഠിച്ചു. സോ കുറച്ച്, കാരണം ഇതൊരു കളക്റ്റീവ് റീഡിങ് ആയതുകൊണ്ട് ഭൂരിപക്ഷം ആൾക്കാർ ഭയങ്കര സ്റ്റിൽനെസ് എനർജിയിലുള്ളവരായിരിക്കാം. സോ അതുകൊണ്ടാണ് ഡയറക്റ്റ് ക്രിയേറ്റർ തന്നെ വന്നത്. സോ ദേ ആർ പ്രൗഡ് ഓഫ് യു. സോ ലെറ്റ് ഗോ ഓഫ്
നിങ്ങൾ ഇനി നിങ്ങളുടെ ഈഗോ ക്രിയേറ്റ് ചെയ്ത കാര്യത്തെ ലെറ്റ് ഗോ ചെയ്യണം. ദ ക്രിയേറ്റർ കാർഡ് എനിക്ക് ഫീൽ ആയ എനർജി, നിങ്ങളുടെ ഈഗോയിസ്റ്റിക് മൈൻഡ് കൊണ്ട്, ഇലൂഷൻ കൊണ്ട് നിങ്ങൾ എന്തൊക്കെ ക്രിയേഷൻ ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഡിസ്ട്രോയ് ചെയ്യാം. ഇറ്റ്സ് ടൈം ടു ലെറ്റ് ദാറ്റ് ഗോ, ബിക്കോസ് ഇറ്റ്സ് ടൈം ടു ടാപ്പ് ഇൻ ടു യുവർ ഡിവൈൻ എനർജി, ബിക്കോസ് യു ആർ ഹിയർ ടു ക്രിയേറ്റ് മോർ വിത്ത് ലവ്, വിത്ത് യുവർ ഡിവിനിറ്റി. നിങ്ങളുടെ ലവും ഡിവിനിറ്റിയും കൊണ്ട് നിങ്ങൾ ഇവിടെ കുറച്ചും കൂടെ എക്സ്പാൻഡഡ് ആയിട്ടുള്ള ക്രിയേഷനാണ് നിങ്ങൾ ഈശ്വരൻ നിങ്ങൾക്ക് ഏൽപ്പിച്ച ദൗത്യം. സോ നിങ്ങൾ ആ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ക്രിയേഷനിൽ സ്റ്റക്കായിരിക്കുകയാണെങ്കിൽ സംഭവം നിങ്ങൾ എന്നാൽ സ്പിരിച്വൽ ആണെന്ന് വെച്ചാൽ ഭയങ്കര സ്പിരിച്വലാണ് അതിന്, പക്ഷേ നിങ്ങളുടെ ആ മൂലാധാര ചക്ര അത്രയും സ്ട്രോങ് അല്ലെങ്കിൽ, നിങ്ങളുടെ ഒരു ബേസിക് ഹ്യൂമൻ നീഡ്സിനെ ഫുൾഫിൽ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു 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 ഫിയർഫുൾ സ്റ്റേജിലായിരിക്കും നിൽക്കുന്നത്. സോ നിങ്ങളുടെ ഈശ്വരൻ, നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ് പറയുന്നത് you are the creator of your own life. So create with divinity, create with love, create with compassion, create with എന്താ പറയുക, create with your divine self, create with the creator. നിങ്ങൾ നിങ്ങളുടെ ക്രിയേഷൻ്റെ ലൈക്ക് ഈ ഒരു പൈലർക്ക് അത് മനസ്സിലായി, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഒരു ലൈഫിൻ്റെ ക്രിയേറ്റർ. നിങ്ങളുടെ പാസ്റ്റ് ചോയ്സസിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് നിങ്ങൾ ഇപ്പം ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ ഇപ്പോഴത്തെ ചോയ്സസിൻ്റെ ഒരു ആഫ്റ്റർ തുകയായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ വരുന്നത്. സോ ഇത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് മനസ്സിലായ ആൾക്കാരാണ് എങ്കിൽ പോലും സ്റ്റിൽ സംവെയർ യു നീഡ് മോർ ഹീലിംഗ് ഇൻ യുവർ പാസ്റ്റ്. യെസ്, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഇന്നർ വർക്ക് ചെയ്യുന്നുണ്ട്, മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, യോഗ ചെയ്യുന്നുണ്ട്, നിങ്ങൾ വിപാസന മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ വാട്ട് അബൌട്ട് ദ പാസ്റ്റ്? ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഹയർ എലമെൻറ്റിൽ പോകാനാണ് ഈശ്വരൻ നിങ്ങൾ തിരഞ്ഞെടുത്തത്. നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങൾ ഫ്ലൈറ്റിൽ പോകേണ്ട ആൾക്കാരാണ്. സോ നിങ്ങളുടെ കൂടെ നിങ്ങൾ ഹയർ കോൺഷ്യസ്നെസ്സിലേക്ക് പോകണമെങ്കിൽ you have to release the burden, you have to release the past, you have to release the past traumatic experience, you have to release all the unwanted energies and memories that are holding you back. നിങ്ങളുടെ ലൈഫിൽ നിന്ന് ആ ഒരു ഉയരത്തിലേക്ക് പോകണമെങ്കിൽ നിങ്ങളെ ഉയരത്തിലേക്ക് പോകുമ്പോൾ ബാക്കിയുള്ള എനർജി നിങ്ങൾ പിൻവലിക്കും, പിടിച്ചു വലിക്കും, ആ സർക്കംസ്റ്റാൻസ് പിടിച്ചു വലിക്കും, ആ ബേർഡൻ പിടിച്ചു വലിക്കും. അതാണ്. സോ ബ്രേക്ക് ഫ്രീ, ലെറ്റ് ഗോ ദ ബേർഡൻ. കോംപ്രമൈസ് ചെയ്യുന്ന എനർജിനെ ലെറ്റ് ഗോ ചെയ്യുക, സോറോന് എനർജി കൊടുക്കുക, ഇൻറ്റൻസിറ്റി ഓഫ് ഉള്ള ചേഞ്ചസിനെ ലെറ്റ് ഗോ ചെയ്യുക, പാസ്റ്റിനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വെക്കാതെ ജസ്റ്റ് ലെറ്റ് ഇറ്റ് ഗോ. ആ ഒരു പെൺകുട്ടിയുടെ കയ്യല്ലേ ഇങ്ങനെയായിരുന്നു, സോറി ഭിത്തി കണ്ടിട്ട് ഫുള്ളാക്കാൻ പറ്റുന്നില്ല, ഷാറുഖ് ഖാനെ പോലെ ലൈക്ക് ഫുള്ളിയായിട്ട് യെസ് ഫൈനലി ഐ എം റിലീസിങ്. ആ ഒരു എനർജിയിലേക്ക് ടാപ്പ് ഇൻ ചെയ്യണമെങ്കിൽ യു ഹാവ് ടു റിലീസ് ദ ബേർഡൻ. ലൈക്ക് സംഹൗ യു ആർ നോട്ട് ലെറ്റിംഗ് ഗോ ദ ബേർഡൻ. സോ കുറച്ച് പൈൽ നമ്പർ 1 ഇതൊക്കെ ചെയ്തവരാണ്. പൈൽ നമ്പർ, സോ മേ ബി യു ഹാവ് ടു വാച്ച് പൈൽ നമ്പർ 1 ഓൾസോ, ബിക്കോസ് അവിടെ നിങ്ങൾക്ക് മെസ്സേജസ് ഉണ്ട്. ഓക്കെ, സോ ഇവിടെ നോക്കുക, ആ ബേർഡൻ ഈ ഒരു വ്യക്തിയാണ് ഈ ഒരു മൗണ്ടൻ്റെ പുറത്തേക്ക് കയറേണ്ടത്. എന്നിട്ട് സംഭവം വേറൊരാൾ വന്ന് അതിനെ എന്താ പറയുക, അതിൻ്റെ പുറത്ത് കയറിയിരുന്ന് അയാൾക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കാം. സോ എങ്ങനെയാണ് ഇയാൾക്ക് സ്മൂത്ത്ലി ആ ഒരു പാതേനെ സുഖകരമാക്കാൻ പറ്റുന്നത്? ഓൾറെഡി അയാളുടെ പുറത്തൊരു ബാഗിൻ്റെ ഒക്കെ വെയിറ്റ് ഉണ്ട്. അത് കൂടാതെ ബാക്കിയുള്ള ആൾക്കാണ്. സോ നിങ്ങളെ ഭയങ്കര ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങൾ സെൽഫ് ക്രിട്ടിസൈസ്. നിങ്ങളിപ്പോൾ ഒരു തീരുമാനം എടുക്കും, നിങ്ങളിങ്ങനെ അത് ചെയ്ത് ശരിയാവത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ടും ഇൻറ്റ്യൂഷനെ, ഈവൻ ദോ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഓൺ പോയിൻ്റ് ആണ്, ഭയങ്കര കറക്റ്റായിട്ട് പോലും അതിനെ വക വെക്കാതെ മറ്റുള്ളവർ പറയുന്നത് കൂടെ കേൾക്കുന്ന ഒരാൾക്കാരാണ്. നിങ്ങൾക്ക് വെച്ചാൽ എല്ലാവരും നിങ്ങളോടൊപ്പം വരണം, ഈ ഒരു എനർജി എല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ട് എന്താ പറയുക, നിങ്ങളവിടെ കോംപ്രമൈസ് ചെയ്യപ്പെടുന്നത്. എനിക്കൊന്ന് പൈൽ 2 കഴിഞ്ഞ സറണ്ടറിലും ഇങ്ങനൊരു എനർജിയാണെന്ന് തോന്നി ഫീൽ. ഈ സെയിം കാര്യം തന്നെ പറയുന്നത്. നിങ്ങളതുകൊണ്ട് എന്താ എപ്പോഴും കോംപ്രമൈസ് ചെയ്യപ്പെടുന്നത് നിങ്ങളാണ്. ആ കോംപ്രമൈസ് ചെയ്യുന്ന കാരണം വിഷമം നിങ്ങൾക്ക് വേറെ ആയിട്ട് പങ്കുവെക്കാനും പറ്റില്ല. കാരണം അവർ പറയും, ഞങ്ങൾ പറഞ്ഞോ നിന്നോട് ചെയ്യാൻ, വീണ്ടും റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ മേലിൽ വരും. സോ അൺവാണ്ടഡ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ബേർഡൻസിനെ ലെറ്റ് ഗോ ചെയ്യുക, ബിക്കോസ് അത് ഈശ്വരൻ്റെ ജോലിയാണ്, ഈശ്വരൻ ചെയ്തോളും. ആൻഡ് പെർഫെക്ഷനിസം എന്ന് പറയുന്ന രോഗം നിങ്ങൾക്കുണ്ട്, വീണ്ടും പറയട്ടെ, പൈൽ നമ്പർ 2 സോ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് യുവർ ജേർണി, നിങ്ങളത് പഠിക്കും. സോ വീണ്ടും ഞാൻ പറയട്ടെ, കോംപ്രമൈസ് ചെയ്യുന്ന നിർത്തുക. നിങ്ങൾക്ക് തോന്നും അവർ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് പറയുന്നത്.
പക്ഷേ അല്ല. ബിക്കോസ് നിങ്ങളുടെ നല്ലത് പറയാൻ നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. നിങ്ങളുടെ സോളിന് അറിയാവുന്ന പോലെ വേറെ ആർക്കും നിങ്ങളെ മനസ്സിലാകില്ല, അല്ലെങ്കിൽ അറിയില്ല. ഈശ്വരൻ അതുകൊണ്ടാണ് നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളുടെ എന്താ പറയുക, ഉള്ളിലെ ഇൻറ്റ്യൂഷൻ പറയുന്നത് കേൾക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശ്വരൻ നിങ്ങളുടെ ഇൻറ്റ്യൂഷനിലൂടെയാണ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത്. ബിക്കോസ് ഈശ്വരൻ്റെ തന്നെ അംശമാണ് നിങ്ങൾ. അത് തിരിച്ചറിയണം. അത് തിരിച്ചറിയെങ്കിൽ യു ഹാവ് ടു കണക്ട് വിത്ത് യുവർ ഓൺ സെൽഫ് ബൈ ഡൂയിങ് ബൈ സിറ്റിംഗ് വിത്ത് യുവർ സെൽഫ്, ബൈ ഡൂയിങ് ഇന്നർ വർക്ക്. ഇന്നർ വർക്കിലൂടെ മാത്രമേ അത് സാധ്യമാകൂ. ഈ ലോകത്ത് നിങ്ങളുടെ ലൈഫിനെ ബെസ്റ്റ് ആക്കാനും പറ്റും, നിങ്ങളുടെ ചോയ്സ് കൊണ്ടും നിങ്ങളുടെ ലൈഫിനെ വേഴ്സ്റ്റ് ആക്കാനും പറ്റും. സോ ഇറ്റ്സ് അപ് ടു യു. ഇത് നിങ്ങളുടെ പുറത്ത് ഡിസൈഡ് ചെയ്തിരിക്കും നിങ്ങളുടെ ലൈഫിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എൻലൈറ്റ്മെൻ്റ് ആണോ ആഗ്രഹിക്കുന്നത്, അതോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സഫറിങ്, പെയിൻ, ഡാർക്ക്നെസ് ആണോ ആഗ്രഹിക്കുന്നത്? ഇറ്റ്സ് യുവർ ചോയ്സ്. പൈൽ നമ്പർ 2, യു ഹാവ് ദ പവർ. യു ഹാവ് ദ പവർ ടു ക്രിയേറ്റ് യുവർ ഓൺ റിയാലിറ്റി. പൈൽ നമ്പർ 2ക്ക് ആ ഒരു പവർ ഈശ്വരൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഡിവൈനുമായിട്ട് കണക്ട് ആയിട്ടുള്ള പൈലാണ് പൈൽ നമ്പർ 2കാർ. ഭയങ്കര ഡിവൈൻ. നിങ്ങളെപ്പം പറയുന്നു ഈശ്വരൻ എന്നെ സഹായിക്കും, ആ സ്പോട്ടിലാണ് നിങ്ങൾക്ക് സഹായം എത്തുന്നത്. സോ നിങ്ങൾ വിളിച്ച വിളിപ്പുറത്തുള്ള ഈ ആൾക്കാരാണ് കൂടുതലും. സോ പ്ലീസ്, ആൻഡ് കോംപ്രമൈസ് ചെയ്യുന്നവരോ, ഡോണ്ട് കോംപ്രമൈസ്. ബിക്കോസ് എല്ലാവരും നിങ്ങളെപ്പോലെ അല്ല. എല്ലായ്പ്പോഴും നിങ്ങൾ എന്തുകൊണ്ടാണ് കോംപ്രമൈസ് ചെയ്യുന്നത്? എല്ലായ്പ്പോഴും നിങ്ങളുടെ സ്വപ്നത്തെ എന്തിനാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? അപ്പോൾ നിങ്ങൾ സംഹൗ ഫീലിംഗ് അൺവർതി ഓഫ് യുവർ ടൈം, അൺവർതി ഓഫ് യുവർ ഇൻവെസ്റ്റ്മെൻറ്റ്. പ്ലീസ് ഗോ വാച്ച് പൈൽ നമ്പർ 1. പൈൽ നമ്പർ 1 നിങ്ങൾ വാച്ച് ചെയ്യണം. കാരണം അവിടെ നിങ്ങൾക്ക് ഉള്ള ആൻസേഴ്സ് ഉണ്ട്, അവിടെ നിങ്ങൾക്കുള്ള എന്താ പറയുക ഒരു ഗൈഡൻസ് ഉണ്ട്. ആ സംഭവം നിങ്ങൾ കോംപ്രമൈസ് ചെയ്തുകൊണ്ടിരിക്കാറ്. നിങ്ങളുടെ ഡിവിനിറ്റിയെ നിങ്ങൾ തിരിച്ചറിയുന്നില്ല, നിങ്ങളുടെ ശക്തിയെ നിങ്ങൾ തിരിച്ചറിയുന്നില്ല. നിങ്ങളെ കൊണ്ട് ആൾക്കാർ ആക്ച്വലി പറഞ്ഞാൽ ഈ പൈൽകാർ ഭയങ്കര പവർഫുൾ ആയിട്ട് നിങ്ങളുടെ ഒരു എന്താ ചന്ദനം ചുമക്കുന്ന കഴുത്തിന് അറിയത്തില്ല, ഓർമ്മ വരില്ല, അതാ അങ്ങനെയാണോ ഫ്രേസ് എന്ന് പറയുന്നത് അറിയത്തില്ല. അതിന് ചന്ദനത്തിന് മണം അതിന് അറിയത്തില്ലല്ലോ. ആ കഴുതയ്ക്ക് അറിഞ്ഞുള്ളത് നിങ്ങളെ കഴുതെന്നല്ല പറഞ്ഞു, നിങ്ങൾ ആ ഫ്രേസിനെ മാത്രമേ കാണാറുള്ളൂ. സോറി, എന്നാൽ പിന്നെ അത് വേണ്ട, ചന്ദനം ചുമക്കുന്ന കഴുത വേണ്ട. നമുക്ക് കസ്തൂരി മാനിൻ്റെ അറിയത്തില്ല കസ്തൂരിയിൽ നിന്നാണ് ആ ഫ്രേഗ്രൻസ് വരുന്നത്. പക്ഷെ ആ കസ്തൂരിയിൽ നിന്ന് നമ്മൾ മനുഷ്യർ അതിൻ്റെ ആ ഫ്രേഗ്രൻസിൽ നമ്മൾ ചൂഷണം ചെയ്ത് തന്നെ എടുക്കാറുണ്ട് അല്ലേ? അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ആ ലൈറ്റ്, നിങ്ങളുടെ ആ ഒരു കഴിവിനെ കുറച്ച് പേർക്ക് മനസ്സിലായി. സോ അവർ നിങ്ങളെ യൂസ് ചെയ്യാണ്. അപ്പം നിങ്ങളുടെ സ്വപ്നങ്ങൾ കോംപ്രമൈസ് ചെയ്യും. സോ മേ ബി ഈ പൈൽ നമ്പർ 2കാർ ബെസ്റ്റ് എംപ്ലോയി, എല്ലാം ബെസ്റ്റ് ആയിരിക്കും അന്ന്. പക്ഷെ അവരവിടെ സാക്രിഫൈസ് ചെയ്യുന്ന അവരുടെ മീ ടൈം, അവരുടെ പേഴ്സണൽ ടൈം, അവരുടെ ഫ്രണ്ട്സിനോടുള്ള വെക്കേഷൻ, അവരുടെ ഫാമിലിയോടുള്ള പ്രീഷ്യസ് ആയിട്ടുള്ള ടൈം. അപ്പോൾ അവരുടെ പൂർണ്ണ ടൈം അവർ വർക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥലത്തേക്ക് മൊത്തം ഇൻവെസ്റ്റ് ചെയ്തു. സോ അവിടെ നിന്ന് അപ്രീസിയേഷൻ കിട്ടുമ്പോൾ സംഭവം നിങ്ങൾ കോംപ്രമൈസ് ചെയ്യപ്പെടുന്നത് നിങ്ങളുടെ ഹാപ്പിനെസ്സിനെയാണ്. നിങ്ങളുടെ ഫാമിലി ടൈമാണ് അവിടെ കോംപ്രമൈസ് ചെയ്യുന്നത്, നിങ്ങളുടെ സമയമാണ് അവിടെ കോംപ്രമൈസ് ചെയ്യപ്പെടുന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകുന്നു. സോ എന്ത് ചെയ്താലും ഇറ്റ്സ് ഹാവ് ടു ബി ഇൻ ബാലൻസ് മോഡ്. ബാലൻസിലല്ലെങ്കിൽ അത് പിന്നീട് കാരണം ഇതാണ് നിങ്ങളുടെ സോറോയ്ക്ക് കാരണം. നിങ്ങളെ കോംപ്രമൈസ് ചെയ്യുന്ന ലെറ്റ് ഗോ ചെയ്യാനാണ് ഇവിടെ ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ് ഇവിടെ പറയുന്നത് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നത് ഒഴിവാക്കുക. എന്തുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും കോംപ്രമൈസ് ചെയ്യുന്നത്? നിങ്ങൾക്ക് നോ പറയാൻ പറ്റില്ല പൈൽ നമ്പർ 2. എല്ലാവരുടെയും ജോലി, എല്ലാവരും പീപ്പിൾ പ്ലീസിങ് എനർജി പൈൽ നമ്പർ 2കാർക്കുണ്ട്. എപ്പോഴും കോമൺലി ഇതാണ്. കാരണം വി ഡോണ്ട് ബിലീവ് ഇൻ അവർ സെൽഫ്, വി ഡോണ്ട് ട്രസ്റ്റ് അവർ സെൽഫ്. അതുകൊണ്ടാണ് ഈ പീപ്പിൾ പ്ലീസിങ് എനർജി വരുന്നത്. സോ ലെറ്റ് ഗോ ഓഫ് കോംപ്രമൈസിങ് യുവർ സെൽഫ് ആൻഡ് ലെറ്റ് ഗോ ഓഫ് സോറോ. ഈ ഒരു കോംപ്രമൈസ് ലൈക്ക് നമ്പർ 66 നിങ്ങളുടെ ലൈഫിൽ എപ്പോൾ നിങ്ങൾ കാണുന്നു, അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ബേർഡൻ, റിലീസ് യുവർ ബേർഡൻ ആൻഡ് ലെറ്റ് ഗോ ദ കോംപ്രമൈസിങ് എനർജി. ലെറ്റ് ഗോ ഓഫ് ബേർഡനിങ് യുവർ സെൽഫ്. അപ്പോൾ ഐ ചൂസ് ടു ലെറ്റ് ഗോ ഓഫ് മൈ ബേർഡൻ. ഐ ചൂസ് ടു
റിലീസ് കോംപ്രമൈസിങ് എനർജി ഫ്രം മൈ ലൈഫ് എന്ന് നിങ്ങൾ പറയണം. 6666 നിങ്ങൾ എപ്പം കാണുന്നു നിങ്ങളുടെ ഡിവൈൻ ഗൈഡൻസ് ഡിവൈൻ പറയുവാണ് നിങ്ങൾ അൺവാണ്ടഡ് ആയിട്ടുള്ള ബേർഡൻ അല്ലെങ്കിൽ അൺവാണ്ടഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് നിങ്ങൾ ലൈഫിൽ കൊണ്ട് നടക്കുന്നത്. നിങ്ങൾക്ക് വീണ്ടും വാർണിംഗ് സൈൻ പോലെ തരുകയാണ്. ആൻഡ് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യണം. ഈ 2 കാർഡിൽ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും നിങ്ങൾ സ്പിരിറ്റ് കാർഡ്, കാരണം നിങ്ങൾ ബേർഡൻ കാരണമാണ് നിങ്ങൾ കോംപ്രമൈസിന് ഇതാണ്. സോ ലെറ്റ് ഗോ ഓഫ് ബേർഡനിങ് യുവർ സെൽഫ്, ലെറ്റ് ഗോ ഓഫ് കോംപ്രമൈസിങ്. ബിക്കോസ് ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണ്ടിയല്ല. ഈ ഒരു ബേർഡൻ ക്യാരി ചെയ്തതും ഈ ഒരു കോംപ്രമൈസ് എനർജിയിൽ നിങ്ങൾ വരുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, നിങ്ങൾക്ക് വേണ്ടിയല്ല. സോ ഓൾവേസ് ചൂസ് യുവർ സെൽഫ്. ബിക്കോസ് ഈ പൈൽ നമ്പർ 2 കാർഡ് നിങ്ങളുടെ പ്രയോറിറ്റി അല്ല. നിങ്ങളുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഏറ്റവും ലാസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ എല്ലാതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്നോട് ഇന്നേ വരാനും ചോദിച്ചില്ല നിനക്ക് എന്താ വേണ്ടത്, നിനക്ക് എന്താ ഇഷ്ടമാണ്. സോ പ്ലീസ് പൈൽ നമ്പർ 2 ഡോണ്ട് ഡു ദാറ്റ്. നിങ്ങൾ സ്പിരിറ്റ് ഗൈഡ് പറയുന്ന ലെറ്റ് ഗോ കോംപ്രമൈസിങ് യുവർ സെൽഫ്, ലെറ്റ് ഗോ ദ ബേർഡനിങ്. ഈ ഒരു കാരണമാണ് നിങ്ങൾ സോറോയിലേക്ക് കൊണ്ടുവരുന്നത്. ലൈക്ക് നമ്പർ 6 കഴിഞ്ഞ മിറർ നമ്പർ, മനസ്സിലായില്ലേ? നിങ്ങളുടെ സോറോയ്ക്ക് കാരണം എന്തോന്ന് ബേർഡനാണ്. നിങ്ങളുടെ കോംപ്രമൈസ് എനർജി കാരണമാണ് നിങ്ങൾ സോറോയിലേക്ക് പോകുന്നത്. ഈ 2 എനർജിയാണ് നിങ്ങളുടെ സോറോയ്ക്ക് കാരണം. നിങ്ങളുടെ ദുഃഖത്തിന് കാരണം, വിഷാദത്തിന് കാരണം എന്താണെന്നറിയോ? അൺവാണ്ടഡ് ആയിട്ടുള്ള ബേർഡൻ ആണ്. അൺവാണ്ടഡ് ആയിട്ടുള്ള എന്താ പറയുക, കോംപ്രമൈസ് ചെയ്യുന്നത്. അൺവാണ്ടഡ് ആയിട്ടുള്ള ബേർഡൻ ആണ് നിങ്ങളുടെ സോറോയ്ക്കാണ്. അൺവാണ്ടഡ് ഉള്ള കോംപ്രമൈസിങ് ചെയ്യുന്നതാണ് ബേർഡന് കാരണം, നിങ്ങളുടെ വിഷാദത്തിന് കാരണം, ദുഃഖത്തിന് കാരണം. സോ ഇറ്റ്സ് ടൈം ടു ലെറ്റ് ഗോ. യു ഡോണ്ട് ഹാവ് പവർ, ടേക്ക് യുവർ പവർ ബാക്ക്. സോ വീണ്ടും എനിക്ക് ഫീൽ ആയിരുന്നു വെച്ചാൽ നിങ്ങളുടെ മണിപ്പൂർ ചക്ര ആക്ടിവേറ്റ് ആവുകയാണ്. നൗ ടേക്ക് യുവർ പവർ ബാക്ക്. ക്യൂൺ ഓഫ് വോൺസിൻ്റെ എനർജിയാണ്. നിങ്ങളിനി പാഷനേറ്റ് ആയിട്ട് വരേണ്ട ആവശ്യമുള്ളൂ. നിങ്ങളുടെ സോറോയ്ക്ക് കാരണം നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ അൺവാണ്ടഡായിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ ലൈഫിലേക്ക് കടത്തി വെച്ച് ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ജേർണി സുഖകരമാകപ്പെട്ടത്. സോ നിങ്ങൾ ഫ്ലൈറ്റ് പോകേണ്ട ആൾക്കാരാണ്. സോ പ്ലീസ് ട്രെയിനിൽ പോയിട്ടും ബസ്സിൽ കൊണ്ട് തള്ളുകൊള്ളാതിരിക്കുക. നിങ്ങൾ ഫ്ലൈറ്റിന് വേണ്ടി ഭയങ്കര ലക്ഷറി ലൈഫ് ജീവിക്കാൻ വേണ്ടി നിങ്ങളുടെ ചുറ്റുമുള്ളവർ ലക്ഷറി അല്ല, പോവർട്ടിയാണ്, ദാരിദ്ര്യമാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ കോൺഷ്യസ്നസ് ലക്ഷറിയാണ്. ഈവൻ ദോ നിങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ഭയങ്കര ലക്ഷറിയസ് ലൈഫ്, ബ്രാൻഡഡ് സാധനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും. ബ്രാൻഡഡ് ഇൻ ദ സെൻസ് അത് നമുക്ക് ലക്ഷറി ഫീൽ തെറ്റല്ല. സ്പിരിച്വൽ ആണെന്ന് കാര്യം നമുക്ക് ലക്ഷറി ആയിട്ടുള്ള കാര്യങ്ങളെ ആഗ്രഹിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ വളരെ തെറ്റാണ്. ബിക്കോസ് കാരണം നമ്മുടെ ഈശ്വരന്മാർ, ഇപ്പം ലക്ഷ്മി ദേവി ആയിക്കോട്ടെ, കൃഷ്ണൻ, എല്ലാവരെയും ഈശ്വരന്മാരെ കാണിക്കോ ഭയങ്കര നല്ല ഡ്രസ്സ് ഇട്ട് സ്വർഗത്തിൽ വാസിക്കുന്ന പോലെ ഏറ്റവും നല്ല സ്ഥലത്ത് താമസിക്കുക, നല്ല ഡ്രസ്സ് ഇടുക, സ്വർണത്തിൽ ഇങ്ങനെ പൊതിഞ്ഞ് ഈ ഒരു കാര്യമല്ലേ കാണിക്കുന്നത്. അവരെന്തുകൊണ്ടാണ് സ്പിരിച്വലി ഇങ്ങനെ ചെയ്യുന്നത് പാടാണെങ്കിൽ എന്തുകൊണ്ട് അവരെ പാവപ്പെട്ടവർ ആ ഒരു ദാരിദ്ര്യ എനർജിയിലേക്ക് കാണിക്കാത്തതുണ്ട്? ബിക്കോസ് ഡിവിനിറ്റി എന്ന് വെച്ചാൽ തന്നെ സമൃദ്ധിയാണ്. ആ സമൃദ്ധി ലെവലിൽ ഇരിക്കുന്നുണ്ട്. അവർക്ക് അതിന് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, കാരണം ഓൾറെഡി അവർ സമൃദ്ധിയാണ്. ശിവ എന്ന് വെച്ചാൽ ഡിറ്റാച്ച്മെന്റ്. അദ്ദേഹത്തിന് അങ്ങനെ ഇഷ്ടമല്ലാത്തത് കണ്ട, പക്ഷെ അദ്ദേഹം പാർവതി ദേവിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് ആ രീതിയിൽ. അങ്ങനെ ആൾക്കാരെ അവരുടെ ആ ഒരു എനർജി നമ്മൾ ഗണപതിയെ കാണുമ്പോഴും ഭയങ്കരമായിട്ട് നമ്മൾ അല്ലേ ആ തരത്തിലൊരു എലഗൻറ്റോടുകൂടിയല്ലേ കാണുന്നത്. സോ സ്പിരിച്വൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാരിദ്ര്യം അല്ല, മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മുടെ പൊതുവേ ധാരണ ഉണ്ട്, നമ്മൾ സ്പിരിച്വൽ ആയിക്കഴിഞ്ഞാൽ നമ്മളെ വീട്ടുകാരെ ത്യജിക്കണം, നമ്മുടെ ആഗ്രഹങ്ങളെ ത്യജിക്കണം, നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല, നമ്മൾ ഒരു കർണം കാണിച്ചാൽ മറുകർണം കാണിച്ചാൽ അല്ല. സ്പിരിച്വാലിറ്റി എന്ന് വെച്ചാൽ നമ്മൾ ഓണറുമാണ് നമ്മുടെ സത്യത്തിലേക്ക്. അടിച്ച് പറയേണ്ട അടുത്ത് അടിച്ച് തന്നെ പറയണം. സൈലൻസ് ആണ് പ്രാധാന്യം, സൈലൻ്റ് ആയിട്ടിരിക്കുക. ഇനി നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്ന സമയത്ത് സ്റ്റാൻഡ് തന്നെ എടുക്കുക. ഒരാൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല, അയാൾ തല്ല് കൊണ്ടാൽ മാത്രമാണ് ആ കാര്യം മനസ്സിലാക്കി തല്ല് കൊടുക്കുക. ഇതാണ് സ്പിരിച്വാലിറ്റി. നമ്മുടെ ഒതൻറ്റിറ്റിയിൽ വരുമ്പോൾ നമുക്ക് പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്നത്, നമുക്ക് വേണ്ടി നമ്മൾ സ്റ്റാൻഡ് എടുക്കാൻ തുടങ്ങും. ഇതാണ് സ്പിരിച്വാലിറ്റി. ഡിസയറിനെ ത്യജിക്കലല്ല സ്പിരിച്വാലിറ്റി, ബാലൻസ് ആയിരിക്കണം. അതിനോട് അറ്റാച്ച്മെൻറ്റ് വരാത്തൊരു ഡിറ്റാച്ച്മെൻറ്റ് തന്നെ വരും. നിങ്ങളുടെ ഉള്ളിൽ സമൃദ്ധി ആയിരിക്കും. ഓൾറെഡി ആ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെടും. ഓക്കെ, സോ നമുക്ക് എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, നമ്മൾ സ്പിരിച്വൽ ആയിക്കഴിഞ്ഞാൽ ഒന്നും ആഗ്രഹിക്കാൻ പാടില്ല. അതൊരു സ്പിരിച്വൽ ബ്ലോക്കാണത്. സംഭവം നമ്മൾ പാസ്റ്റ് ലൈഫിൽ അത്രയും മെഡിറ്റേഷനും നമ്മൾ സന്യാസിമാരുടെ ലൈഫ് ഇതിനെ റൊട്ടീൻ ഫോളോ ചെയ്തുകൊണ്ട് സംഭവം നമ്മുടെ ഒരു ഇൻബിൽഡ് ആയിട്ടുള്ള കാര്യമാണ്. സോ സംഭവം നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിൽ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ബ്ലോക്ക് വരുന്ന സ്പിരിച്വൽ ബ്ലോക്കാണ്. സംഭവം നിങ്ങളെപ്പോഴും സന്യാസം സ്വീകരിക്കുക. നിങ്ങൾക്ക് എളുപ്പം അതാണ്. ലൈക്ക്
റാദർ ദാൻ ഇന്ന വർക്ക് ചെയ്ത് നിങ്ങളുടെ ആ ഒരു ഹീലിംഗ് ചെയ്യുന്നതിന് ഒരു ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം എന്താ പറയുക, സ്പിരിച്വൽ ആയിട്ട് ഇരിക്കുക, സന്യാസം സ്വീകരിക്കുക. ലൈക്ക് മീൻസ് ഒന്നും ചെയ്യണ്ട. ലൈക്ക് നിങ്ങൾക്ക് ഇന്ന വർക്ക് ചെയ്യണം, വേണ്ട എനിക്ക് ആരെയും വേണ്ട, എനിക്ക് ട്വിൻ ഫ്ലെയിമിനെ വേണ്ട, എനിക്ക് ആരെയും വേണ്ട, എനിക്ക് ഒരു മോഹങ്ങളില്ലെന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരു മോഹം ഇല്ല എന്നെങ്കിൽ നിങ്ങൾ ലൈഫിലേക്ക് നിങ്ങൾ ട്വിൻ ഫ്ലെയിമിനെ ഈശ്വരൻ കൊണ്ട് തരില്ലായിരുന്നു. സോ ഇത് നിങ്ങളുടെ മോഹം അല്ല, നിങ്ങളുടെ ഈഗോ നിങ്ങളെ ട്രിക്ക് ചെയ്യുന്നതാണ്. നിങ്ങളുടെ സോളിലെ ഡിസയർ കൊണ്ടാണ് നിങ്ങൾക്ക് സ്പിരിച്വൽ ജേർണിയും കിട്ടിയത്, നിങ്ങളെ ട്വിൻ ഫ്ലെയിമിനെ കിട്ടിയത്. ആൻഡ് ഇറ്റ്സ് ഡിസയർ തെറ്റല്ല, ഓക്കെ. പക്ഷെ ഡിസയറിൽ നമ്മൾ ആസക്തി ആവാനും പാടില്ല, ഓക്കെ. ഹോപ്പ്. സോ നിങ്ങളുടെ സോറോനെ ലെറ്റ് ഗോ ചെയ്യുക. ആൻഡ് എനി ഇൻറ്റൻസിറ്റി കാർഡ്. സോ എന്താണ് ലൈഫിലുണ്ടാകുന്ന ആ ഇൻറ്റൻസിറ്റി റിലീസ് ചെയ്യുക. ഹൈ ഇൻറ്റൻസിറ്റി ആയിട്ടുള്ള മെമ്മറീസിനെ ലെറ്റ് ഗോ ചെയ്യുക. ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുള്ള മെമ്മറീസിനെ വീണ്ടും റിവൈൻഡ് ചെയ്യുന്നതും നിങ്ങൾ പാസ്റ്റിൽ തന്നെയാണ് എനർജി കൊടുക്കുന്നത്. അതിനെയും ലെറ്റ് ഗോ ചെയ്യുക. ഭയങ്കര നിങ്ങൾ വിഷമിപ്പിക്കുന്ന പെയിൻഫുൾ ആയിട്ടുള്ള മെമ്മറീസ് ഉണ്ടെങ്കിലും അത് ഭയങ്കര അതിനെയും ലെറ്റ് ഗോ ചെയ്യുക. ഒരു ബാലൻസ് ഉണ്ടാക്കുക ലൈഫിൽ. ഭയങ്കരമായിട്ടും നിങ്ങൾ ആ ഇതിപ്പം ഇൻറ്റൻസ് ഹാപ്പിനെസ് വന്നാലും ഇത് വന്നാലും നിങ്ങൾ ബാലൻസ് സ്റ്റേജിലിരിക്കുക. ലെറ്റ് ഗോ യുവർ ഇൻറ്റൻസിഫൈഡ് മെമ്മറീസ്, ഓക്കെ. ഈ ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ്. ക്ലിങ്ങിങ് ടു പാസ്റ്റ് നിങ്ങൾ പാസ്റ്റ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങളുടെ സോറോയ്ക്കൊക്കെ കാരണം എന്താണ്? ഇത് ബേർഡൻ ആണ്. ഈ പാസ്റ്റിലെ ബേർഡൻസ് ആണ് നിങ്ങളെ മുന്നോട്ട് പോകാൻ നിങ്ങൾ സമ്മതിക്കുക. നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുന്നത് ദ ബേർഡൻ, ദ കോംപ്രമൈസിങ് എനർജി, ദ സോറോ, ഇൻറ്റൻസിറ്റി ഓഫ് യുവർ പാസ്റ്റ് മെമ്മറീസ്. അത് ഹാപ്പിനെസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങളെ ഭയങ്കരമായിട്ട് ഹ്യൂമിലിയേറ്റ് ചെയ്തൊരു ഇൻസിഡൻ്റ് ആയിക്കോട്ടെ, നിങ്ങളെ ഭയങ്കരമായിട്ടും മാനിപ്പുലേറ്റ് ചെയ്ത ഇൻസിഡൻറ്റ് തന്നെ ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, അത് ആ ഒരു ഇമോഷനെ റിലീസ് ചെയ്യുക. നിങ്ങളുടെ സോൾ ഫ്രാഗ്മെൻറ്റിനെ തിരിച്ച് ആ ഒരു ഹ്യൂമിലിയേഷനിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങളെ അത്രയധികം വില കുറച്ച് അല്ലെങ്കിൽ നിങ്ങളെ തരം താഴ്ത്തി ആ അവസ്ഥയിൽ നിങ്ങളെ കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സെനാറിയിൽ നിന്ന് നിങ്ങളുടെ സോൾ ഫ്രാഗ്മെൻറ്റ്സിനെ തിരികെ കൊണ്ടുവരണം. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും അവിടെ പോകുന്നത്. വീണ്ടും നമുക്ക് ആ ഹേർട്ട് ഫീൽ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? സംഭവം നമ്മളിപ്പോഴും ആ എനർജിയിൽ സ്റ്റക്കാണ്. അതുകൊണ്ടാണ് വീണ്ടും ആ മെമ്മറീസിനെ നമ്മൾ റീവൈൻഡ് ചെയ്യും. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമുക്ക് ഇതാകുമ്പോൾ നമ്മൾ വീണ്ടും അതേ പെയിൻ, അതേ ഇൻറ്റൻസിറ്റിയോടെ അല്ലെങ്കിൽ അതിലും കൂടുതൽ ഇൻറ്റൻസിറ്റിയോടെ നമുക്ക് എക്സ്പീരിയൻസ് ആവപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ സോൾ ഫ്രാഗ്മെൻറ്റ് ഇപ്പോഴും ആ പാസ്റ്റിലെ ട്രോമാറ്റിക് എക്സ്പീരിയൻസിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോഴും അപ്പോൾ ആ സമയത്ത് ആ ഒരു എക്സ്പീരിയൻസിനായിരിക്കും നിങ്ങളുടെ ബോഡി മൊത്തത്തിൽ വിചാരിക്കും നിങ്ങളിപ്പം നിലവിൽ ആ ഒരു എക്സ്പീരിയൻസിനെ അനുഭവിക്കുന്നുണ്ടെന്ന്. സോ അതിന് പാസ്റ്റും പ്രസൻറ്റും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞൂടാ. സോ ഹോപ്പ് നിങ്ങൾക്കത് മനസ്സിലാവും. സോ ഇത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് കാർഡ്സ് കൂടെ നോക്കാം. എനിക്കൊന്ന് പൈൽ നമ്പറിൽ ഞാൻ നിങ്ങളുടെ ഒറാക്കൽ കാർഡ് അത്രയും ഇതാണ്, നോക്കൂ, 4 ഓഫ് കപ്സിൻ്റെ എനർജി. സോ നിങ്ങളുടെ ഒറാക്കൽ കാർഡ് അത്രയും സ്ട്രോങ് ആയിട്ട് വന്നു, ഡയറക്റ്റ് മെസ്സേജസ് ആയിരുന്നു. സോ നമ്മുടെ ടാരോ കാർഡിൻ്റെ ആവശ്യം ഉണ്ടോ ചോദിച്ചാൽ ഇല്ല. പക്ഷേ നമുക്ക് നമ്മുടെ ടാരോ കാർഡിലൂടെ നോക്കാം എന്താണ് നിങ്ങളുടെ എന്താ പറയുക, പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. എന്താണ് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്, സ്പിരിറ്റ് ടീംസ് പറയുന്നത്? ബിക്കോസ് ഇറ്റ്സ് എ ഡയറക്റ്റ് മെസ്സേജ് ഫ്രം യുവർ സ്പിരിറ്റ് ഗൈഡ്. ഞാൻ എന്തെങ്കിലും പറയേണ്ടതായിട്ടുണ്ടോ എന്ന് നോക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒറ്റ ഷഫ്ലൈസ് ചെയ്യുന്നു. ബിക്കോസ് നമ്മൾ ഓരോ കാർഡും വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞത്. നമ്പർ 2, Queen of Pentacles. You can create your reality. മനസ്സിലായി? You can create your reality. The burden. എന്താണ് ഫയൽ നമ്പർ 2 കാർഡ്? ബേർഡൻ ക്യാരി ഓവർ ചെയ്യുന്നത്. എന്താണ് ലെറ്റ് ഗോ ചെയ്യാൻ? വളരെ ബുദ്ധിപ്പിക്കുന്ന കാര്യം. 2 of Pentacles, juggling. Compromise, the world card. സോറോ. എന്താണ് നിങ്ങളുടെ സോറോയ്ക്ക് കാരണം? ഈ കാർഡ് എടുക്കുവാണ്. 5 of Wands, ഇൻറ്റൻസിറ്റിയുടെ the Hangman, last clinging to the past. എന്താണ് ലെറ്റ് ഗോ ചെയ്യേണ്ടത്? എടുക്കണം. സ്ട്രെങ്ത് കാർഡ്. സോ 2 കാർഡ് എടുക്കാനാണ് എനിക്ക് ഇതിൽ വന്നത്. ഞാൻ ഈ കാർഡ് സ്ലിപ്പ് ചെയ്ത് തന്നിട്ടും എനിക്ക് ഗൈഡൻസ് വേണം ഇതൊക്കെ 2 കാർഡ് എടുക്കാൻ. ഓക്കെ, സോ 2 കാർഡ് ഞാൻ എടുക്കുകയാണ്. സോ ഫസ്റ്റ് വന്ന കോമ്പിനേഷൻ, ദ ക്രിയേറ്ററിൻ്റെ കോമ്പിനേഷൻ വന്ന ക്യൂൺ ഓഫ് പെൻറ്റിക്കിൾസ്. ദ ബേർഡൻ്റെ കോമ്പിനേഷൻ വന്ന കാർഡ് 2 ഓഫ് പെൻറ്റിക്കിൾസ്. കോംപ്രമൈസ് ദ വേൾഡ് കാർഡാണ് വന്നത്.
ആൻഡ് ദ സോറോയുടെ 5 ഓഫ് വോൺസിൻ്റെ എനർജിയാണ് വന്നത്. ആൻഡ് ഇൻറ്റൻസിറ്റിയുടെ ദ ഹാങ് മാനാണ് വന്നത്. ആൻഡ് ക്ലീൻ ടു ദ പാസ്റ്റിൻ്റെ എനർജി എനിക്ക് ഫീൽ ആയ 2 കാർഡാണ്. സ്ട്രെങ്ത് കാർഡും 1 7 ഓഫ് സ്വേർഡ്. 2 കാർഡ് എടുക്കാനാണ് എനിക്ക് ഫീൽ ആയത്. സോ ഞാനതാണ് എടുക്കുന്നത്. സോ ക്രിയേറ്റർ ഈ ടൈമിൽ നിങ്ങൾക്ക് ലെറ്റ് ഗോ. സോ ലെറ്റ് ഗോ ദ ഫോൾസ് ആയിട്ടുള്ള എല്ലാ കാര്യത്തിനും ലെറ്റ് ഗോ ചെയ്യുക. ക്യൂൺ ഓഫ് പെൻറ്റക്കിൾ എന്ന് വെച്ചാൽ വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള എനർജിയാണ്. അവൾക്കറിയാം അവിടെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഡിസയർ എന്താണ്. ഷീ ഈസ് ദ മോസ്റ്റ് എന്താ കോൺഫിഡൻറ്റ്. ഷീ ഈസ് ഓൾസോ ഇൻ ഹർ ഫെമിനൻ എനർജി. റിസീവ് ചെയ്യാൻ അവൾക്കറിയാം. സോ അവൾ ഗിവ് ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതും വളരെ ഈക്വൽ എനർജിയിലാണ്, ഈക്വലി ആണ്, ബാലൻസ് ആണ്. സോ അവൾക്കറിയാം അവൾക്ക് എന്താണ് വേണ്ടത്. അവിടെ സോളിൻ്റെ ഡിസയർ എക്സാക്ട്ലി അറിയാം. സോ എന്നും അവിടെ ആ സോൾ ഡിസയറിനെ, ആ വിഷനെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. സോ നിങ്ങളും ക്രിയേറ്റർ പറഞ്ഞു ലെറ്റ് ഗോ ദ വാട്ട് എവർ യു ക്രിയേറ്റഡ് വിത്ത് യുവർ ഈഗോ മൈൻഡ് ആൻഡ് ടാപ്പ് ഇൻ ടു യുവർ ഡിവൈൻ എനർജി. ഇതാണ് നിങ്ങളോട് ഈശ്വരൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിവൈൻ ഗൈഡൻസ് പറയാൻ ആഗ്രഹിക്കുന്നത്. ബേർഡൻ ലെറ്റ് ഗോ ഓഫ് ദ ജഗ്ലിംഗ്. സോ പാസ്റ്റിലും പ്രസൻറ്റിലുമായിട്ടുള്ള ജഗ്ലിംഗ്, കൺഫ്യൂഷൻ എനർജിയിൽ നിന്ന് മുന്നോട്ട് പോകുക. ബിക്കോസ് ഇറ്റ്സ് യുവർ ജേർണി. യു ഹാവ് ടു ലെറ്റ് ഗോ ദ കൺഫ്യൂഷനെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യണം. നിങ്ങൾ എടുത്ത പാത കറക്റ്റാണ്. ചിലപ്പോൾ ഒരുപാട് പേര് പോയ ഒരു വഴിയായിരിക്കത്തില്ല നിങ്ങൾ സ്വീകരിച്ചൊരു വഴി. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുക. ചിലപ്പം നിങ്ങൾ ചെയ്ത ജോലി നിങ്ങൾ റിസൈൻ ചെയ്യാനോ സെൽഫ് സ്റ്റാർട്ടപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങാനൊക്കെ നിങ്ങൾക്ക് പ്ലാൻ കാണും. സോ മറ്റുള്ളവർ സഞ്ചരിക്കാത്ത വഴികളിലേക്ക് നിങ്ങൾ സഞ്ചരിക്കുന്നത്. ലൈക്ക് മോഹൻലാൽ പറയത്തില്ലേ മണിച്ചത് ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഞാൻ സഞ്ചരിക്കും. കാരണം ബിക്കോസ് അദ്ദേഹത്തിന് ഗംഗയോട് അത്രമാത്രം ഇഷ്ടമാണ്. അദ്ദേഹം അത്രയും മാത്രം ഗംഗയെ സ്നേഹിക്കുന്നുണ്ട്. നകുലനെ ഗംഗയെ സ്നേഹിക്കുന്നുണ്ട്. മോഹൻലാലിൻ്റെ മൂവിയിൽ പറഞ്ഞില്ലേ ആരും സഞ്ചരിക്കാത്ത വഴികളിലൊക്കെ സഞ്ചരിക്കും. ബിക്കോസ് അദ്ദേഹം ആഗ്രഹിക്കുന്നു നകുലൻ്റെ ലൈഫിൽ ആ ഗംഗ തിരിച്ചു വരണമെന്ന്. അതുപോലെയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നടന്നിട്ടുള്ള പാത വേറെ ആരും ഇതുവരെ കേട്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളായിരിക്കും നിങ്ങൾ എക്സ്പീരിയൻസ്. ലൈക്ക് കൈൻഡ് ഓഫ് ട്വിൻ ഫ്ലെയിം ജേർണി, സ്പിരിച്വൽ ജേർണി. എല്ലാവരും വിചാരിക്കും ഞങ്ങളൊക്കെ നോർമലാണ്, നിങ്ങൾക്ക് എന്താ നോർമൽ ആയിക്കൂടെ എന്നായിരിക്കും പറഞ്ഞത്. പക്ഷെ ഇറ്റ്സ് യുവർ ലൈഫ്. ഡോണ്ട് ക്യാരി ദെയർ ബേർഡൻ. അവർക്കിപ്പം ഉണരാൻ താല്പര്യമില്ലെങ്കിൽ അവരെ ഉണർത്താനും നിൽക്കണ്ട. അത് നിങ്ങളെ കൂടുതൽ കൺഫ്യൂസ്ഡ് ആക്കുന്നത്, നിങ്ങളുടെ എനർജീനെ അത് കളയത്തേ ഉള്ളൂ. സോ ലെറ്റ് ഗോ ഓഫ് ദ ബേർഡൻ, ലെറ്റ് ഗോ ഓഫ് ദ കൺഫ്യൂസിങ് എനർജി. കോംപ്രമൈസിങ് ഈ ലോകമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യുന്നത്, ഈ ലോകത്തിന് വേണ്ടി നിങ്ങളെ കോംപ്രമൈസ് ചെയ്ത് ഒഴിവാക്കുക. ബിക്കോസ് ഈ ലോകം നിങ്ങൾ കോംപ്രമൈസ് ചെയ്താലും കോംപ്രമൈസ് ചെയ്തില്ലെങ്കിൽ ഈ ലോകം ഇങ്ങനെ തന്നെ നിലനിൽക്കും. ആൻഡ് ഡോണ്ട് എവർ കോംപ്രമൈസ് യുവർ സോൾ. ബിക്കോസ് നിങ്ങളുടെ സോളിൽ നിങ്ങളെ കോംപ്രമൈസ് ചെയ്താൽ നിങ്ങളുടെ ലോകമായിരിക്കും നഷ്ടപ്പെടുന്നത്. മനസ്സിലായോ? നിങ്ങളെ ക്രിയേറ്റ് ചെയ്യേണ്ട ലോകത്തിൻ്റെ, ബിക്കോസ് നിങ്ങളുടെ സോളിൻ്റെ എനർജി നിങ്ങളുടെ ലോകത്തെ ക്രിയേറ്റ് ചെയ്യാനാണ് ഈശ്വരൻ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തന്നിരിക്കുന്നത്. നിങ്ങളുടെ ലോകത്തെ, നിങ്ങളുടെ ലെഗസിയെ ക്രിയേറ്റ് ചെയ്യാനാണ് ഈശ്വരൻ നിങ്ങൾക്ക് ഈ ജീവിതം തന്നെ. സോ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യുവാണെങ്കിൽ അവിടെ ആരുടെ ലോകമാണ് നഷ്ടമാവുന്നത്? നിങ്ങളുടെ ലോകമാണ് നഷ്ടമാവുന്നത്. സോ പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. Let go of compromising your soul. Let go of compromising your world. Okay? And the fourth card is sorrow. Sorrowയ്ക്ക് കാരണം ഇന്നർ ബാറ്റ്ലിംഗ്. എനിക്ക് ഇങ്ങനെ ആയിരുന്നു ഈ ഫ്ലിപ്പ് കാർഡ് വന്നത്. പക്ഷേ ഐ എം ഫീലിംഗ് ടു ഇങ്ങനെ തന്നെ വായിക്കാൻ എനിക്ക് ഫീലാണ്. നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ് പറയുന്നത് ഇങ്ങനെയല്ല, ഈ കാർഡിന് ഇങ്ങനെ തന്നെ വായിക്കണം. സോ കോൺഫ്ലിക്ട്സ് ആണ്. നിങ്ങളുടെ പാസ്റ്റിലെ കോൺഫ്ലിക്റ്റ് കാരണമാണ് ഈ സോറോയ്ക്ക്. കാരണം സംഭവം നിങ്ങളുടെ ഡെസിഷനിൽ ആരും മാനിക്കുന്നില്ല, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല, നിങ്ങളെ മനസ്സിലാക്കുന്നത് ഇറ്റ്സ് ഓക്കെ, മൂവ് ഓൺ ഫ്രം ദാറ്റ് എനർജി, ലെറ്റ് ഗോ. നിങ്ങൾക്ക് വേണ്ടി പോരാടി കുഴഞ്ഞു. കാരണം ഒരു പക്ഷേ ഇത് നിങ്ങളുടെ പുറത്തുള്ള സെനാറിയോ ആണെങ്കിൽ സ്ട്രഗ്ലിംഗ് പീരീഡിലായിരിക്കും പോകുന്നത്. നിങ്ങൾ സ്റ്റാൻഡ് എടുത്ത് കുഴഞ്ഞു, നിങ്ങൾ ഒറ്റയാൾ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ അങ്ങനെയും ഒരു സെനോറിയോ ഉണ്ട്. സോ പ്ലീസ് ലെറ്റ് ദാറ്റ് പേഴ്സൺ അല്ലെങ്കിൽ പീപ്പിൾ ഗോ. ഇങ്ങനെ അടിച്ച് തീർക്കാനുള്ളതല്ല നിങ്ങളുടെ എനർജി. നിങ്ങളിങ്ങനെ വിഷമിച്ച് തീർക്കാനുള്ള എനർജി. നിങ്ങളുടെ എനർജി എന്തിനാണ്? നിങ്ങളുടെ ലോകത്തെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വന്നവരാണ്. നിങ്ങൾ ദ ക്രിയേറ്ററാണ്. സോ പ്ലീസ് പൈൽ നമ്പർ 2, നിങ്ങൾ ക്രിയേറ്ററാണ്. നിങ്ങൾ ദ വേൾഡ്, നിങ്ങളുടെ ലോകം ക്രിയേറ്റ് ചെയ്യാൻ വന്നത്. സോ പ്ലീസ് ഈ സോറോയിൽ നിന്ന് മുന്നിലോട്ട് വരിക. റിലീസ് ദ പീപ്പിൾ that not respecting you, that not respecting your decision, that not trusting you. Release them, let them go. അവർ മനസ്സിലാക്കിയില്ലേ വേണ്ട. ആൻഡ് നിങ്ങളുടെ ഉള്ളിൽ ആ ക്രിറ്റിക്സ് ആണ്, നിങ്ങൾ സെൽഫുമായിട്ടുള്ള സെൽഫ് ഡൗട്ട്, ഈ ജഗ്ലിംഗ് കാരണം, നിങ്ങൾക്കുണ്ടായ കൺഫ്യൂഷൻ കാരണമാണ് നിങ്ങൾ ഈ ജഗ്ലിംഗ് ചെയ്യുന്നെങ്കിൽ യു ഹാവ് ടു ഹീൽ ഇറ്റ്.
ആ ഒരു കുട്ടി ഇങ്ങനെ എല്ലാത്തിനെയും കണ്ടി, കാരണം ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ട കുട്ടിക്ക് എന്താ വേണ്ടതെന്നറിയോ? കമ്പാഷനാണ് വേണ്ടത്. ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക. ഈ സോറോ ഒക്കെ പോകും ആ കുട്ടിക്ക് നമ്മൾ കമ്പാഷനേറ്റ് ആകുക. സോ ആ സെൽഫ് ക്രിട്ടിക്സിനെ തിരിച്ചറിയുക. അതിന് എന്താണ് വേണ്ടത്? അതിന് അറ്റൻഷൻ ആണെങ്കിൽ അറ്റൻഷൻ കൊടുക്കുക, സ്നേഹമാണെങ്കിൽ സ്നേഹം കൊടുക്കുക. കാരണം നിങ്ങളുടെ ഉള്ളിലെ ക്രിട്ടിക്സിനെ, കാരണം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു ജഗ്ലിംഗ് ആണെങ്കിൽ, ലൈക്ക് മൈൻഡും സോളും തമ്മിലുള്ളതാണെങ്കിൽ ഇറ്റ്സ് ഓൾസോ കോസിങ് യു പെയിൻ, സഫറിങ്, സോറോ. Okay, let it go. Let go the critics inside you, and let go the people who not trusting you. നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാത്തയും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരൊക്കെ ലെറ്റ് ഗോ ചെയ്യുക. സമയം അവരെ കാണിക്കട്ടെ. നമുക്ക് സൈലൻസ് ആണ് മുഖ്യം. ആൻഡ് ഫിഫ്ത്ത് കാർഡ് ഇൻറ്റൻസിറ്റി. ദ ഹാങ്മാൻ. ലുക്ക് സെയിം ഇൻറ്റൻസിറ്റി. നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ബിലീവ്. ഇപ്പം മേ ബി നിങ്ങളുടെ ലോകം തകിടം മറിഞ്ഞാണ്. ഇങ്ങനെ ഇരുന്ന് നിങ്ങളെ നേരെ തലകീഴിയ അവസ്ഥയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് മാറ്റാൻ ഈ ഇൻറ്റൻസിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്ത്, നിങ്ങളുടെ സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റ് വേണ്ടി, നിങ്ങളുടെ വിസ്ഡത്തെ ഉണർത്താൻ വേണ്ടിയാണ് ഈ ഇൻറ്റൻസ് ആയിട്ടുള്ള സകല ഇമോഷൻസ് വരുന്നത്. സോ ഇറ്റ്സ് ടൈം ടു ലെറ്റ് ഗോ. ഒരു സ്ഥലത്ത് സ്റ്റക്കായി ഇരിക്കാതെ ട്രൈ ടു മൂവ് ബൈ യോഗ, ഡൂയിങ് മെഡിറ്റേഷൻ, സൈക്ലിംഗ്, ലൈക്ക് ഡാൻസിങ്. അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. കൂടുതൽ മൂവ്മെൻറ്റ്സ് ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യാം. ബിക്കോസ് യു ആർ വർതി ഓഫ് ഇറ്റ്. ഈ ഒരു ഇൻറ്റൻസിഫൈ എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ബാലൻസ് ആക്കണമെങ്കിൽ യു ഹാവ് ടു റിലീസ് ദാറ്റ് എനർജി. സ്റ്റക്നെസ്സിൽ നിൽക്കാതെ യു ആർ നോട്ട് സ്റ്റക്ക്. ഇനി സംഭവം നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ചേഞ്ച്, ഈ ഒരു സ്റ്റിൽനെസ്, ഇനി ഈ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഇമോഷനെ സറണ്ടർ ചെയ്യുക. ആ ഇൻറ്റൻസിറ്റിയിൽ സറണ്ടർ ചെയ്തിട്ട് ആ ഒരു എന്താ പറയുക നിങ്ങളവിടെ വിശ്രമിക്കുക. വിശ്രമം ഇൻ ദ സെൻസ് റെസ്റ്റ് ആൻഡ് റീജുവനേറ്റ്. ലൈക്ക് വിശ്രമിക്കുക ഇൻ ദ സെൻസ് ആ ഒരു എനർജി എന്താണ് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് നിങ്ങളുടെ ലൈഫിൻ്റെ പെർസ്പെക്റ്റീവ് തന്നെ മാറ്റുകയാണ്. സോ നിങ്ങളുടെ വ്യൂ പോയിൻ്റ് തന്നെ മാറുകയാണ് അബൌട്ട് യു, അബൌട്ട് ലൈഫ്, എവറിഥിങ്. സോ ലെറ്റ് ഗോ ഓഫ് ദറ്റ് ഇൻറ്റൻസിഫൈഡ് പെയിൻ. പെയിനിനെ ഇൻറ്റൻസിഫൈ ആയിട്ടുള്ള എല്ലാ മെമ്മറീസിനും ലെറ്റ് ഗോ ചെയ്യുക. ആൻഡ് അഡാപ്റ്റ് ലെറ്റ് ദ നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ ഇന്നർ ലൈറ്റിനെ ഇതുപോലെ ഷൈൻ ചെയ്യാൻ അനുവദിക്കൂ. ആ ഒരു നിങ്ങളിപ്പം ഏതെങ്കിലും ഒരു സെനാറിയോ നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്നുണ്ട്, വീണ്ടും വീണ്ടും ഇൻറ്റൻസീവായിട്ടുള്ള വിഷമം ഇമോഷനാണ് നിങ്ങൾക്ക് കൊടുന്നെങ്കിൽ അതിനെ ഒരു വേറൊരു ലെൻസിലൂടെ കാണാൻ ശ്രമിക്കുക. അതിനെ വേറൊരു പെർസ്പെക്റ്റീവിലൂടെ കാണിക്കുക. എന്തുകൊണ്ടാണ് ഭഗവാനെ എനിക്ക് ഇങ്ങനെ ചെയ്ത ചോദ്യത്തിലൂടെ എന്താണ് ഈ ഒരു പെയിൻ എന്നെ പഠിപ്പിക്കാനാണ്, എന്താണ് ഇവിടുത്തെ ലെസൺ? ഈ ഒരു പെർസ്പെക്റ്റീവ് മാറ്റുമ്പോൾ തന്നെ നിങ്ങളുടെ സോറോ അല്ലെങ്കിൽ പകുതി സഫറിങ് തീരും. സോ ലെറ്റ് ഗോ ഓഫ് ലുക്കിംഗ് ഇൻ ടു ദ സെയിം പെർസ്പെക്റ്റീവ്. നിങ്ങൾ ആ ഒരു സർക്കംസ്റ്റാൻസിനെ ഒരേ കാഴ്ചപ്പാടിൽ കാണാതെ അതിനെ ഒന്ന് ആംഗിൾ ഷിഫ്റ്റ് ചെയ്ത് എന്തുകൊണ്ട് ഇങ്ങനെ എനിക്ക് സംഭവിക്കുന്ന പകരം എന്താണ് എന്നെ ഈശ്വരൻ പഠിപ്പിക്കുന്നതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. സോ ഇറ്റ്സ് ടൈം ടു ലെറ്റ് ഗോ സീയിങ് എ തിങ് ഫ്രം ദ സെയിം ആംഗിൾ. ഒരേ ആംഗിളിൽ നിന്ന് ആ ഒരു സിറ്റുവേഷനെ കാണാതെ ഡിഫറെൻ്റ് ആംഗിളിൽ നിന്ന് നിങ്ങൾ ആ സിറ്റുവേഷനെ കാണാം. സോ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ആ സിറ്റുവേഷൻ പഠിക്കുന്നത്. സോ നമ്മളെപ്പോഴും ഇങ്ങനെയല്ലേ കാണുന്നത്. ചില സമയം തലകീഴായി നോക്കണം എന്താണ് സംഭവിക്കുന്നത് അറിയാം. ഓക്കെ, സോ ആൻഡ് ദ ഫൈനൽ കാർഡ് ഈസ് ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ്. നിങ്ങളുടെ പവർ മൊത്തം പാസ്റ്റിലാണ് കിടക്കുന്നത്. ആൻഡ് ബിക്കോസ് ഇറ്റ്സ് ടൈം ടു മൂവ് ഓൺ. 7 of Swords. ദർ ഈസ് നോ നീഡ് ടു പ്രൂവ് എനി വൺ. നിങ്ങൾ ആരെയും ഒന്നും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ബിക്കോസ് യു ആർ പെർഫെക്റ്റ് ആൻഡ് യു ആർ ഇന്നഫ്. ആൻഡ് I'm proud of you. Pile number 2, I'm really really proud of you. And നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ് പറയാൻ ആഗ്രഹിക്കുന്നത് and they love you. Really, pile number 2, your spirit guides and spirit teams loves you very much because you are worth it. And I love you, my subscribers and viewers. നിങ്ങൾ ഏത് പൈൽ ചൂസ് ചെയ്ത് I love you. താങ്ക് യു ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. ബിക്കോസ് നിങ്ങളാണ് ഈ ഒരു ചാനലിലെ വിജയത്തിന് കാരണം. നിങ്ങൾ ഓരോരുത്തവരാണ് ഈ ഡിവൈനാണ് ഇതിന് കാരണം. ബിക്കോസ് I love what I do. I'm sharing my love for you. So it's time to receive. It's time to receiving എനർജിനെ കൂട്ടുക. പഴയ കാലം നിങ്ങളെ ആരുടെ ഫ്രണ്ടിൽ നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുള്ള. ബിക്കോസ് യു ആർ ഡിവൈൻ ചൈൽഡ് ഓഫ് ഗോഡ്. നിങ്ങൾ വളരെ ഡിവൈനാണ്. നിങ്ങൾ ഭയങ്കര വെഴുതി പേഴ്സൺ ആണ്. നിങ്ങളുടെ ആ ഒരു വെഴുതിനെസ്സിനെ ആർക്കും മുന്നിൽ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈവൻ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിൻ്റെ ഫ്രണ്ടിൽ പോലും നിങ്ങളുടെ വെഴുതിനെസ്സിനെ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഷീ നോസ് യു. ബിക്കോസ് ദേ ആർ യു. അവർ നിങ്ങൾ തന്നെയാണ്. സ്റ്റോപ്പ് സീയിങ് ദംസെൽഫ് ആസ് എ സെപ്പറേറ്റ് പേഴ്സൺ. നിങ്ങൾ അവരെ ഒരു അന്യ വ്യക്തിയായിട്ട് കാണുന്നത് ഒഴിവാക്കുക. നിങ്ങളെയാണോ കാണുന്നത് അതേ കണ്ണുകൊണ്ടായിരിക്കും നിങ്ങൾ ട്വിൻ ഫ്ലെയിം നിങ്ങളെ കാണുന്നത് ഫിസിക്കലി.
ബിക്കോസ് അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവൾക്ക് അറിയാം ഇൻറ്റേർണലി നിങ്ങൾക്ക് എത്ര കഴിവാണ്. സോ അവർ നിങ്ങളെ മിറർ ചെയ്യും. ദാറ്റ്സ് ദെയർ ഡ്യൂട്ടി ബിക്കോസ് ദേ ആർ യുവർ അൾട്ടിമേറ്റ് ഗുരു. ഓക്കെ, സോ അതിനെ നിങ്ങൾ പേഴ്സണലി എടുക്കാതെ അതിൻ്റെ ലെസൺ എന്താണെന്ന് നോക്കുക. ആൻഡ് പാസ്റ്റിൽ ക്ലിങ് ചെയ്ത് നിൽക്കാതെ മൂവ് ചെയ്യുക. നിങ്ങളൊരു കാര്യം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല, ആരെയും ബോധ്യപ്പെടുത്താൻ ഒന്നും ചെയ്യേണ്ട. ആൻഡ് ക്ലെയിം യുവർ സ്ട്രെങ്ത് ബാക്ക്. പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ആകുമ്പോൾ തന്നെ നിങ്ങളുടെ സ്ട്രെങ്തിനെ റീഗെയിൻ ചെയ്യും. നിങ്ങളുടെ പാസ്റ്റിലെ എനർജീസ് നിങ്ങളുടെ സ്ട്രെങ്തിനെ കുറയ്ക്കുകയാണ്. സോ പ്ലീസ് ലെറ്റ് ഗോ ദ പാസ്റ്റ് ആൻഡ് ട്രൈ ടു മൂവ് ഓൺ ഫ്രം യുവർ സ്ട്രെങ്ത്. ആൻഡ് നിങ്ങൾ നിങ്ങളുടെ ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരിക. ആൻഡ് ഇറ്റ്സ് ടൈം ടു സ്റ്റെപ്പിംഗ് ഇൻ ടു യുവർ സ്ട്രെങ്ത്. ദിസ് ഇസ് ദ എക്സ്ട്രാ കാർഡ്. ഇറ്റ്സ് ടൈം ടു സ്റ്റെപ്പിംഗ് ഇൻ ടു യുവർ സ്ട്രെങ്ത്. ഓക്കെ, സോ ദിസ് ഇസ് ദ എൻ്റെ ഒരു കാര്യം. ആൻഡ് ടോപ്പ് ഓഫ് ദ ഡെക്ക് ഇസ് ദ കണ്ടീഷനിങ്. നിങ്ങളുടെ കണ്ടീഷനിങ് ബ്രേക്ക് ഫ്രീ ചെയ്യുകയാണ്. ആൻഡ് അതിൻ്റെ കോമ്പിനേഷൻ വന്ന കാർഡ് ഏസ് ഓഫ് സ്വാർഡ്. നിങ്ങൾ കണ്ടീഷനിങ് വരുമ്പോൾ ഈശ്വരൻ നിങ്ങൾക്ക് പുതിയൊരു മാർഗം കണ്ടുതരും. സോ ഈ ഒരു എനർജീസ് നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ബിക്കോസ് ഈ ഒരു ലെറ്റ് ഗോ ലെറ്റ് ഗോ നിങ്ങൾക്ക് ഈസി ആകുമ്പം സറണ്ടറും പ്രോസസ്സ് ഈസിയാവും. സോ ഈ ഒരു ചാനലിങ് നിങ്ങളോട് റെസൊനേറ്റ് ചെയ്തവർ ഈ ഒരു ചാനലിങ് നിങ്ങൾ റിസീവ് ചെയ്യുക. നിങ്ങളോട്ട് റെസൊനേറ്റ് ചെയ്യാത്ത എനർജീസിനെ ഡിസ്കാർഡ് ചെയ്യുക. ആൻഡ് വേണ്ട എനർജീസ് മാത്രം ഇൻവൈറ്റ് ചെയ്യുക. ആൻഡ് ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായി കാണും എങ്ങനെ വേണം നിങ്ങൾ വെച്ചോ. ബിക്കോസ് നിങ്ങളുടെ സ്പിരിറ്റ് അത്രയും ലൈക്ക് ഡയറക്റ്റ് മെസ്സേജസ് ആണ്. നമുക്ക് കൂടുതലൊന്നും ടാരോ ആയിട്ട് എക്സ്ട്രാ പറയേണ്ടി വന്നില്ല. സോ സംഭവം എങ്ങനെയാണ്, ബിക്കോസ് യു ആർ സോ കണക്റ്റഡ് വിത്ത് യുവർ സ്പിരിറ്റ് ടീംസ് ആൻഡ് വെൽ ഡൺ. ആൻഡ് ദേ ലവ് യു സോ മച്ച്, പൈൽ നമ്പർ 2, ബിക്കോസ് യു ആർ ദെയർ പെർഫെക്റ്റ് ചൈൽഡ്. ആൻഡ് പെർഫെക്റ്റ് ഇൻ ദ സെൻസ് ദേ ലവ് യു ദ വേ യു ആർ. നിങ്ങൾ എങ്ങനെയാണോ അവർക്ക്, നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സിന് അങ്ങനെയാണ് നിങ്ങളെ ഇഷ്ടം. ആൻഡ് ഇനി നിങ്ങളുടെ ലൈഫിൽ സോ സറണ്ടറിങ് ഈ ഒരു എനർജി നിങ്ങളെ സറണ്ടറിങ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സോ സറണ്ടറിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഒരു പൈലിന് ശേഷം വീണ്ടും സറണ്ടർ നമ്മൾ ചെയ്തിട്ടുള്ള പൈല് കാണുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. സോ എങ്ങനെ വേണം കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ എല്ലാത്തിനെയും. സോ ഹോപ്പ് ഇത് നിങ്ങളെ സഹായിക്കട്ടെ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബിങ് മൈ ചാനൽ. ആൻഡ് നിങ്ങളുടെ ലൈഫിൽ ഇതുപോലൊരു കണ്ടീഷനിലൂടെ നമ്മൾ പോവുകയാണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്ന എന്താണ് ചെയ്യേണ്ടത്, ഒരു എക്സസൈസ് ചെയ്യണമെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ ഫോർ മൈ പേഴ്സണൽ സെക്ഷൻ. ഓക്കെ, താങ്ക് യു സോ മച്ച്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ആൻഡ് ടേക്ക് കെയർ.